ഹായ് ഹലോ വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് വിറ്റോക്സിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രത്യേകിച്ച് ഷൈൻ ചേട്ടൻ സ്വാഗതം. നമസ്കാരം. വിറ്റോക്സ് ഗൈസ്, വി ഹാവ് എ സ്പെഷ്യൽ ഗസ്റ്റ്. നമുക്ക് എബ്രിഡ് ഷൈനാണ് നമ്മുടെ ഇന്നത്തെ ഗസ്റ്റ്. ഇവിടെ തുടങ്ങി ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നത്. നമുക്ക് 1983 ആക്ഷൻ ഹീറോ ബിജു, പൂമരം, മഹാവീർ, കുംഫു മാസ്റ്റർ ആൻഡ് ഫൈനലി ഇപ്പോൾ സ്പാ. എബ്രിഡ് ഷൈൻ ചേട്ടൻ ഇവിടെ എങ്ങനെ എത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ ദിവസം സ്പാ കാണാൻ ഞാൻ PVR പോയപ്പോൾ ഞാൻ സ്പാ കാണാൻ കയറിപ്പോയപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ യാദൃച്ഛികമായിട്ട് ഞാൻ ഡോർ ഇങ്ങനെ നമ്മൾ തുറക്കുമ്പോഴത്തേക്ക് മനുഷ്യൻ ഇങ്ങനെ ഇറങ്ങി വരുന്നു. എനിക്കറിയാം ഷൈൻ ചേട്ടനല്ലേ പോകുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനെ ചിരിച്ച് ഞാൻ മിണ്ടിയില്ല, ഞാൻ സംസാരിക്കാതെ ഞാൻ ഇങ്ങനെ കയറിപ്പോയി. പടം കാണാമെന്ന് വിചാരിച്ചു. ഞാൻ പടം കണ്ടു തുടങ്ങി. ഫസ്റ്റ് ഹാഫായി ഞാൻ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയി. അപ്പോൾ ഞാൻ ഇൻ്റർവെല്ലിന് കാണാമെന്ന് വിചാരിച്ച് ഇറങ്ങി വന്ന് ഷൈൻ ചേട്ടൻ ചുറ്റും ആൾക്കാരായിരുന്നു. ഞാൻ വെച്ചാൽ മൊത്തം കഴിയട്ടെ, ഞാൻ കഴിഞ്ഞിട്ട് പിടിക്കും എന്തായാലും എന്ന് പറഞ്ഞ് ഞാൻ പടം സെക്കൻഡ് ഹാഫ് ഇരുന്ന് കണ്ടു. സെക്കൻഡ് ഹാഫും കഴിഞ്ഞ് ഇറങ്ങി വന്ന് ഞാൻ ഓടി ഇറങ്ങി വന്നപ്പം എനിക്ക് ഒറ്റയ്ക്ക് കിട്ടി ആദ്യം. അപ്പോൾ ഞാൻ ഓടിച്ചെന്ന് ചോദിച്ചു, ചേട്ടാ ഞാൻ കണ്ടു, എനിക്ക് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ചേട്ടൻ ഞാൻ കണ്ടിട്ടുണ്ടല്ലോ, എൻ്റെ മുഖം ഇവിടെ കണ്ടിട്ടുണ്ട്. അപ്പം ഞാൻ ഞങ്ങളുടെ പരിപാടി എങ്ങനെ കണ്ടത് എന്നുള്ളതാണ്. ചേഞ്ചേട്ടൻ ഞങ്ങളെ എങ്ങനെയാണ് കണ്ടെന്ന് എനിക്കൊരു ടെൻഷനുണ്ട്. അപ്പം തന്നെ ഞാൻ പറഞ്ഞു, ചേച്ചി ഞങ്ങളുടെ ഒരു പരിപാടിയുണ്ട്, അതിനകത്ത് നിന്ന് ഇരുന്നാൽ ഞങ്ങൾക്ക് നന്നായിരുന്നു. അങ്ങനെ അപ്പം തന്നെ ഞാൻ പിന്നെ ഫോൺ ചെയ്ത് എത്തിച്ചു. അങ്ങനെ നമ്മൾ വിറ്റോക്സ് ഷൈൻ ചേട്ടൻ എത്തിച്ചു. സ്റ്റാർട്ട് ചെയ്ത് മനോരമയല്ലേ? ഇല്ല, ഞാൻ മനോരമയിലല്ല. ഞാൻ ഫോട്ടോഗ്രാഫി തുടങ്ങുന്നത് നാട്ടിൻപുറത്തെ ഞങ്ങളുടെ നാട്ടിൽ ചെറിയ കല്യാണ ഫോട്ടോയുടെ വീഡിയോ, അതെ കല്യാണ ഫോട്ടോ. ഇപ്പോൾ ഫോട്ടോഗ്രാഫിയിൽ നമ്മളൊരു നമുക്കൊരു വരുമാനത്തിന് വേണ്ടി, പൈസയ്ക്ക് വേണ്ടിയിട്ട് ഈ കല്യാണ വീഡിയോയ്ക്ക് ലൈറ്റ് അടിക്കാൻ പോലായിരുന്നു തുടക്കം. പ്രീ ഡിഗ്രി പഠിക്കുന്ന കാലത്ത്. പിന്നെ ഞാൻ അത് കഴിഞ്ഞിട്ടൊരു ഞാൻ ഫോട്ടോഗ്രാഫി തുടങ്ങി. വീഡിയോ ലൈറ്റ് അടിച്ച് പിന്നെ ഫോട്ടോഗ്രാഫി തുടങ്ങി. ഫോട്ടോഗ്രാഫറായിട്ട് കുറേ കാലം കല്യാണ ഫോട്ടോ എടുക്കൽ തന്നെയായിരുന്നു. പിന്നെ സ്റ്റുഡിയോ ഉണ്ടായിരുന്നു. ഒരു ഡിഗ്രി സമയത്തെല്ലാം ഫോട്ടോഗ്രാഫി ഒരു പ്രധാന വരുമാനം ആയിരുന്നു. അതിനുശേഷം ഞാനൊരു മംഗളം പത്രങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഫ്രീലാൻസ് ഫോട്ടോഗ്രാഫി ചെയ്യാൻ തുടങ്ങി. മംഗളത്തിന്, മാതൃഭൂമിക്കൊക്കെ വേണ്ടി ചെയ്യാമായിരുന്നു, ഇങ്ങനെ ലോക്കൽ പേജുകൾക്ക് വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് കാലം മംഗളത്തിന് വേണ്ടി മാത്രം ഫ്രീലാൻസ് ഫോട്ടോഗ്രാഫി ചെയ്തു. അപ്പോൾ ഈ ബൈലൈൻ വന്ന് തുടങ്ങുമ്പോൾ നമുക്ക് ശരി, നമ്മുടെ ബൈലൈൻ വരുന്നു പത്രത്തിൽ. ആ കാലത്ത് നമ്മുടെ പേരച്ചടിച്ച് വരുന്നു പത്രത്തിൽ. പിന്നീട് മംഗളത്തിന് ഫോട്ടോഗ്രാഫേഴ്സിനെ എടുക്കുന്ന സമയത്ത് ഈ സ്ഥിരമായിട്ട് ബൈലൈൻ വന്നു തുടങ്ങിയപ്പോൾ അവർ ഞാൻ ഫോട്ടോഗ്രാഫേഴ്സിനെ എടുക്കുന്നുണ്ട്, നിങ്ങളിവിടെ ഒന്ന് ജോയിൻ ചെയ്യാൻ, ഒരു ഇൻ്റർവ്യൂവിന് വരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഇൻ്റർവ്യൂവിന് ചെന്നപ്പോൾ എനിക്ക് അവിടെ ഫോട്ടോഗ്രാഫറായിട്ട് കിട്ടി. അങ്ങനെ ന്യൂസ് ഫോട്ടോഗ്രാഫറായി. അങ്ങനെ കൊച്ചി പത്രത്തിൽ ഒരു 2001 കൊച്ചി പത്രത്തിൽ, കൊച്ചി ബ്യൂറോയിൽ ഫോട്ടോഗ്രാഫറായി. അവിടെ നിന്ന് ഞാൻ പിന്നെ കോട്ടയത്തേക്ക് അവരുടെ പീരിയോഡിക്കൽസിലേക്ക്, മംഗളത്തിന് തന്നെ പീരിയോഡിക്കൽസിലേക്ക് പോയി. 2001 തൊട്ട് 2006 വരെ. 2006 ഞാൻ മനോരമയിൽ വനിതയിൽ ജോയിൻ ചെയ്തു. 2013 വരെ. കല്യാണ ഫോട്ടോഗ്രാഫി ന്യൂസ് ഫോട്ടോഗ്രാഫിയിലേക്ക് വന്നപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു? ഏകദേശം അതേ സ്പീഡ് തന്നെ വേണം. കല്യാണ ഫോട്ടോഗ്രാഫിയിൽ പോകുമ്പോൾ നമുക്കൊരു ടൈമിങ് കിട്ടും. കാരണം ഈ താലി എല്ലാ സാധനത്തിനും ഭയങ്കര ടൈമിങ് ആവശ്യമുണ്ട്. കാരണം കെട്ടാനൊക്കെ പറയും ചിലപ്പോൾ, ഒന്നുകൂടെ നിൽക്കുമെന്നൊക്കെ പറയും ചിലപ്പോൾ ആൾക്കാരൊന്ന് വട്ടം കയറി. എന്നാലും ഇതിനൊരു ടൈമിങ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് ആ ടൈമിങ് കാരണം നമുക്ക് വേഗത കിട്ടും. ന്യൂസ് ഫോട്ടോഗ്രാഫിയിലേക്ക് വരുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ, അതിനുശേഷം ഞാനൊരു ന്യൂസ് ഫോട്ടോഗ്രാഫിയുടെ ഒരു ക്യാമ്പിൽ പങ്കെടുത്തു. അപ്പോൾ കുറേ കാലം കല്യാണ ഫോട്ടോ എടുക്കുമ്പോൾ നമുക്കൊരു സാച്ചുറേഷൻ പോയിന്റിലെത്തി. ഇനി എന്ത് ചെയ്യണം എന്നുള്ളൊരു, അപ്പോൾ ഈ ഫോട്ടോ വൈഡ് എന്ന് പറയുന്ന മാഗസിൻ ഉണ്ടായിരുന്നു ആ കാലത്ത്, കോട്ടയത്ത് നിന്ന് ഇറങ്ങുന്നത്. അപ്പോൾ ഈ മാഗസിൻ വായിക്കും. അപ്പോൾ അതിനകത്തെല്ലാം ഭയങ്കര മോട്ടിവേറ്റിംഗ് സാധനങ്ങളെല്ലാം ഇങ്ങനെ എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ ന്യൂസ് ഫോട്ടോഗ്രാഫിയെ കുറിച്ചായിരിക്കും. അങ്ങനെ ന്യൂസ് ഫോട്ടോഗ്രാഫി, ഫാഷൻ ഫോട്ടോഗ്രാഫി ഒക്കെ എഴുതും. അപ്പോൾ ഈ ഫോട്ടോഗ്രാഫി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇത് വായിക്കുമ്പോൾ നമുക്കൊരു മോട്ടിവേഷൻ കിട്ടും. അങ്ങനെയാണ് ഈ ഫോട്ടോ വൈഡിൻ്റെ ഒരു
ക്യാമ്പായിരുന്നു, ഈ ഒരു ഫോട്ടോ ജേർണലിസം ക്യാമ്പും ഒരു ഫാഷൻ ഫോട്ടോഗ്രാഫി ക്യാമ്പും. അപ്പോൾ ഞാൻ കല്യാണ ഫോട്ടോ എടുത്ത് നടക്കുന്ന കാലത്താണ്. അങ്ങനെ ഈ ക്യാമ്പിൽ പോവുകയും അവിടുന്ന് ആക്ച്വലി എൻ്റെ വൈഫായിരുന്നു അതിന് അയച്ചത്. അപ്പോൾ ഇത് കാണിച്ചു തന്നത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നുണ്ട്. അപ്പോൾ ഞാൻ അതിന് പോയി. ഈ ക്യാമ്പിൽ ചെന്നപ്പോൾ അവിടെ കുറേ മംഗളത്തിൻ്റെ ഡെപ്യൂട്ടി എഡിറ്റർ ഒരു ഗോപികൃഷ്ണൻ സാറ്, അന്ന് മനോരമയുടെ ഫോട്ടോഗ്രാഫർ RS അയ്യർ, അങ്ങനെ കുറേ ആൾക്കാർ വന്ന് ക്ലാസ് എടുത്തിരുന്നു. അന്ന് ഒരു ഫാഷൻ ഫോട്ടോഗ്രാഫി ക്ലാസ് എടുത്ത പ്രിൻസിപ്പൾ എന്ന് പറഞ്ഞ ഒരാളായിരുന്നു. അപ്പോൾ അദ്ദേഹം ഇതിനെക്കുറിച്ച് ലൈറ്റപ്പ് ചെയ്തിട്ട് എങ്ങനെ ഷൂട്ട് ചെയ്യാം, ലൈറ്റ് ബോക്സ് വെച്ച് എങ്ങനെ ഷൂട്ട് ചെയ്യാം എന്ന് കാണിച്ചു തരുന്നു. അപ്പം നമുക്കിത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അങ്ങനെ ആ ഫോട്ടോഗ്രാഫി ചെയ്ത് പഠിച്ചു. പിന്നെ ഞാൻ ഇദ്ദേഹത്തെ നിരന്തരം വിളിക്കാൻ തുടങ്ങി. ആ ക്യാമ്പ് കഴിഞ്ഞ് ഇറങ്ങിയ പിറ്റേ ദിവസം തന്നെ ഞാൻ ഇവർ പറഞ്ഞു, ഈ വലിയ മാധ്യമങ്ങൾക്കെല്ലാം ഒരുപാട് ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ട്, 2-3 ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ട്. പക്ഷേ ചെറിയ മാധ്യമങ്ങൾക്ക് ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ സ്ട്രെങ്ത്ത് കുറവാണ്. അപ്പോൾ നിങ്ങളുടെ ഈ കല്യാണ ഫോട്ടോ എടുക്കുന്നതിൻ്റെ കൂടെ ഇതും കൂടെ എടുത്തു വെച്ചാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ന്യൂസ് ഫോട്ടോഗ്രാഫിയുടെ എന്തെങ്കിലും ചില സാധനങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പത്രങ്ങളിൽ കൊടുക്കാം, വേറൊരു വിൻഡോ കൂടെ ഓപ്പൺ ആകും, കുറച്ചൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന സാധനങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. ഞാൻ പിറ്റേ ദിവസം തന്നെ ക്യാമറ ആയിട്ട് ഇറങ്ങി. പിന്നെ എനിക്കിത് ഒരു ചാർജ് തന്നു. അങ്ങനെയാണ് പിന്നെ ഫോട്ടോ എടുത്ത് ഞാൻ ഫോട്ടോ എടുത്ത് പല മാധ്യമങ്ങളിലും പോയി. പിന്നെ മംഗളത്തിന് ചെന്നപ്പോൾ മംഗളക്കാരത്ത് പ്രിൻ്റ് ചെയ്തു. അപ്പോൾ എൻ്റെ ബൈലൈൻ വെച്ചിട്ട് ഫ്രണ്ട് പേജിലൊരു കളർ ഫോട്ടോ പ്രിൻ്റ് ചെയ്ത് വന്നു. ഇതായിരുന്നു പിന്നെ ചാർജ്. പിന്നെ ഞാൻ സ്ഥിരം ഇവർക്ക് വേണ്ടിയിട്ട് എടുക്കാൻ തുടങ്ങി, ഫോട്ടോ എടുക്കുന്നു. അന്ന് ഞങ്ങളുടെ നാട്ടിലൊരു ജേർണലിസ്റ്റ് ഉണ്ടായിരുന്നു, സണ്ണി ചെറിയാന്ന് പറഞ്ഞിട്ട്. അദ്ദേഹം സ്റ്റോറി എടുക്കാൻ വേണ്ടി പോവും. എൻ്റെ യമഹ ബൈക്കുണ്ട്, ഞങ്ങൾ രണ്ടുപേരും കയറി പല സ്ഥലങ്ങളിൽ യാത്ര ചെയ്യും, ഫോട്ടോ എടുക്കും. ഇത് അദ്ദേഹത്തിൻ്റെ ആർട്ടിക്കിൾ പ്ലസ് എൻ്റെ ഫോട്ടോ എടുക്കാൻ വരും. അപ്പോൾ ഇതൊരു തരത്തിൽ ഈ ഫോട്ടോ നമ്മൾ അച്ചടിച്ച് വരുമ്പോൾ നമുക്ക് കുറച്ചുകൂടി സൊസൈറ്റിയിൽ നടക്കുന്ന കാര്യങ്ങൾ പിന്നെ ഇത് പിന്തുടരാൻ തുടങ്ങി. ഇതെന്താണ്, അപ്പോൾ ഓരോരുത്തർ സ്റ്റോറി വിളിച്ച് പറയാൻ തുടങ്ങി, ഇതാ ഇവിടെ ഒരു ആനക്കുട്ടിയെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരെ കോടനാട് ഒരു ആനക്കുട്ടിയെ കിട്ടിയപ്പോൾ അതിൻ്റെ പുറകെ ഓടാൻ വേണ്ടി ചെന്നു. അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ എൻ്റെ തന്നെ ഒരു റിലേറ്റീവ് എൻ്റെ അടുത്ത് മുടിയേറ്റ് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു ഫോറിനൊരു സ്ത്രീ വന്നു, ജർമ്മനിയിൽ നിന്ന്. അപ്പോൾ മുടിയേറ്റ് പഠിക്കാൻ വന്ന സ്ത്രീയെക്കുറിച്ചുള്ളൊരു ആർട്ടിക്കിൾ, അതിന് ഞാൻ ഫോട്ടോ എടുക്കാൻ വേണ്ടി പോകുന്നു. ഇങ്ങനെ സ്റ്റോറികൾ കിട്ടി തുടങ്ങി. നമ്മളൊരു ഇവൻറ്റിലേക്ക് പോകുമല്ലോ, ഒരു സ്റ്റോറിക്ക് വേണ്ടിയിട്ടുള്ള ഫോട്ടോ എടുക്കാൻ വേണ്ടി പോകുന്നു. ഇത് പബ്ലിഷ് ചെയ്ത് വരുന്നതിൻ്റെ ഒരു കിക്കുണ്ട്. ഇത് പതുക്കെ ആളുകൾ നമ്മൾ പറയാൻ തുടങ്ങി, ഇതാ ഇവിടെ ഇങ്ങനെ ന്യൂസിൻ്റെ സാധ്യതയുണ്ട്, ഇവിടെ ഇങ്ങനെ സാധനമുണ്ട്. അപ്പോൾ ഞാൻ തന്നെ ചിലപ്പോൾ പോയി സ്റ്റോറി എടുക്കും, ഞാൻ തന്നെ പോയി ഫോട്ടോയും എടുക്കും. ഇങ്ങനെ പോയാണ് പത്രത്തിലേക്ക് വന്നത്. അപ്പം ഈ കല്യാണ ഫോട്ടോയിൽ നിന്ന് ഇങ്ങനെ ഗ്രാജുവലായിട്ട് ഇതിനകത്തേക്ക് മാറുമായിരുന്നു. അത് എന്തെങ്കിലും ആർട്ടിക്കിൾ എഴുതിയിട്ടുണ്ടോ ഈ ഫോട്ടോ എഴുത്തും ഒരാൾ കൂടിയില്ല, എന്നെ എഴുതുന്ന ആളില്ലാത്തതുകൊണ്ട്? അതിൽ ഞാൻ എഴുതി കൊടുത്തിട്ടുമുണ്ട്. ഞാൻ ചില സ്ഥലത്ത് പോകുമ്പോൾ ഞാൻ ജേർണലിസ്റ്റ് ഇല്ലാതെ പോവുകയാണെങ്കിൽ ഞാൻ മാറ്റർ മൊത്തം എഴുതി. അല്ല, അദ്ദേഹത്തിൻ്റെ വന്നിട്ട് അദ്ദേഹം എഴുതുന്നത് അദ്ദേഹം തന്നെ ആയിരിക്കും. പിന്നെ അതുകൂടാതെ ഞാനും കൂടി ചില മാറ്റർ ചിലപ്പോൾ എഴുതി കൊടുത്തിട്ടൊക്കെ. റൈറ്റിങ്ങിൽ വന്നത് ആക്ച്വലി ഞാൻ വനിതയിൽ ജോയിൻ ചെയ്ത ശേഷമാണ്. വനിതയിൽ ഞാനത് പീരിയോഡിക്കൽസിൻ്റെ സ്വഭാവം എന്ന് വെച്ചാൽ അതിന് ഇപ്പോൾ വനിത പോലത്തെ മാഗസിൻ, അതിന് മുമ്പ് കന്യക എന്ന് പറഞ്ഞ മാഗസിനാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു സ്വഭാവം, ഇതിൻ്റെ ഒരു കവർ ഫോട്ടോ വേണം, അല്ലെങ്കിൽ അതിൻ്റെ നടുക്ക് ഈ ഡ്രസ്സസ് കാണിക്കുന്ന ഒരു ഫാഷൻ ഫോട്ടോ, ഫാഷൻ പേജ് എന്നാണ് പറയുന്നത്. അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിലൊരു ഫാഷൻ ഷൂട്ട് പോലെയൊന്നും അല്ല. പക്ഷേ ദെൻ ഈ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഒരു പരിപാടി, ഒരു ഫോട്ടോഷൂട്ട് നടത്തും. അതിന് ഫാഷൻ പേജിലെ ഫോട്ടോസ് എന്നാണ് പറയുന്നത്. അത് കുറച്ച് സ്റ്റൈലൈസ് ആക്കാനൊക്കെ നോക്കും. കവർ ഫോട്ടോ വേണം. പിന്നെ അതിനകത്തൊരു സ്റ്റോറി കണക്ട് ചെയ്തിട്ട്, ഇപ്പോൾ ഒരു 3 പേജ് ആർട്ടിക്കിളാണെങ്കിൽ ആ 3 പേജ് ആർട്ടിക്കിളിന് സപ്പോർട്ട് ചെയ്യുന്ന 2 പടങ്ങളായിരിക്കും, അല്ലെങ്കിൽ 4 പടങ്ങൾ നമുക്ക് ചിലപ്പോൾ എടുക്കേണ്ടി വരുമായിരിക്കും. അപ്പോൾ മൊത്തത്തിലുള്ള ഈ സ്റ്റോറിയെ സപ്പോർട്ട് ചെയ്യുന്ന വിഷ്വൽസ് നമുക്ക്, അപ്പോൾ ഒരു പടം കൊണ്ട്, അതിൻ്റെ ഒരു ലീഡ് പടം കൊണ്ട് അതേ സ്റ്റോറിയുടെ മൊത്തം സപ്പോർട്ട് ചെയ്യുന്ന ഒരു പടം വേണം. അപ്പോൾ അതൊരു ക്രിയേറ്റ് ചെയ്യുന്ന ഫോട്ടോയാണ്. നമ്മുടെ ന്യൂസ് ഫോട്ടോഗ്രാഫിയിൽ ഒന്ന് പോയി നമ്മൾ സമരം നടക്കുന്ന സ്ഥലത്ത് പോയി ഒരു ലാത്തി ചാർജിൻ്റെ ഇടയ്ക്കുള്ളൊരു മൊമെൻറ്റാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ, ഇത് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ആ വിഷ്വൽ ക്രിയേറ്റ് ചെയ്യുന്നു. അതിന് കൃത്യമായിട്ട് ലൈറ്റപ്പ് ചെയ്ത് ആർട്ടിസ്റ്റുകളെ കൊണ്ടുവന്ന് പെർഫോം ചെയ്യിപ്പിച്ച്, ആർട്ടിസ്റ്റുകൾ എന്ന് വെച്ചാൽ അതിന് നമ്മൾ ഓരോ സ്ഥലത്ത് മോഡൽസിനെ നമ്മൾ ആ സമയത്ത് പറഞ്ഞു വയ്ക്കും. ചിലപ്പോൾ ഒരു മോഡൽസിനെ കോർഡിനേറ്റ് ചെയ്യാനായിട്ട് അതാത് സ്ഥലങ്ങളിൽ ചിലപ്പോൾ കോളേജിൽ നിന്നായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ വീട്ടിൽ നിന്നായിരിക്കും കോർഡിനേറ്റ് ചെയ്യാൻ ഒരാളുണ്ടാവും. അപ്പോൾ അയാൾ പറയും, ഇത്ര നമ്മളോട് പറയും, ഈ സ്റ്റോറിയിൽ ഇന്ന പ്രായത്തിലുള്ള ഇന്ന 3 കഥാപാത്രങ്ങൾ ഇന്ന
കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഈ മോഡൽസിനെ കൊണ്ടുവന്നിട്ട് ഇതിന് വിഷ്വൽ ക്രിയേറ്റ് ചെയ്യും. ഈ വിഷ്വലാണ് സ്റ്റോറിക്ക് സപ്പോർട്ടിങ് വിഷ്വലായിട്ട് വരുന്നത്. അപ്പോൾ അങ്ങനെയാണ് അത് ചെയ്തു പോയിക്കൊണ്ടത്. ന്യൂസ് ഫോട്ടോഗ്രാഫി അപ്പോൾ അവർ പറയുന്നത് ചിലപ്പോൾ പിന്നെ ആരോഗ്യ മാസിക ഉണ്ടായിരുന്നു. അപ്പോൾ ആരോഗ്യ മാസികയിൽ ചിലപ്പോൾ തരുന്ന ലിസ്റ്റ് വേറെ രീതിയിലായിരിക്കും. വീടെന്ന് പറഞ്ഞ മാഗസിൻ ഉണ്ടായിരുന്നു. അപ്പോൾ വീടിന് വേണ്ടി നമ്മൾ എടുക്കാൻ പോകുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ ഇൻറ്റീരിയർ ഫോട്ടോ ആയിരിക്കും, അതിൻ്റെ ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും അങ്ങനെ ഒരു ടൈപ്പ് ഉണ്ടാകും. പിന്നെ നമ്മൾ ഫുഡ് ഫോട്ടോഗ്രാഫി ഉണ്ടാകും, കാരണം അതിൻ്റെ ഒരു പേജ് പാചക പങ്ക്തി ആയിരിക്കും. അപ്പോൾ ഫുഡ് ഫോട്ടോഗ്രാഫി എങ്ങനെ ചെയ്യാം, ഇതിൻ്റെ വിവിധ മേഖലകൾ ലൈഫ് സ്റ്റൈൽ മാഗസിന് വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളും ലൈറ്റപ്പ് ചെയ്തിട്ടുള്ളതും അല്ലാതെ ആയിട്ടുള്ള വിഷ്വൽസ് ക്രിയേറ്റ് ചെയ്യാനുള്ള ലൈഫ് സ്റ്റൈൽ മാഗസിൻ. ഇതൊരു പക്ഷേ നമ്മുടെ ഒരു വിഷ്വലൈസേഷൻ സെൻസിനെ ഹെൽപ്പ് ചെയ്യും. നമ്മൾ ന്യൂസ് ഫോട്ടോഗ്രാഫറായിട്ടിരിക്കുമ്പോൾ നമ്മൾ ഡോക്യുമെൻ്ററി സ്വഭാവമുള്ള സാധനമാണ് ചെയ്യുന്നത്. കാരണം ഇന്ന സ്ഥലത്ത് നടക്കുന്നത് ഓൾമോസ്റ്റ് അതുപോലെ തന്നെ അതിൻ്റെ ഒരു ലൈഫ് നമ്മൾ ആ ഒരു മൊമെൻറ്റ് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ആംഗിളിലൊരു മൊമെൻറ്റ് പകർത്തുക എന്നുള്ളതാണ്. മറ്റേ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ഈ ക്രിയേഷൻ, ഈ ഫോട്ടോഗ്രാഫി ക്രിയേറ്റ് ചെയ്യുന്നത് നമുക്ക് പിന്നീടുള്ള വിഷ്വലൈസേഷനെ ഹെൽപ്പ് ചെയ്യും. നമ്മൾ ഇത്രയും കാലങ്ങൾ കൊണ്ട് ഞാൻ 16 വർഷം ഫോട്ടോഗ്രാഫി ചെയ്ത ശേഷമാണ് ഈ സിനിമയിൽ വരുന്നത്. നമുക്ക് ഏത് ലെൻസിങ് ഉപയോഗിക്കാം, ഏത് ലൈറ്റാണ് അപ്ലൈ ചെയ്യേണ്ടത്, ഏത് തരം ലൈറ്റ് വേണം, നമ്മൾ കൃത്രിമമായിട്ടുള്ള ലൈറ്റ് ആണ് ഉപയോഗിക്കുന്നത് എങ്കിൽ അതിൻ്റെ സോഴ്സ് എങ്ങനെയായിരിക്കണം, നമ്മൾ ഡേ ലൈറ്റ് നാച്ചുറൽ ലൈറ്റ് ആണെങ്കിൽ അതിൻ്റെ സോഴ്സ് എങ്ങനെയായിരിക്കും, നമുക്കതിനെ എങ്ങനെ ക്രമീകരിക്കാം എന്നുള്ള മട്ടിലുള്ള ഒരു വിദ്യാഭ്യാസം നമുക്ക് വർഷങ്ങളുടെ പഠനം കൊണ്ട് നമുക്ക് കിട്ടും. നിരന്തരം ഇത് തന്നെയാണല്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ മനുഷ്യരെ പെർഫോം ചെയ്യിപ്പിക്കുന്നത് ഈ ലൈഫ് സ്റ്റൈൽ മാഗസിനിൽ ഉള്ളൊരു ആ ശീലം കൊണ്ട് കിട്ടുന്നതാണ്. നാച്ചുറലായിട്ടുള്ള സാധനങ്ങൾ നമ്മൾ എടുക്കുന്നു, പക്ഷേ ആക്ടേഴ്സിനെ പെർഫോം ചെയ്യിപ്പിക്കുന്ന സിനിമയിലേക്ക് വന്നപ്പോൾ എനിക്കത് ഹെൽപ്ഫുള്ളായിട്ടുണ്ട്. ഇവരോട് നമുക്ക് പറഞ്ഞു കൊടുക്കാം. നമുക്ക് ആംഗിളിൻ്റെ കാര്യത്തിൽ നമുക്ക് കൺഫ്യൂഷൻ ഇല്ല, ലൈറ്റിങ്ങിൻ്റെ കാര്യത്തിൽ നമുക്കൊരു ബേസിക് സെൻസ് ഉണ്ട്. ബേസിക്കലി നമ്മൾ ഫോട്ടോഗ്രാഫർ ആയതിൻ്റെ ഒരു സെൻസുണ്ട്, ലെൻസിങ് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇതെല്ലാം നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. സിനിമയുടെ 16 വർഷത്തെ എക്സ്പീരിയൻസ്, ഫോട്ടോഗ്രാഫി എക്സ്പീരിയൻസ്. ഞാൻ ചോദിച്ചാലും പറയുന്ന ഒരു സാധനമാണ് ചേട്ടൻ്റെ ആംഗിൾ, ലൈറ്റിങ്, ഇങ്ങനത്തെ കാര്യങ്ങൾ ഒരാളെ ഏറ്റവും ബെസ്റ്റായിട്ട് എങ്ങനെ കാണിക്കുക എന്നുള്ളതിന് നമുക്കിത് ഹെൽപ്ഫുള്ളായിരിക്കും. ഞാനും മാർട്ടിൻ പ്രക്കാട്ടും ഞാനും കൂടെ ഒരേ സമയത്ത് ഒരേ സ്റ്റുഡിയോയിൽ വർഷങ്ങളോളം ജോലി ചെയ്തിരുന്നതാണ്, ഒരേ സ്ഥലത്ത്. അപ്പം ഞങ്ങൾ രണ്ടുപേരും അസൈൻമെൻറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും വീതിച്ച് ചെയ്തുകൊണ്ടിരുന്ന ആളുകളാണ്. അപ്പം രണ്ടുപേരും ഇതേ ജോലി തന്നെയാണ്. മാർട്ടിനും ഇത് സഹായകരമായിട്ടുണ്ട്. മാർട്ടിനും യാതൊരു കൺഫ്യൂഷനും ഉണ്ടാവില്ല, കാരണം മാർട്ടിൻ അറിയാം ഇത് എങ്ങനെയാണ് വിഷ്വൽ ചെയ്യേണ്ടതെന്ന് അറിയാം, ഏത് ലെൻസ് ഉപയോഗിക്കണമെന്ന് അറിയാം. സ്റ്റോറി ടെല്ലിങ്ങിന് വേണ്ടിയിട്ടുള്ള ഈ ബേസിക് സംഭവങ്ങൾ നമുക്ക് അവിടെ നിന്നാണ് കിട്ടിയത്. പിന്നെ സ്വാഭാവികമായിട്ടും നമ്മുടെ വായന ഉണ്ടാവും, ജീവിതാനുഭവങ്ങളുണ്ടാവാം. പിന്നെ ഹ്യൂമറിൻ്റെ ചിലപ്പോൾ ഞാൻ ഇപ്പോൾ കുറേ സ്റ്റേജുകളിൽ മിമിക്രി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റേജ് ഹാൻഡിൽ ചെയ്തിട്ടുള്ളൊരു ചെറിയ പരിപാടികളാണ്. ഞാൻ വലിയ സ്ഥലത്തല്ല, ഞങ്ങളുടെ നാട്ടുപുറങ്ങളിൽ ഒരുപാട് സ്ഥലങ്ങളിൽ മിമിക്രിയും ഒക്കെ ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ ആളുകൾ ചിരിക്കുന്നത് നമുക്ക് മനസ്സിലാവും. ലൈവായിട്ട് തെറ്റിപ്പോകുന്നത് നമുക്ക് മനസ്സിലാവും, പക്ഷേ ആളുകൾ ചിരിപ്പിച്ചിട്ടുള്ള ഒരുപാട് പ്രോഗ്രാംസ് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഹ്യൂമറിൻ്റെ ടൈമിംഗ് ഒക്കെ സ്റ്റേജിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഞാൻ പറയുന്നത് ഇവിടെ കലാഭവൻ പോലെ അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളൊക്കെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അവിടെയൊന്നുമല്ല, ഞങ്ങൾ ലോക്കൽ മിമിക്രി കുറേ ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഹെൽപ്ഫുള്ളായിട്ടുണ്ട് ആക്ച്വലി ഫിലിമിലേക്ക് വന്നപ്പോൾ. ശരിക്കും ജോൺ മനോരമ ചോദിക്കാൻ കാര്യം, ഞങ്ങളുടെ വിചാരം മനോരമയിൽ വന്നാണ് ഷൈൻ ചേട്ടന് ബ്രേക്ക് ത്രൂ വന്നത്, അതുപോലെ ജോണിന്റെയും ബ്രേക്ക് ത്രൂ മനോരമയുടെ കണക്ഷൻ പിടിക്കാൻ വേണ്ടിയിട്ട് മഴയിൽ മനോരമയിലെ ബമ്പർച്ചിരിയാണ് ശരിക്കും ഞങ്ങളുടെ രണ്ടുപേരുടെയും ബ്രേക്ക് ത്രൂ എന്നല്ലെങ്കിൽ നമ്മളുടെ ഒരു പബ്ലിക് ഔട്ടിംഗ് എന്ന് പറയുന്നത് അതാണ്. അതിലെ സ്റ്റാൻഡപ്പ് കോമഡി ചെയ്താണ് ഞങ്ങൾ രണ്ടുപേരും കുറച്ച് ലൈവ് സീനിലേക്ക് വന്നത്. നമ്മളിപ്പോൾ അങ്ങനെ സ്റ്റേജാണ് നമ്മളിപ്പം ലൈവ് സ്റ്റേജ്, ആൾക്കാരുടെ പ്രോപ്പർലി ലൈവായിട്ട് കോമഡി ഇന്ററാക്ഷൻ നടത്തുക, അതാണ് നമ്മളിപ്പം ഫോക്കസ്. ഒരു ദിവസം നമ്മുടെ ഷോസ് വെയിറ്റ് ചെയ്യാം, ഇപ്പോഴത്തെ നിലവിൽ എങ്ങനെയാണ് ഈ സീൻ വർക്ക് ആവുന്നത്. അത് ആളുകളോട് നേരിട്ട് ഇന്ററാക്ഷൻ വരുന്നത് ഭയങ്കര, നമുക്ക് അപ്പം തന്നെ റിസൾട്ട് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് എങ്ങനെയാണ്. ചോദിക്കേണ്ട കാര്യമില്ല, നമുക്ക് അപ്പം മനസ്സിലാവും. എനിക്ക് സാറിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ശരിക്കും പഠിച്ചതൊക്കെ കൊമേഴ്സ് ആ സൈഡ്, പക്ഷെ എന്നിട്ട് എങ്ങനെയാണ് സിനിമ എന്നുള്ളത് പണ്ടേ അകത്തുണ്ടായിരുന്നു? അതെങ്ങനെ? സിനിമ സ്വാഭാവികമായിട്ട് എല്ലാ മനുഷ്യന്മാർക്കും ഉള്ളതുപോലെ തന്നെ ഞാനൊരു സിനിമ കണ്ടിപ്പം ഞാൻ നോർത്ത് ഇന്ത്യയിലാണ് ജനിച്ചത്. പിന്നീട്
ഞാനൊരു 7 വയസ്സൊക്കെ ആയപ്പോഴാണ് കേരളത്തിലേക്ക് വന്നത്. കേരളത്തിൽ വരുമ്പോൾ എനിക്ക് മലയാളം ഒന്നും അറിഞ്ഞുകൂടാ, ഹിന്ദി മാത്രം സംസാരിക്കുന്ന. ഞങ്ങളുടെ നാട്ടിലുള്ളവർക്ക് ഹിന്ദി അറിഞ്ഞുകൂടാത്തതുകൊണ്ട് അവരെന്നെ പാനിന്ന് കളിയാക്കി വിളിച്ചിരുന്നത്. കാരണം അവർക്ക് അവർ നോക്കുമ്പോൾ ഒരു ഹിന്ദി സംസാരിക്കുന്ന ചെറുക്കൻ. പിന്നെ ഇവിടെ വന്ന് ഞാൻ പതുക്കെ മലയാളം പഠിക്കുന്നു. പിന്നെ ഇവിടെ വന്നു കഴിയുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും സിനിമയാണല്ലോ. ഞാനൊരു 85-ലൊക്കെയാണ് ഞാൻ ആദ്യമായിട്ട് ദൂരദർശൻ കാണുന്നത്. ടി വിയിൽ ദൂരദർശൻ ഞാൻ ആദ്യം കാണുന്നത് ക്രിക്കറ്റ് കളിയാണ്. ടി വിയിൽ ഞാൻ അതിനു മുമ്പ് നോർത്ത് ഇന്ത്യയിൽ ഞാൻ ഇല്ല. ഇവിടെ വന്നതിന് ശേഷം ബ്ലാക്ക് ആൻഡ് വൈറ്റ്, ഞങ്ങളുടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടി വി ഉണ്ടായിരുന്നു. ഒരു 85-ൽ ഒരു ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റ് മാച്ചാണ് ഞാൻ ടി വിയിൽ ആദ്യം. ടി വി തന്നെ ഞാൻ അപ്പോഴാണോ കാണുന്നതെന്ന് എനിക്ക് സംശയമുണ്ട്, എനിക്ക് ഓർമ്മയില്ല. ഞാൻ കണ്ട മാച്ചിൽ എല്ലാവരും ഇങ്ങനെ മാൽക്കം മാഷിന് ബോൾ ചെയ്യുന്നു, എല്ലാവരും ഔട്ടായി പോകുന്നു. ഒരു സൈഡിൽ ഒരു ബാറ്റ്സ്മാൻ മാത്രം നിന്ന് സെഞ്ചുറി അടിക്കുന്നു. അപ്പോൾ ഈ ബാറ്റ്സ്മാൻ്റെ പേരെന്താണെന്ന് നോക്കിയപ്പോൾ സുനിൽ ഗാവസ്കർ. അങ്ങനെ ഞാൻ കട്ട സുനിൽ ഗാവസ്കർ ആരാധകനായിരുന്നു. അതിനുശേഷം ഈ ദൂരദർശനിൽ ഞായറാഴ്ച ഉച്ചയ്ക്ക് എല്ലാവരും കൂടെ വന്നിട്ട് രാമായണാണോ എനിക്ക് ഓർമ്മയില്ല, ഉച്ചയ്ക്ക് ഒരു സിനിമ ഇടുന്ന പരിപാടി, സിനിമ കാണുമായിരുന്നു. സിനിമ ഉച്ചയ്ക്ക് ഉച്ചപ്പടങ്ങളുണ്ടായിരുന്നു. പിന്നെ രാവിലെ രാമായണം കാണാനാണ് പോയത്, എനിക്ക് ഓർമ്മയുണ്ട്. അതിന് മുമ്പ് ഹീമാൻ എന്ന് പറഞ്ഞിട്ടൊരു കാർട്ടൂൺ ഉണ്ടായിരുന്നു. പിന്നെ ഈ ക്രിക്കറ്റ് കളിയും ഇതും. പിന്നെ വൈകുന്നേരങ്ങളിൽ ഉള്ള സിനിമകളും. പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും വൈകുന്നേരങ്ങളിൽ ദൂരദർശനിൽ വരുന്ന സിനിമ. പിന്നെ ഹിന്ദി സിനിമ, ശനിയാഴ്ച ഹിന്ദി സിനിമ വരും, ഞായറാഴ്ച മലയാള സിനിമ വരും. ഇതെല്ലാ സിനിമകളും ഇങ്ങനെ കാണാൻ തുടങ്ങി. പിന്നെ തിയേറ്ററിൽ പോയി പടം കാണാൻ തുടങ്ങി. ഒക്കെ ഇങ്ങനെ അപൂർവമായിട്ട് പോകുന്നത്. പക്ഷേ അങ്ങനെ സിനിമ കാണുമല്ലോ. ഇപ്പോൾ സിനിമ കണ്ടിട്ട് ദൂരദർശനിൽ കാണുന്ന സിനിമ ഓർത്തിരിക്കും നമ്മൾ. കാരണം അന്ന് നമ്മൾ വളരെ കാര്യമായിട്ടാണ് സിനിമ കാണുന്നത്. അന്ന് നടുക്ക് പരസ്യമില്ല. തുടക്കത്തിൽ മാത്രം പരസ്യം കഴിഞ്ഞാൽ പിന്നെ ഒറ്റ സ്ട്രെച്ചിന് പടമായെന്ന് തോന്നുന്നു ആ കാലത്ത്. അപ്പോൾ ഈ സിനിമ കാണുമ്പോൾ ഇത് നമ്മൾ ഭയങ്കരമായിട്ട് സിനിമയിലേക്ക് ഇന്നാവും. അത് എനിക്കിഷ്ടപ്പെടാതിരുന്ന ഒരു സിനിമ എനിക്ക് ഓർമ്മയേ ഇല്ല. എല്ലാ സിനിമയും ഇഷ്ടപ്പെടുമായിരുന്നു. ഈ സിനിമ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയാനൊരു സിനിമയില്ല. കാണുന്ന എല്ലാ സിനിമകളും ഇഷ്ടം വരും. കാണുന്ന എല്ലാ കഥാപാത്രങ്ങളും ഓർത്തിരിക്കും. നമുക്ക് ഇമോഷൻസ് ഉണ്ടാവും. അങ്ങനെ സിനിമകൾ കണ്ട് ഹിന്ദി സിനിമ കാണും. അങ്ങനെ ഹിന്ദി എനിക്ക് ആ ചെറുപ്പത്തിൽ ഇന്ത്യയുടെ ഒരു ബേസ് ഉള്ളതുകൊണ്ട് ഹിന്ദി സിനിമ കാണുന്നത് എനിക്ക് ഫോളോ ചെയ്യുന്നതിനൊരു പാടുണ്ടായിരുന്നില്ല. ഹിന്ദി സിനിമ കാണും. പിന്നെ ദൂരദർശനിൽ വരുന്ന മറ്റു ഭാഷയിലുള്ള സിനിമകൾ വരെ കാണും. അപ്പോൾ സിനിമ കണ്ടിട്ട് ഈ സിനിമകളുടെ കഥ ഞാൻ പിന്നെ സിനിമയുടെ കഥ പറഞ്ഞു തുടങ്ങിയത് എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ വന്ദനം എന്ന് പറഞ്ഞ സിനിമ തിയേറ്ററിൽ പോയി കണ്ടിട്ട് ഞങ്ങളുടെ നാട്ടിലുള്ള എൻ്റെ ഒരു ഫ്രണ്ടിനോട്, അവൻ സിനിമ കണ്ടില്ല, രാജിക്കുട്ടൻ എന്ന് വിളിക്കുന്ന ഫ്രണ്ടിനോട്, അവനോട് ഞാൻ കഥ മുഴുവനും പറഞ്ഞു കേൾപ്പിച്ചു. അപ്പോൾ എനിക്ക് വെച്ചാൽ ഞാൻ ഈ കണ്ട സിനിമയുടെ കഥ ഓൾമോസ്റ്റ് ഞാൻ അവനോട് പറഞ്ഞു. അപ്പോൾ കഥ പറയാൻ പറ്റുമെന്നോ സിനിമ ചെയ്യാൻ പറ്റുമെന്നോ ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ കണ്ട സിനിമയുടെ കഥ എനിക്ക് അതുപോലെ പറയാൻ പറ്റുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ കണ്ട കഥ സിനിമയുടെ പൊടിപ്പും തൊങ്ങലും വെച്ചിട്ട് സിനിമയുടെ കഥ പറയും. ഇവനത് കേട്ടിരിക്കും. ഞാൻ ചിലപ്പോൾ ആക്ട് ചെയ്ത് കാണിച്ചിട്ടുണ്ടാവും, എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ അങ്ങനെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പം സിനിമ എന്നൊക്കെ പറയുന്നത് വളരെ 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 ദൂരത്തുള്ള ഒരു കാര്യമാണ്. പക്ഷേ നമ്മൾ സിനിമ, എൻ്റെ ആഗ്രഹം മുഴുവൻ ക്രിക്കറ്റായിരുന്നു. എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി ക്രിക്കറ്റാണ്. അല്ല, ക്രിക്കറ്റ് നമ്മൾ പ്രൊഫഷണലായിട്ട് കളിക്കുമെന്നുള്ളതല്ല. നമ്മൾ ഈ കണ്ടം കളി തന്നെ ആണ് ഞാൻ സീരിയസ് ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഞാൻ എടുക്കുന്ന വിക്കറ്റുകൾ ഞാൻ പോയി എഴുതി. കപിൽ ദേവ് 300 വിക്കറ്റ് തേച്ചപ്പോൾ ഞാൻ 300 വിക്കറ്റ് തേച്ചു. അപ്പോൾ ഞാൻ അടിക്കുന്ന സിക്സറുകൾ, ഫോറുകളൊക്കെ ഞാൻ എഴുതി വയ്ക്കും. പിന്നെ തലയിൽ റിവൈൻഡ് ചെയ്യില്ല. നമ്മൾ ആദ്യം അടിച്ച സിക്സ്, ആദ്യം അടിച്ച ഫോറ്, വിക്കറ്റുകൾ ഒക്കെ നമ്മൾ എഴുതി വയ്ക്കും. അതായത് റബ്ബർ ബോളും ടെന്നീസ് ബോളിലാണ് കളിക്കുന്നത്, അല്ലാതെ ഹാർഡ് ബോൾ ക്രിക്കറ്റ്. പിന്നെ ഈ ബുക്കിൽ എല്ലാ ഞങ്ങളുടെ നാട്ടിൽ പലചരക്കട വാങ്ങിക്കാൻ പോകുന്ന എല്ലാ സ്ഥലത്തും പോയി ഞാൻ അതിൻ്റെ ബാക്ക് പേജ് വെട്ടിയെടുത്തുകൊണ്ട് പോരും. അതിനകത്ത് ക്രിക്കറ്റേഴ്സിൻ്റെ ഫോട്ടോ കൊണ്ടുവന്നൊരു ബുക്കിൽ ഒട്ടിച്ച് വയ്ക്കും. സ്പോർട്സ് സ്റ്റാർ വാങ്ങിക്കും. അപ്പോൾ ഈ ക്രിക്കറ്റായിരുന്നു എൻ്റെ ആദ്യ പ്രണയം എന്ന് പറഞ്ഞാൽ ക്രിക്കറ്റ് തന്നെയാണ്. അതിനുശേഷമാണ് പിന്നീട് ഈ സിനിമ നമ്മൾ കാണുന്ന മറ്റൊന്ന്. ക്രിക്കറ്റ് കഴിഞ്ഞിട്ടാണ് പിന്നെ സിനിമ. അങ്ങനെ സിനിമ കാണുന്നു എന്നുള്ളതല്ലാതെ ഒരു സിനിമാ സംവിധായകനാകുമെന്നോ അല്ലെങ്കിൽ സിനിമയിലെ ഫോട്ടോഗ്രാഫി ചെയ്യുന്ന പോലെ നമ്മൾ വിചാരിക്കുന്നില്ല.
ചിലർ ക്യാമറ തൊടുന്നതൊക്കെ ചിലപ്പോൾ ഞാനൊരു പ്രീ ഡിഗ്രിക്ക് പോകുമ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഒരു ടൂറിന് പോകുന്നു. അന്ന് എല്ലാവരും ഫോട്ടോ എടുക്കുമ്പോൾ അന്ന് ഫിലിമിലാണ് ഫോട്ടോ എടുക്കുന്നത്. ഒരു ഫിലിമിൽ ഒരു റോൾ ഫിലിമിൽ 36 ഫ്രെയിമുണ്ട്. അപ്പോൾ അഞ്ച് പേരുണ്ട്. അപ്പോൾ എല്ലാവരും അന്ന് കണക്ക് വയ്ക്കും. അതായത് 5 ഗ്രൂപ്പ് ഫോട്ടോ, ഒരാൾക്ക് 3 സിംഗിൾ ഫോട്ടോ, അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ അതിനകത്ത് ഞാൻ ഫോട്ടോ എടുത്തതില്ല. കാരണം ഞാൻ എടുക്കുന്ന ഫോട്ടോയിൽ ഞാനുണ്ടാവില്ലല്ലോ. അതുകൊണ്ട് ഒരു ഫോട്ടോ പോലും എടുക്കാതെ ഫോട്ടോയിൽ പോസ്റ്റ് ചെയ്ത്. അപ്പോൾ ഫോട്ടോഗ്രാഫിയുടെ ഒന്നും എനിക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. അതെന്നെ ഒരു ഫോട്ടോഗ്രാഫറാണെന്ന് ഞാൻ ആഗ്രഹിച്ചതേ ഇല്ല ആ സമയത്തൊന്നും. പക്ഷേ പിന്നീട് ഞാൻ ഫോട്ടോഗ്രാഫർ ആയത് ഈ പൈസയ്ക്ക് വേണ്ടിയിട്ടാണ്. അതായത് വീഡിയോയ്ക്ക് ലൈറ്റ് അടിക്കുമ്പോൾ കിട്ടുന്ന ഒരു 50 രൂപയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇതിനകത്ത് വന്നത്. ഒരു ആ സമയത്ത് ഞാൻ പല പ്രാവശ്യവും പറഞ്ഞിട്ടുള്ളതാണ്. എൻ്റെ അനിയത്തിക്ക് ഒരു ചെരുപ്പ് മേടിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ 4 ദിവസം അടുപ്പിച്ച് വീഡിയോ ലൈറ്റ് എടുക്കുകയും അതിനകത്തൊരു 200 രൂപ കിട്ടുകയും അതിനകത്ത് 160 രൂപയ്ക്ക് വേണ്ടി അവർക്ക് ചെരുപ്പ് മേടിച്ച് കൊടുക്കാൻ വേണ്ടി അതിന് വേണ്ടിയാണ് ഞാൻ ലൈറ്റ് അടിക്കാൻ പോയത് തന്നെ. കാരണം ഞങ്ങളുടെ എൻ്റെ അമ്മ ഗവൺമെൻറ് എംപ്ലോയി ആയിരുന്നു. പിന്നെ നോർത്ത് ഇന്ത്യയിലായിരുന്നു അമ്മ ഗവൺമെൻറ് സർവീസിൽ. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അമ്മയെ വീട് വയ്ക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ആഗ്രഹം കാരണം അമ്മ ഇങ്ങനെ ചിട്ടി അതും ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ പൈസ പിശുക്കാം അമ്മയ്ക്ക്. ഇപ്പോഴും പിശുക്കാം. അപ്പോൾ അമ്മയ്ക്ക് ഈ പൈസ മാറ്റി വയ്ക്കുന്നതുകൊണ്ട് പൈസ ഇല്ല. അപ്പോൾ ഞങ്ങളൊരു ഫംഗ്ഷൻ ചെന്നപ്പോൾ എൻ്റെ അനിയത്തിയുടെ കാലിൽ മാത്രം ഒരു നീലച്ചെരുപ്പ്, മറ്റേ നീല വള്ളിച്ചെരുപ്പ് പാരഗണ്ട്, ബാക്കിയുള്ളവരെല്ലാം കാലിൽ ലെതർ ചെരുപ്പുണ്ട്. അപ്പോൾ എനിക്ക് തോന്നി ഇവിടെ എങ്ങനെ കാല് മറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ടോ, ചെരുപ്പ് മറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ടോ. ഒരു ഫംഗ്ഷൻ പോയപ്പോൾ അവൾക്ക് മാത്രം ഈ വെള്ളയും നീലയും ചെരുപ്പ്. അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞിട്ട് അമ്മ മേടിച്ചു കൊടുക്കില്ലെന്ന് എനിക്കറിയാം. അമ്മൾക്ക് ചെരുപ്പ് മേടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഫോട്ടോഗ്രാഫിക്ക് പോയത് തന്നെ. ഒരു 4 ദിവസം ലൈറ്റ് അടിച്ചപ്പോൾ കിട്ടിയ പൈസ കൊണ്ട് ഞാൻ അവൾക്ക് ചെരുപ്പ് മേടിച്ചു കൊടുത്തു. പിന്നെ ഞാനതുപോലെ മിമിക്രി കാണിച്ച് കിട്ടുന്ന പൈസ, ഫോട്ടോഗ്രാഫി ചെയ്ത് കിട്ടുന്ന, അല്ലെങ്കിൽ വീഡിയോയ്ക്ക് ലൈറ്റ് അടിച്ച് കിട്ടുന്ന പൈസ കൊണ്ട് അവൾക്ക് ഉടുപ്പ് മേടിച്ചു കൊടുക്കുക, ഇതൊക്കെയായിരുന്നു. കുറേ കാലം കഴിഞ്ഞപ്പോൾ പിന്നെ ഏതോ ഒരു പോയിന്റിൽ ഞാൻ ഫോട്ടോ എടുത്ത് തുടങ്ങുമ്പോൾ അപ്പോൾ നമുക്കിത് ഫിലിമിലാണല്ലോ ഒന്ന് ഷൂട്ട് ചെയ്യുന്നത്. ഫിലിമിൽ എക്സ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ പതിഞ്ഞോ ഇല്ലയോ നമുക്ക് ഇത് വന്നു കഴിഞ്ഞ ശേഷം അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ എന്തുകൊണ്ട് പതിഞ്ഞില്ല, ഒരു ഫോട്ടോ എന്തുകൊണ്ട് പതിഞ്ഞില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് പതിഞ്ഞു, ഇതിൻ്റെ എക്സ്പോഷർ ഓവറായോ അണ്ടറായോ എന്നുള്ളത് നമ്മൾ പിന്നീടാണത് എടുത്തെടുത്ത് പഠിക്കാം. ഫിലിമിലായതുകൊണ്ട് എടുത്തെടുത്ത് പഠിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ എടുത്തെടുത്ത് പഠിച്ചിട്ട് ഫോട്ടോ എടുക്കുമ്പോൾ ഓരോരുത്തർ പറയുമ്പോൾ ഷൈൻ ഫോട്ടോഗ്രാഫറാണെന്ന് പറയും. അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് എൻ്റെ ജോലി ഒരാൾ പറയുകയാണ് ഞാൻ ഫോട്ടോഗ്രാഫറാണെന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ എനിക്ക് തോന്നുന്നു ഒരു പ്രീ ഡിഗ്രി പഠിക്കുന്ന സമയത്താണെന്ന് തോന്നുന്നു. ആ സമയം തന്നെ പതുക്കെ എനിക്ക് ആൾക്കാർ ഫംഗ്ഷൻ എടുക്കാൻ വേണ്ടി, റിലേറ്റീവ്സിൻ്റെ തന്നെ ഫംഗ്ഷൻ വിളിക്കും. അവരെന്തെങ്കിലും ബർത്ത്ഡേ വരും, അല്ലെങ്കിൽ ചെറിയ ഫംഗ്ഷൻ വരും. അപ്പോൾ അതിനെനിക്ക് പൈസ കിട്ടി തുടങ്ങി, എനിക്ക് വരുമാനം കിട്ടി തുടങ്ങി. അങ്ങനെയാണ് ഫോട്ടോഗ്രാഫിയിലേക്ക് വന്നത്. അപ്പോഴും സിനിമയിലേക്ക് നമ്മൾ ആലോചിക്കുന്നില്ല. സിനിമ എന്ന് പറയുന്നൊരു പോയിന്റിലേക്ക് എത്തുന്നത് എനിക്ക് തോന്നുന്നത് വനിതയിലേക്ക് വന്ന ശേഷമാണ്. എല്ലാവരും ചർച്ച സിനിമയാണ്. ഇപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ചിലപ്പോൾ വെള്ളിയാഴ്ച കണ്ട സിനിമയെക്കുറിച്ചായിരിക്കും തിങ്കളാഴ്ച വരുമ്പോൾ സംസാരിക്കുക, അല്ലെങ്കിൽ വരുന്ന വെള്ളിയാഴ്ച റിലീസാകുമ്പോൾ പോകുന്ന പടത്തെക്കുറിച്ചായിരിക്കും സംസാരിക്കുക. അപ്പോൾ സിനിമ കണ്ടിട്ട് ആ സിനിമയെ വിശകലനം ചെയ്യാതെ ഇഷ്ടപ്പെട്ടു ഓഫീസിലിരുന്ന് ഇങ്ങനെ സംസാരം എല്ലാവരും സിനിമയെക്കുറിച്ച്. സ്വാഭാവികമായിട്ടും ഫോട്ടോഗ്രാഫർ എന്നുള്ള രീതിയിൽ ഞാൻ അടുത്തൊരു സിനിമാറ്റോഗ്രാഫർ ആവാനുള്ള രീതിയിലായിരിക്കും ഞാൻ ആലോചിക്കുക. ഞാൻ സിനിമാറ്റോഗ്രാഫർ ആവണമെന്ന് ആഗ്രഹിച്ച് ഞാൻ സിനിമാറ്റോഗ്രാഫേഴ്സിൻ്റെ കൂടെ നിൽക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ അതൊന്നും എനിക്ക് അങ്ങനെ അറസ്റ്റ് ചെയ്യാനുള്ള അവസരം കിട്ടിയില്ല. ഒരുപാട് പേരോട് ചോദിച്ചിട്ടുണ്ട്. വനിതയിലെ ഫോട്ടോഗ്രാഫറായിരുന്ന കാലത്ത് ഒരിക്കൽ സന്തോഷവൻ അദ്ദേഹം എന്നോട് ഉറുമി ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എന്നോട് പറഞ്ഞു എന്നാൽ ഇവിടെ നിന്നോളാൻ പറഞ്ഞു. പക്ഷേ അപ്പോൾ ഞാൻ വനിതയുടെ ജോലി രാജിവെച്ചിട്ട് അവിടെ നിൽക്കണം എന്നുള്ളതിനെക്കുറിച്ച് ഓർത്തപ്പോൾ ഞാൻ പിന്നെ അങ്ങോട്ട് ചെയ്തില്ല. അത് അങ്ങനെ ശ്രമം നടത്തിയെങ്കിലും ഒന്നും നടന്നില്ല. പിന്നീട് മാർട്ടിൻ ഡയറക്ടറായി. ഞങ്ങൾ ഒരുമിച്ച് പിന്നെ ഞങ്ങൾക്ക് സിനിമ ചെയ്യണമെന്ന് ആഗ്രഹം തോന്നി തുടങ്ങിയപ്പോൾ ആരെങ്കിലും അസിസ്റ്റൻ്റായിട്ട് നിൽക്കണമെന്ന് ആഗ്രഹം തോന്നി. ഞാൻ ലാൽജു സാറിനോട് ചോദിച്ചു, മാർട്ടിൻ അൻവറിനോട് ചോദിച്ചു. അങ്ങനെ മാർട്ടിൻ അൻവർ റഷീദിൻ്റെ കൂടെ കേരള കഫേ എന്ന് പറയുന്ന സിനിമ, അതൊരു അതിൽ കേരള കഫേയിൽ അൻവർ ഇത് ഡയറക്റ്റ് ചെയ്തതിൻ്റെ കൂടെ മാർട്ടിൻ അസിസ്റ്റൻ്റായി, ഞാൻ ലാൽജു സാറിൻ്റെ കൂടെ അസിസ്റ്റൻ്റായി. 5 ദിവസത്തെ ഒരു അതിനൊരു ആധിപത്യാന്തമുണ്ട്. 5 ദിവസം ഉള്ളെങ്കിലും ഒരു സിനിമയുടെ ആധിപത്യാന്തം ഉണ്ടല്ലോ, തുടക്കം തൊട്ടൊടുക്കം വരെ ഒരു സിനിമയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് 5 ദിവസം ലീവ് എടുത്തിട്ട് പോയി നിന്നു. പിന്നീട് മാർട്ടിൻ ഡയറക്ടറായി. ഞാനപ്പോഴും സിനിമാറ്റോഗ്രാഫിയാണ് ആഗ്രഹിക്കുന്നത്. മാർട്ടിൻ ഡയറക്ടറായപ്പോൾ മാർട്ടിൻ്റെ പടം വിജയിക്കുകയും കൂടെ ചെയ്തപ്പോൾ എല്ലാവരും എന്നോട് ചോദിച്ചു തുടങ്ങി എപ്പോഴാണ് നിങ്ങളെപ്പോഴാണ് പടം ഡയറക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാനപ്പോൾ
എനിക്കിപ്പോൾ തന്നെ അവസരം വന്നു തുടങ്ങി. സാധാരണ ഇതിൽ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് അയാൾ കഥ പറഞ്ഞിട്ട് അയാൾക്ക് അങ്ങനെയല്ലേ അവസരങ്ങൾ തേടണമല്ലോ. എനിക്കങ്ങനെ തേടേണ്ടി വന്നില്ല. എനിക്ക് തേടാതെ തന്നെ എന്നോട് പറയണം എന്നാൽ നിങ്ങൾ പറഞ്ഞിട്ട് ഡയറക്റ്റ് ചെയ്യൂ എന്നുകൊണ്ട് എനിക്ക് ഇങ്ങോട്ട് അവസരങ്ങൾ വന്നു തുടങ്ങി. കാരണം നിരന്തരം ഫിലിം ആക്ടേഴ്സിൻ്റെ ഫോട്ടോ കവർ ഫോട്ടോ എടുക്കലാണല്ലോ നമ്മുടെ ജോലി. അവരുടെ ഇൻ്റർവ്യൂവിൻ്റെ ഫോട്ടോ എടുക്കുക, അവരുടെ കവർ ഫോട്ടോ എടുക്കുക. അപ്പോൾ ഈ പരിചയമുള്ള ആക്ടേഴ്സിൻ്റെ ഇടയ്ക്ക് നിന്ന് ആക്ട്രസ്മാരുടെ ഇടയ്ക്ക് നിന്ന് എനിക്ക് ഓഫർ വന്നു തുടങ്ങി. നിങ്ങൾ ഡയറക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ പ്രൊഡക്ഷൻ ഹൗസ് തരാം, ഞാൻ അഭിനയിക്കാമെന്ന് പറയുന്ന രീതിയിൽ എനിക്ക് ഓഫേഴ്സ് വന്നു തുടങ്ങി. ആ പോയിന്റിൽ ഞാൻ കുറച്ച് റീമേക്ക് പടങ്ങളൊക്കെയാണ് എനിക്ക് ആൾക്കാർ ഈ പടത്തിൻ്റെ റീമേക്ക് നമുക്ക് ചെയ്യാമെന്ന മട്ടിലാണ് ഇങ്ങനെ എനിക്ക് ഓഫേഴ്സ് വന്നത്. പക്ഷേ ഞാൻ പിന്നെ വെച്ച് ഫസ്റ്റ് പടം ചെയ്യുമ്പോൾ റീമേക്ക് ആണോ ചെയ്യേണ്ടത് എന്നാലോചിച്ചിട്ടാണ് പിന്നെ 1993 എത്തിയത്. അത് മനസ്സിൽ അന്നേ ഉണ്ടായിരുന്നു, എനിക്ക് ക്രിക്കറ്റ് ഇഷ്ടമുണ്ട്, അപ്പം ഞാൻ എഴുതുമ്പോൾ എൻ്റെ കഥ പക്ഷേ ഒരിക്കലും ഇല്ല. ഞാൻ ആലോചിക്കുക സിനിമ ചെയ്യാൻ തീരുമാനിച്ചല്ലോ. സിനിമ ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ ഞാൻ ആലോചിക്കുകയാണ് എന്ത് കഥയാണ് ഞാൻ ചെയ്യേണ്ടത്. അപ്പം നമ്മൾ വായിച്ച പുസ്തകങ്ങളുണ്ട്, വായിച്ച ബുക്കുകളുണ്ട്, നമ്മൾ കേട്ട കഥകളുണ്ട്, നമ്മുടെ ലൈഫിൽ കൂടെ പോയ നമ്മുടെ ലൈഫിൽ മുഴുവൻ യാത്ര ചെയ്തു. എൻ്റെ ലൈഫിൽ ഞാൻ കണ്ട മനുഷ്യർ, കണ്ട കഥാപാത്രങ്ങൾ, എൻ്റെ ഓർമ്മയിലുള്ള ഇൻസിഡൻസ്, വായിച്ച പുസ്തകങ്ങൾ എല്ലാം ഇങ്ങനെ ആലോചിച്ച് നമ്മൾ ആലോചിച്ച് നോക്കുമല്ലോ. വൈകാരികമായി നമ്മൾ തൊട്ടിട്ടുള്ള ഇമോഷണലി നമ്മൾ ടച്ച് ചെയ്തിട്ടുള്ള എന്തൊക്കെ ഇൻസിഡൻസാണ് ഞാൻ ആലോചിച്ചപ്പോഴാണ് ഞാൻ എന്നെ ആ സമയത്ത് ഏറ്റവും ഞാൻ ഇമോഷണലാവുന്നത് എൻ്റെ മോൻ ക്രിക്കറ്റ് കളിക്കുന്ന കാണുമ്പോഴാണ്. അവനൊരു ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ട് പോലെ അവനൊരു സ്ട്രൈറ്റ് ഡ്രൈവ് കളിക്കുന്ന കാണുമ്പോൾ, അല്ലെങ്കിൽ അവനൊരു കവർ ഡ്രൈവ് കളിക്കുന്ന കാണുമ്പോൾ, അല്ലെങ്കിൽ അവനൊരു ഹുക്കോ പുൾ ഷോട്ടോ കളിക്കുമ്പോൾ എനിക്ക് തോന്നുന്ന ഇമോഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഭയങ്കര എനിക്ക് ഭയങ്കരമായിട്ട് വൈകാരികത ഉണ്ടാകുന്നു, ഭയങ്കര ഇമോഷണലാവുന്നു. ഞാനത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അത് ചിലപ്പോൾ എൻ്റെ ഇത്രയും കാലത്തെ ഇതുകൊണ്ടായിരിക്കും. ഞാൻ ചിലപ്പോൾ ആദ്യം പാടത്ത് ക്രിക്കറ്റ് കളിച്ച എനിക്ക് ഓർമ്മ വന്നിട്ടുണ്ടാവും, ഞാൻ ദൂരസ്ഥലം ക്രിക്കറ്റ് കളിച്ച ഓർമ്മ ഉണ്ടാവും, ഞാൻ കണ്ട വേൾഡ് കപ്പ് എനിക്ക് ഓർമ്മ വന്നിട്ടുണ്ടാവും. ഒരിക്കലും ഒരു പ്രൊഫഷണൽ ക്രിക്കറ്റർ ആവണമെന്ന് ആഗ്രഹിച്ചിട്ടല്ല ഞാൻ ക്രിക്കറ്റ് കളിച്ചത് മുഴുവനും. ക്രിക്കറ്റ് കളിച്ചത് നമ്മൾ ഭയങ്കരമായിട്ട് ആ ഒരു ഗെയിമിനെ അതിൻ്റെ ഒരു അമച്ചർ ആണെങ്കിൽ അമച്ചർ ആയിട്ടുള്ള ആ ഫോർമാറ്റിൽ പോലും ഞാൻ അത് ആസ്വദിച്ചിരുന്നു. അല്ലാതെ ഞാനൊരു ഡയറക്ടർ ആയ ശേഷമാണ് ഞാനൊരു ഗ്രൗണ്ടിൽ ആദ്യമായിട്ട് ഇറങ്ങുന്നത്. സെലിബ്രിറ്റി ക്രിക്കറ്റ് പോകുമ്പോൾ ഡയറക്ടേഴ്സ് ടീമിൽ വേണ്ടിയിട്ട് ഞാൻ കളിച്ച ഷാർജ ക്രിക്കറ്റിൽ സ്റ്റേഡിയത്തിൽ പോകുന്നു, അല്ലെങ്കിൽ കലൂർ സ്റ്റേഡിയത്തിലേക്ക് ഇറങ്ങുന്നത് ഡയറക്ടർ ആയ ശേഷമാണ്. അതിനു മുൻപ് ഞാൻ ഹാർഡ് ബോൾ കൊണ്ട് കളിച്ചത് ഞാൻ ഒരു പ്രാവശ്യം കോളേജിൽ കളിച്ചിട്ടുണ്ടെന്നുള്ള അല്ലാതെ വലിയ കാര്യമായിട്ട് ഹാർഡ് ബോളിൽ കളിച്ചിട്ടില്ല. പക്ഷേ എൻ്റെ മോൻ കളിക്കുന്ന പ്രായമൊക്കെ എത്തിക്കഴിഞ്ഞപ്പോൾ ഞാൻ അവന് ബാറ്റും പാഡും സ്റ്റിച്ച് ബോളും വാങ്ങിച്ച് എൻ്റെ വീട് മുഴുവനും വീടിൻ്റെ മുൻവശം മൊത്തം കോൺക്രീറ്റ് ചെയ്തൊരു പിച്ചുണ്ടാക്കി അവൻ്റെ കൂടെ കളിക്കാൻ വേണ്ടി എനിക്ക് പാഡ് വാങ്ങിച്ചു, എനിക്ക് ഹെൽമെറ്റ് വാങ്ങിച്ചു, എനിക്ക് ഗ്ലൗ മേടിച്ചു. അപ്പോൾ അവൻ്റെ കൂടെ ഞാൻ പഠിച്ചു തുടങ്ങി. അപ്പോഴും ഞാൻ അവൻ്റെ കോച്ചാവാൻ വേണ്ടിയിട്ട് ഞാൻ പഠിക്കാൻ തുടങ്ങി. എന്താണ് അപ്പോൾ ഞാൻ കളിച്ചതിൻ്റെ ഒരു ഷോപ്പ് കിട്ടാവുന്ന കോച്ചിങ് ബുക്കുകളെല്ലാം ഞാൻ പല സ്ഥലത്തു നിന്ന് വരുത്തി, ആമസോണിൽ നിന്നും ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ വരുത്തി, അതിൻ്റെ CD വരുത്തി. ആ സമയത്ത് കിട്ടാവുന്ന അവൈലബിൾ ആയിട്ടുള്ള CDസും DVD എല്ലാം വാങ്ങിച്ചു വരുത്തി ഞാൻ പഠിക്കാൻ തുടങ്ങിയത് ഇവന് വേണ്ടിയിട്ട്. അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ടൊരു കോച്ചാവാൻ വേണ്ടി ഞാൻ ആദ്യം ഗെയിം പഠിക്കുക, എന്നിട്ടാണ് ഇവനെ ബോൾ എറിഞ്ഞ് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു യാത്ര. അപ്പോൾ ഈ ട്രാവല് ഞാൻ സിനിമ ചെയ്യാനുള്ള പ്ലാൻ ഉണ്ടാകുന്നതിന് മുൻപ് ഉണ്ടായിട്ടുള്ള സാധനമാണ്. അത് ഏറ്റവും ലൈവായിട്ട് നിൽക്കുന്ന സാധനമാണ്. ഈ ലൈവായിട്ട് നിൽക്കുന്ന ഒന്നിനെ ഞാൻ പിന്നെ കൊണ്ട് സിനിമയാക്കാൻ തീരുമാനിക്കുക. ഞാൻ ഈ സിനിമയുടെ കഥ കഥ എൻ്റെ ഫ്രണ്ട്സിനോട് ആദ്യം പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എന്നെ ഒരു കളിയാക്കും. കാരണം എൻ്റെ ലൈഫ് തന്നെ ഞാൻ സിനിമയാക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ എന്നെ ആളുകൾ കളിയാക്കുമായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ ആരും കളിയാക്കില്ല, ഒരു രസമുണ്ടെന്ന് എല്ലാവരും പറഞ്ഞു. നിവിനോടാണ് ഞാൻ ഫസ്റ്റ് കഥ പറയുന്നത്. നിവിനും അത് ഇൻട്രസ്റ്റിംഗ് ആണെന്ന് പറഞ്ഞു. നിവിനെ തട്ടത്തിൻ മറയത്തൊക്കെ കഴിഞ്ഞിട്ട് വലിയ സ്റ്റാറായിട്ട് ഫ്രണ്ടായിരുന്നോ? ഇല്ല, നിവിനെ ഞാൻ നിവിനെ ചൂസ് ചെയ്തത് എങ്ങനെയാണ്? നിവിനെ എൻ്റെ ഈ വനിതയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഫോട്ടോ എടുത്തിട്ടുണ്ട്. ആദ്യം നിവിൻ്റെ കോളേജിൽ പോയി ഞാൻ ഫോട്ടോ എടുത്തു. അതിനുശേഷം നിവിൻ്റെ ഒരു കവർ ഫോട്ടോ ഞാൻ എടുത്തു. നിവിനും വൈഫും കൂടെ ഉള്ള ഒരു ഫാമിലി ഫോട്ടോ കവർ ഫോട്ടോ ആയിട്ട് വന്നു. അപ്പം നിവിനായിട്ട് ഫോട്ടോ എടുത്തിട്ട് പരിചയം വരുമല്ലോ. മാത്രമല്ല വനിതയുടെ ഫോട്ടോഗ്രാഫർ. ആ സമയത്തെന്ന് വെച്ചാൽ ഇതുപോലെ ഫേസ്ബുക്കോ ഇൻസ്റ്റാഗ്രാമൊന്നും അങ്ങനെ പോപ്പുലർ അല്ലാത്തൊരു സമയത്ത് വനിത പോലൊരു മാഗസിൻ, ഇന്ത്യയിലെ ഏറ്റവും സർക്കുലേഷനുള്ളൊരു മാഗസിനിൽ ഫോട്ടോഗ്രാഫർ എന്ന് പറയുമ്പോൾ തന്നെ ഈ ഫോട്ടോഗ്രാഫറുടെ ഒരു അടുപ്പമുണ്ടാവും. അപ്പോൾ ഞാൻ ഫോട്ടോ എടുക്കുന്നു, നിവിൻ്റെ കൂടെ ഫോട്ടോ എടുക്കുന്നു. ആ ഫോട്ടോ പിന്നീട് ഞാൻ വിനീതിൻ്റെ കല്യാണത്തിനാണോ എവിടെ വെച്ച് അപ്പോൾ ഞാൻ നിവിൻ എൻ്റെ മനസ്സിൽ വന്നു. ഒന്ന് നിവിൻ്റെ സെലിബ്രിറ്റി ക്രിക്കറ്റ് ലീഗിൽ നിവിൻ ലെഫ്റ്റ് ഹാൻഡർ കളിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്.
പിന്നെ എന്തുകൊണ്ടും ആ ക്യാരക്ടർ നിവിൻ കറക്റ്റായിരിക്കും എന്ന് എനിക്ക് തോന്നി. ഞാൻ നിവിൻ എൻ്റെ മനസ്സിൽ ഈ കഥ വന്നപ്പോൾ ശേഷം എനിക്ക് തോന്നിയത് നിവിൻ കറക്റ്റായിരിക്കുന്നു തോന്നിയ ശേഷമാണ് ഞാൻ നിവിൻ്റെ ഒരു ഫംഗ്ഷൻ വെച്ച് കാണുന്നത്. നിവിനോട് ഞാൻ പറഞ്ഞു, നിവിനൊരു കാര്യമുണ്ട്, അടുത്ത ദിവസം കാണാമെന്ന് പറഞ്ഞു. നിവിൻ പറഞ്ഞു കുഴപ്പമില്ല, ചേട്ടൻ വിളിച്ചാൽ മതിന്നുണ്ട്. അങ്ങനെ ഞാനൊരു ദിവസം നിവിനെ വിളിക്കുന്നു. അപ്പോൾ നിവിൻ പറയുന്നു, ഞാൻ പാലാരിവട്ടം എത്തിക്കഴിഞ്ഞപ്പോൾ ഞാൻ വെച്ചു നിവിനെ ഒന്ന് വിളിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ചേട്ടാ ഞാനിവിടെ ഉണ്ട്, എറണാകുളത്തുണ്ട്, എവിടെ ഉണ്ട്? നീ പറഞ്ഞു, ചേട്ടാ ഞാൻ പാലാരിവട്ടത്തുണ്ട്, പാലാരിവട്ടത്ത് ബ്ലോക്കിലാണ്. പാലാരിവട്ടത്ത് ബ്ലോക്കിൽ ഞാൻ കിടപ്പുണ്ട്, നിവിനവിടെ ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. സെയിം സ്ഥലത്ത് ഹോൾഡെയിനിൽ നിവിൻ കാണാമെന്ന് പറഞ്ഞു. ഞാൻ നേരെ ഹോൾഡെയിനിലേക്ക് ചെല്ലുന്നു. അവിടെ വെച്ച് ഞാൻ എൻ്റെ കൂടെ മോനും ഉണ്ട്. നിവിനോട് കഥ പറയുന്നു. എനിക്കിപ്പോൾ കഥ 10 മിനിറ്റുള്ളിൽ ഞാനിങ്ങനെ കഥ പറഞ്ഞു തീരുന്നു. അപ്പം നീ പറഞ്ഞു, ചേട്ടാ രസമുണ്ട്, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കഥയാണോ ചേട്ടാ, എന്നോട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം നീ വിചാരിക്കുന്ന 10 വയസ്സുള്ള ഒരു കുട്ടിയുടെ അപ്പനായിട്ട് ഞാൻ നിവിനെ പറയുകയാണ്. നീ പറഞ്ഞു, ചേട്ടാ ഈ കഥ രസമുണ്ട്, എന്തോ ഒരു ഐറ്റം ഉണ്ട് ഈ കഥയിൽ, എനിക്ക് ചെയ്യാൻ പറ്റുന്നതാണോ ഇല്ലെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷേ കഥ രസമുണ്ട്, ഇത് രസമാവാൻ സാധ്യതയുണ്ടെന്ന് നിവിൻ പോയി. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും നിവിനെ വിളിച്ചപ്പോൾ നിവിൻ പറഞ്ഞു, ചേട്ടാ ഞാനിത് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് നിവിൻ അങ്ങനെ കമ്മിറ്റ് ചെയ്ത പടം. അങ്ങനെയാണ് ആ പടം ഓണാവുന്നത്. അപ്പം ഞാൻ പടം ചെയ്തിട്ടില്ല. പിന്നീട് കുറേ കാലങ്ങൾക്ക് ശേഷം ഞാൻ നിവിനോട് ചോദിച്ചു, അപ്പം ഞാൻ അസിസ്റ്റ് ചെയ്തിട്ടില്ല, അങ്ങനെ ഒരു പടത്തിലേ അസിസ്റ്റ് ചെയ്തിട്ടുള്ളൂ, അങ്ങനെ കുറേ കാലങ്ങൾ അസിസ്റ്റ് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഇല്ല. അപ്പോൾ എനിക്കിത് എന്നെക്കൊണ്ട് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് നിവിൻ എങ്ങനെ ധൈര്യപ്പെട്ടു. കാരണം നിവിൻ പിന്നീട് കഥ കേൾക്കുമ്പോഴെല്ലാം വളരെ സംശയിച്ചാണ് കഥകളിലേക്ക് ലാൻഡ് ചെയ്യുന്നത്. പിന്നീട് ആ തിരക്കഥയിലൊക്കെ നിവിൻ ഒരുപാട് സംശയങ്ങൾ ചോദിക്കുന്ന ഒരു മനുഷ്യനാണ്. അങ്ങനെ ഒരു സംശയം ചോദിക്കാതെ എന്തുകൊണ്ട് നിങ്ങളത് കമ്മിറ്റ് ചെയ്തു വെച്ചപ്പോൾ നിവിൻ പറഞ്ഞ പോലെ, നിങ്ങൾ എൻ്റെ ഫോട്ടോ എടുക്കാൻ മാത്രം നിങ്ങൾ ഒരുപാട് എഫേർട്ട് ഇടുന്നത് ഞാൻ കണ്ടു. ഒരു ഫോട്ടോ എടുക്കാൻ നിങ്ങൾ ഇത്ര എഫേർട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സിനിമ ചെയ്യാനും എഫേർട്ട് ഇടുമായിരിക്കും എന്ന് എനിക്കൊരു തോന്നൽ. അതുകൊണ്ടാണ് നിവിനത് കമ്മിറ്റ് ചെയ്തതെന്ന് പറഞ്ഞു. അതിൽ ശരിക്കും നിവിൻ്റെ ആ ഒരു എല്ലാ ഏജ് ഗ്രൂപ്പും ഭയങ്കര രസമാണ്. ആ ഒരു 40 വയസ്സ് പ്രായത്തിൽ ആള് കളിക്കാൻ വരുന്ന ഒരു ഗെറ്റപ്പ് ഒക്കെ ഇല്ലേ, അത് നമ്മുടെ നാട്ടില് കണ്ടിട്ടുണ്ടായിരുന്നു ചേട്ടന്മാരെ. അതൊക്കെ ഭയങ്കര ശരിക്കും ചെറിയ പ്രായത്തിലല്ലേ ആള്. വേറെ ഏതെങ്കിലും ബയോഗ്രഫിക്കൽ എലിമെന്റ് ഉണ്ടോ അതിനകത്ത്? ഇതിലൊന്നുമില്ല. ഈ ട്രാവൽ മാത്രമേ ഉള്ളൂ. ഈ 10ാം ക്ലാസ് ഞാൻ അതിനകത്ത് 1983 വേൾഡ് കപ്പ് കാണുന്ന പോലെയുണ്ട്. വേൾഡ് കപ്പ് ഞാൻ കണ്ടിട്ടില്ല. 1983 വേൾഡ് കപ്പ് കണ്ടിട്ടില്ല. കാരണം വേൾഡ് കപ്പ് ആ സമയത്ത് 1983 കേരളത്തിൽ തിരുവനന്തപുരത്ത് മാത്രമേ ഉള്ളൂ ടി വി ഉള്ളൂ. തിരുവനന്തപുരത്ത് ദൂരദർശൻ കേന്ദ്രത്തിനോട് ചേർന്നുള്ള 10 കിലോമീറ്റർ ചുറ്റളവിലെ ആളുകൾ ആ ടി വി ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവിടെയുള്ളവർ കളി കണ്ടിട്ടുണ്ടെന്നുള്ള, അല്ലാതെ ബാക്കിയുള്ളവരും റേഡിയോയിലാണ് കേട്ടിട്ടുള്ളത്. ബാക്കി ചെന്നൈയിലും അവിടെ ഇവിടെയൊക്കെ, ചെന്നൈയിലും ഡൽഹിയിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ കേരളത്തിൽ തിരുവനന്തപുരത്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ കഥ തിരുവനന്തപുരത്ത് പ്ലേസ് ചെയ്തു. ഏറ്റവും വേണ്ടത് നടക്കുന്നതായിട്ടാണ് കഥ. സെക്രട്ടേറിയറ്റിന് മുന്നിൽ കൂടെ നടക്കുന്ന പോലെ ഉണ്ട്. കഥ പ്ലേസ് ചെയ്ത് അവിടെയുള്ള ഒരാളായിട്ട്. അപ്പോൾ ഞാൻ കണ്ടു, ഞാൻ 85 കഥ കണ്ടു തുടങ്ങി. 85 തൊട്ട് ബാക്കിയുള്ള എല്ലാ വേൾഡ് കപ്പും ഞാൻ കണ്ടിട്ടുണ്ട്. അതിനകത്ത് നേരം പുലരുമ്പോൾ പരീക്ഷയുടെ സമയത്ത് കളി കാണാൻ പോകുന്നതുമായിട്ടുള്ള എല്ലാ കഥകളും ഞാനുമായിട്ട് കണക്റ്റഡാണ്. ബാക്കി മകനുമായിട്ട് നടക്കുന്നതെല്ലാം എൻ്റെ ലൈഫ് തന്നെയാണ്. പിന്നെ മെഷീൻ മേടിച്ചിട്ടുണ്ടോ? മെഷീൻ മേടിച്ചത് ഞാനിപ്പോൾ മോനെ കൊണ്ടിങ്ങനെ നടക്കുന്ന സമയത്ത് ഇവനെ കൊണ്ട് നടക്കുകയാണല്ലോ ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടി. അപ്പോൾ ഇവനെ കോച്ചിങ്ങിന് കൊണ്ടുപോകും. വൈകുന്നേരം ഞാനും മോനുമായിട്ട് ഇങ്ങനെ നടക്കുന്നത്. അപ്പോൾ പിന്നെ ഇവിടെ വൈറ്റിലൊരു പാർക്കിൽ ബൗളിംഗ് മെഷീൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇവനെ അവിടെ കയറ്റുന്നു, അവനവിടെ കളിക്കുന്നു. അപ്പോൾ ഞാൻ ബൗളിംഗ് മെഷീൻ വാങ്ങിച്ചാലോ എന്ന് വരെ വിചാരിച്ചു. അപ്പോഴാണ് എൻ്റെ ഫ്രണ്ട് പറയുന്നത്, ജിജോ എന്ന് പറഞ്ഞ ആലുവയിലുള്ള ഫ്രണ്ട് പറയുന്നത്, അവൻ്റെ ഒരു ഫ്രണ്ടുണ്ട് സുയി എന്ന് പറഞ്ഞൊരുത്തൻ, അവനൊരു ബൗളിംഗ് മെഷീൻ ഉണ്ടാക്കിയെന്ന് പറഞ്ഞു. ബൗളിംഗ് മെഷീൻ ഉണ്ടാക്കുക, അതെന്താ പരിപാടി എന്ന് വെച്ചാൽ ആ ബൗളിംഗ് മെഷീൻ ഞാനും മോനും കൂടെ അവിടെ കാണാൻ ചെന്നപ്പോൾ അവനിത് ഉണ്ടാക്കിയിട്ട് നല്ല സ്പീഡിൽ ബോൾ വരുന്നുണ്ട്. അപ്പോൾ അവൻ വെറുതെ ഈ സാധനം കണ്ടപ്പോൾ അവൻ യൂട്യൂബിൽ നോക്കി അങ്ങ് ഉണ്ടാക്കിയതാണ്. അവൻ കല്യാണം കഴിച്ച് മകന് വേണ്ടിയിട്ടൊന്നുമല്ല, അവൻ്റെ ഒരു ഇഷ്ടത്തിന് വേണ്ടിയിട്ട്, അവന് കളിക്കാൻ വേണ്ടിയിട്ട് അവൻ യൂട്യൂബ് നോക്കിയ സാധനം ഉണ്ടാക്കി. അപ്പോൾ ഞാൻ ചോദിച്ചിട്ട് രമേശനിത് രമേശൻ ലെയ്ത്തിൽ പണിക്കാരനായിട്ട് ഇത് ഉണ്ടാക്കുകയാണെങ്കിൽ കറക്റ്റായിരിക്കും എന്ന് എനിക്ക് തോന്നി. അപ്പം ഞാൻ അവനോട് പറഞ്ഞു, എടാ ഈ മെഷീൻ എനിക്ക് ഷൂട്ടിന് തരാമെന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു ഷൂട്ടിന് തരാം എന്ന് പറഞ്ഞു. പിന്നെ അവൻ ഷൂട്ടിന് തന്നു. ഞാൻ രമേശൻ ഉണ്ടാക്കുന്ന പോലെ സാധനം സെറ്റ് ചെയ്തു. പിന്നെ ഇവനെ വരുത്തണമല്ലോ, ഇവനായാലും VIP. ഇവൻ ചില സമയത്ത് വരും, ചില സമയത്ത് വരാതിരിക്കും. ഇവൻ വരാതിരുന്നാൽ ശരിയാവില്ല. അപ്പം ഞാൻ അവനെ കാസ്റ്റ് ചെയ്തു. അപ്പോൾ ആ 11 പേരിൽ ഒരാൾ സുയ്യായിരുന്നു.
അപ്പോൾ സുയി വരും ഇതുമായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ അവന് മനസ്സിലായി അവനില്ലാതെ പരിപാടി നടക്കില്ല. അങ്ങനെ സുയി ബോളിംഗ് മെഷീനായിട്ട് വരും. അവൻ ഈ സെറ്റ് ചെയ്യാനും അടിക്കാനൊക്കെ പിന്നല്ലേ അറിയാവുള്ളൂ. മോനെ ഇതിനകത്തേക്ക് കാസ്റ്റ് ചെയ്യണം, അത് എന്തിനാണ്? കൂട്ടുകാരനെ കൊണ്ടുവന്നത് ബോളിൻ്റെ മെഷീന് വേണ്ടി. മോനെ കാസ്റ്റ് ചെയ്ത കാരണം ഇത് രമേശനകത്ത് എൻ്റെ ആത്മാംശം ഉണ്ടല്ലോ. അപ്പം ഞാനും എൻ്റെ മോനും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനാണല്ലോ സത്യത്തിൽ സിനിമയായി മാറിയത്. അപ്പം ഇവൻ സംസാരിക്കുന്നത് തന്നെയാണ് ഞാൻ ഇതിനകത്ത് എഴുതി വയ്ക്കുന്നത് പലതും. അവനും ഞാനുമായിട്ടുള്ള കോൺവെർസേഷനിൽ ഉള്ള കാര്യങ്ങളാണ് ആ സിനിമയിലുള്ളതെല്ലാം. അപ്പോൾ ഞാൻ പതുക്കെ ഈ കഥാപാത്രം എന്നെ സംബന്ധിച്ചിടത്തോളം ഇവനാണ്. അപ്പോൾ അവനെപ്പോലെ മറ്റൊരാളെ സിനിമയിലേക്ക് ഞാൻ എടുക്കണം അല്ലേ, അവനാണെന്ന് തോന്നിക്കുന്ന മറ്റൊരാൾ വേണം. അപ്പോൾ അവൻ്റെ അന്നത്തെ അവൻ ഈ ചെറുപ്പം തൊട്ടേ ഞാൻ ബോളറിഞ്ഞ് കൊടുക്കുന്നതുകൊണ്ട് അവന് ക്രിക്കറ്റ് കളിക്കുന്നത് കാണുമ്പോൾ അവന് സ്ട്രൈറ്റ് ഡ്രൈവ് എല്ലാം കൃത്യമായിട്ട് കളിക്കുന്നുണ്ട്. അവൻ സംസാരിക്കുന്ന ശൈലിയാണ് ഞാൻ സിനിമയിലേക്ക് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് അപ്പോൾ എൻ്റെ ഭയങ്കര മാനസിക സംഘർഷമായിരുന്നു. ഒന്ന്, ഈ സിനിമ ചെയ്യുന്നത് അപ്പൻ മോനെ അഭിനയിപ്പിക്കാൻ വേണ്ടി ചെയ്യുകയാണോ എന്ന് ഒരു ക്രിട്ടിസൈസ് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. എൻ്റെ ആദ്യത്തെ സിനിമയിൽ തന്നെ ഞാൻ മോനെ കാസ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. പലതരം വിമർശനങ്ങൾ വരാൻ സാധ്യതയുണ്ടല്ലോ എന്നുള്ളതായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചില സംശയങ്ങളും തർക്കങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ മറ്റു ആൾക്കാരെ ഓഡിഷൻ ചെയ്തു, മറ്റു കുട്ടികളെ ഓഡിഷൻ ചെയ്തു ഞാൻ ഇവനെ കാസ്റ്റ് ചെയ്യാതെ. പക്ഷേ അപ്പോഴൊന്നും എനിക്ക് ഇവൻ പറയുന്നത് പോലെ എനിക്കത് കിട്ടുന്നില്ല. ഒന്നുകിൽ ഭയങ്കര നന്നായിട്ട് ക്രിക്കറ്റ് കളിക്കുന്ന പിള്ളേരായിരിക്കും, അവർ ഭയങ്കര ഹെൽത്തി ആയിരിക്കും, അവർ കറക്റ്റായിട്ട് ഡ്രൈവ് ചെയ്യുന്നുണ്ടെങ്കിൽ ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ഒരാളാണ്. ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ഒരാൾ അങ്ങനെ വന്ന് കളിക്കുമ്പോൾ ചിലപ്പോൾ ആ ഒരു 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 നമുക്കൊരു പാവം കൂടെ തോന്നണമല്ലോ, അത് തോന്നാതിരിക്കുന്നു. അല്ലെങ്കിൽ അങ്ങനെ ഒരു പിള്ളേരെടുക്കുമ്പോൾ അവർക്ക് ക്രിക്കറ്റ് കളിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇത് മാച്ച് ആവുന്നില്ല. ചിലപ്പോൾ എനിക്ക് ഇവനായിരിക്കും ഇതെന്ന് തോന്നി. പിന്നെ അതിങ്ങനെ വന്ന് ഞാൻ വേറെ പിള്ളേരെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നിവിൻ എന്നോട് പറഞ്ഞു, ഷൈൻചേട്ടൻ്റെ കഥ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ അടുത്തിരുന്ന മോനെ ഞാൻ ശ്രദ്ധിച്ചായിരുന്നു, അവനല്ലേ നല്ലതെന്ന് ചോദിച്ചു. പിന്നെ എന്നോട് സ്ക്രിപ്റ്റ് അന്ന് കൂടെ ഞാൻ വിപിൻ ചന്ദ്രനോട് എഴുതിക്കൊണ്ടിരുന്നത്. വിപിൻ പറഞ്ഞോളൂ, താൻ ചോക്കുമലയിൽ നിന്ന് ചോക്കൻ അന്വേഷിക്കുകയുള്ളൂ, തൻ്റെ ക്യാരക്ടർ അവനല്ലേ, പിന്നെ താൻ എന്തിനാ വേറെ തൻ്റെ മോനായി എന്നുള്ളൊരു കാരണം കൊണ്ട് താൻ എന്തിനാ അവനെ കാസ്റ്റ് ചെയ്യാതിരിക്കുന്നത് എന്ന് ചോദിച്ചു. അങ്ങനെ എല്ലാ സൈഡിൽ നിന്നും ഇങ്ങനെ ഒരു സൈഡിൽ നിന്ന് പറയുന്നുണ്ട്. അപ്പോഴും ഞാൻ കൺഫ്യൂസ്ഡാണ്. ഇങ്ങനെ ചെറിയൊരു വേറെ ചില സമ്മർദ്ദങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിനകത്ത്. ഷൂട്ട് തുടങ്ങുന്നത് തലേ ദിവസം പ്രഷർ, ഞാനിപ്പോൾ വേറെ പയ്യനെ കാസ്റ്റ് ചെയ്തു. ഷൂട്ട് തുടങ്ങുന്നതിൻ്റെ തലേ ദിവസം വീണ്ടും എല്ലാവരും പറഞ്ഞു, നിങ്ങളുടെ കാസ്റ്റിംഗ് റോങ് ആണ്, നിങ്ങളുടെ മകനാണ് കറക്റ്റ് കാസ്റ്റിംഗ്, നിങ്ങൾ ഈ ഒരു പ്രശ്നം കാരണം നിങ്ങൾ കുറ്റപ്പെടുത്തൽ കേൾക്കുമെന്നുള്ള ഭയം കാരണം നിങ്ങൾ അവനെ കാസ്റ്റ് ചെയ്യാതിരിക്കരുതെന്ന് എല്ലാവരും പറഞ്ഞു. അങ്ങനെ എനിക്കറിയാം അവനാണ് എൻ്റെ കറക്റ്റ് കാസ്റ്റ് എന്ന്. പക്ഷേ അവൻ്റെ അച്ഛനാണ് ഞാനെന്നുള്ളതാണ് എന്നെ ഇതിനകത്തുനിന്ന് തടസ്സപ്പെടുത്തുന്നത്. ശരിക്കും അത് ഭയങ്കരമായ ഒരു 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 ഇമോഷണൽ ഒരു ഭയങ്കര പ്രശ്നമായിരുന്നു. ഭയങ്കര ജെർക്കും കാരണം എൻ്റെ സിനിമയ്ക്ക് അവനാണ് നല്ലതെന്ന് എനിക്ക് തോന്നി. പക്ഷേ അതിന് മനസ്സിലാവുമല്ലോ, ചില പ്രശ്നങ്ങൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ തലേ ദിവസം നമ്മുടെ ക്യാമറമാൻ എല്ലാം പോയി ഇവനെ അപ്പം ഞാൻ വരുന്നില്ല, നിങ്ങൾ പോയി നോക്കാൻ പറഞ്ഞു എങ്ങനെ ഉണ്ടെന്ന്. അങ്ങനെ നമ്മുടെ ക്യാമറമാൻ എല്ലാം പോയി അവനപ്പോൾ ക്രിക്കറ്റ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി തൃപ്പൂണിത്തുറ പൂജ ഗ്രൗണ്ടിലുണ്ട്. അപ്പോൾ ഇവർ പോയി അവിടെ വെച്ച് അവനെ വെറുതെ ഷൂട്ട് ചെയ്തു. അപ്പോൾ അവൻ കറക്റ്റായിട്ട് അവൻ ചെയ്യുന്നുണ്ട്, അവൻ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. ഞാൻ എന്തിനാണ് അവനെ വയ്ക്കാതിരിക്കുന്നത്? അങ്ങനെ തലേ ദിവസമാണ് തീരുമാനിക്കുന്നത് പിറ്റേ ദിവസം ഇവനാണ് അഭിനയിക്കുന്നത്. പിറ്റേ ദിവസമൊക്കെ ഞാൻ ഇവനെ അഭിനയിക്കാൻ വേണ്ടി വരുമ്പോൾ എനിക്ക് സിനിമ ചെയ്യുന്നതിൻ്റെ സമ്മർദ്ദം ഒരു സൈഡിൽ, ആദ്യത്തെ സിനിമ ചെയ്യാൻ പോവുകയാണ്, അതെങ്ങനെ ചെയ്യണമെന്നുള്ള സമ്മർദ്ദം ഒരു സൈഡിൽ നിൽക്കുമ്പോൾ ഇവനും കൂടെ ഇതിനകത്ത് വരുമ്പോൾ എൻ്റെ പ്രഷർ ഒരു 10 ഇരട്ടിയായി. ഞാനിങ്ങനെ ടെൻഷനിലിരിക്കുമ്പോൾ ഇവനങ്ങനെ തെറ്റിച്ച് കഴിഞ്ഞാൽ വീണ്ടും സിനിമ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവനെ ഞാൻ കാസ്റ്റ് ചെയ്തു എന്നൊരു സാധനം വരുമെന്നോർത്തുള്ളൊരു സമ്മർദ്ദത്തിലായിരുന്നു. പക്ഷെ അവൻ്റെ പ്രായത്തിൽ അവൻ എന്താണോ ചെയ്യുന്നത് അത് പറയുമ്പോൾ അവനത് ഈസിയായിട്ട് ചെയ്യുന്നുണ്ട്. അവനെ സംബന്ധിച്ച് അവൻ അഭിനയിക്കാമെന്ന് അവന് തോന്നുന്നില്ല. അവൻ എന്താണോ ഡെയിലി ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് അവനങ്ങനെ ചെയ്യുന്നു. ഞാനത് പറയാൻ കാരണം ഞാൻ 2013 1983 ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിനുശേഷം ഇന്നിപ്പോൾ എത്രയായി, 13 വർഷം കഴിഞ്ഞു. ഈ 13 വർഷത്തിനിടയ്ക്ക് എൻ്റെ ഒരു സിനിമയിൽ ഞാൻ അവനെ കാസ്റ്റ് ചെയ്തിട്ടില്ല. കാരണം ഈ 13 വർഷത്തിനുള്ളിൽ അവനാണ് ചെയ്യേണ്ടതെന്നുള്ള റോൾ എനിക്ക് വന്നിട്ടില്ല. അവന് വേണ്ടിയിട്ട് ഞാൻ റോൾ ഉണ്ടാക്കിയിട്ടുമില്ല. അവനെ എന്നാൽ പിന്നെ എൻ്റെ മകനെ പിന്നെ എല്ലാ സിനിമയിലും ഈ 13 വർഷത്തിനിടയ്ക്ക് എവിടെയെങ്കിലും അവിടെയൊക്കെ എനിക്ക് പ്ലേസ് ചെയ്യാമല്ലോ, അങ്ങനെ പ്ലേസ് ചെയ്യാൻ എനിക്ക് തോന്നിയിട്ടില്ല.
അവൻ ആ ക്യാരക്ടറിന് ഓക്കെ ആണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. 1983 കഴിഞ്ഞിട്ട് അവന് കുറച്ച് സിനിമകളൊക്കെ വന്നിരുന്നു. ആ സമയത്ത് വേറെ സിനിമ ചെയ്തിട്ടുണ്ടോ? അവൻ ആ സിനിമ വന്നിരുന്നു. ആ സമയത്ത് ഞാൻ അവനെ വിട്ടില്ല. കാരണം ഞാൻ അവനെ വെച്ച് സിനിമ ചെയ്യുമ്പോൾ ഞാൻ അവനെ ഒപ്പിയെടുക്കുക ചെയ്തത്. എനിക്കറിയാമല്ലോ അവൻ എന്താണെന്ന് എനിക്ക് അറിയാവുന്നതുകൊണ്ട് ഒപ്പിയെടുക്കാൻ തോന്നി. വേറൊരു ഡയറക്ടറുടെ സിനിമ ചെന്നിട്ട് അവൻ ഇതുപോലെ പെർഫോം ചെയ്തില്ല, ആ സിനിമയ്ക്ക് ദോഷം വരും. അപ്പോൾ അവനൊരു കുറ്റപ്പെടുത്തൽ കേൾക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനങ്ങനെ വിളിച്ച സിനിമയിൽ അവനെ വിട്ടില്ല. പിന്നെ ഇപ്പോൾ ഒരു 2 വർഷം മുമ്പ് അവൻ പൂനെയിൽ പഠിക്കാൻ വേണ്ടി പോയി. അവൻ ഫിലിം മേക്കിംഗ് കഴിഞ്ഞ് വന്ന് 2 വർഷം 2 വർഷം മുമ്പ് അവനെ കണ്ടപ്പോൾ എനിക്ക് തോന്നി ഞാൻ ഇവന് ഒരു സിനിമയ്ക്കുള്ളൊരു പരിപാടിയിലേക്ക് എത്തിയിട്ടുണ്ടല്ലോ, ഒരു സിനിമയിൽ വേണം. അവൻ ആ സിനിമയിൽ അഭിനയിക്കാനായിട്ട് അങ്ങനെ അവനത്രത്തോളം ആഗ്രഹം ഉണ്ടായിരുന്നോ ഇല്ലെന്ന് എനിക്ക് അറിഞ്ഞില്ല. അപ്പോൾ എനിക്ക് തോന്നി ഇപ്പോൾ ഇവനെ വെച്ചിട്ട് സിനിമ ചെയ്യാനുള്ള ഒരു കഥാപാത്രത്തിൻ്റെ ലുക്കിലേക്ക് അവൻ എത്തി എന്നെനിക്ക് തോന്നിയപ്പോൾ അവനെ വെച്ചിട്ടൊരു സിനിമ ചെയ്യാമെന്ന് ആലോചിക്കുകയും കലാഭവൻ പറഞ്ഞു കണ്ണനെ കാസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അവനെ ഇപ്പോൾ കാസ്റ്റ് ചെയ്തിട്ടൊരു പടം തുടങ്ങാനുള്ള പ്ലാനിലേക്ക്. ചേട്ടൻ ചെയ്യുന്നതാണോ? അല്ല, പ്രചോദനം ഡയറക്റ്റ് ചെയ്യുന്നത്. സ്ക്രിപ്റ്റ് ഞാനാണ്. പടം റിലീസ് ചെയ്തത് 2014-ലാണ്. 2014-ലാണ് റിലീസ് ചെയ്തത്. അവന് 22 വയസ്സ്. ആള് ക്രിക്കറ്റ് പെർസ്യൂ ചെയ്തു. പിന്നെ അവനൊരു സോൺ ടീം വരെ എത്തി. അവൻ എറണാകുളം ഡിസ്ട്രിക്ട് ടീമിലുണ്ടായിരുന്നു. സോൺ മാച്ച് കളിച്ചു. അവൻ ആ സമയത്ത് ചെറിയ പയ്യനായിരുന്നപ്പോൾ അവൻ 50 അടിക്കുകയൊക്കെ ചെയ്തു. അവനെ അപ്പോൾ എന്നോട് അവരുടെ കോച്ച് വിളിച്ച് പറഞ്ഞു അവൻ നന്നായി കളിക്കുന്നുണ്ടെന്ന്, അവനെ പൂർണ്ണമായിട്ട് ക്രിക്കറ്റിലേക്ക് ഫോക്കസ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ അവൻ്റെ സ്കൂൾ ഞാൻ മാറ്റി. അവനെ ഇതുപോലൊരു ഉച്ച കഴിഞ്ഞ് മാത്രം ക്ലാസ്സുള്ളൊരു സ്കൂളിലേക്ക് മാറ്റി. പക്ഷെ ഒരു Under-14 അവൻ സ്റ്റേറ്റ് ടീമിൽ വരികയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും അവൻ മുന്നോട്ട് പോകാനുള്ള. പക്ഷെ ആ സമയത്ത് എനിക്ക് തോന്നി അവൻ്റെ ഫോക്കസൊക്കെ കുറച്ച് ഷിഫ്റ്റായി പോയി. അവൻ്റെ ഏജ് മാറുന്നതനുസരിച്ചിട്ട് അവൻ കളിക്കുന്നുണ്ട്. പക്ഷേ എത്രത്തോളം അവൻ അതിനകത്തേക്ക് ഫോക്കസ്ഡ് ആണെന്ന് എനിക്ക് അവൻ കളിയിൽ പൂർണ്ണമായിട്ടും കളിക്കാൻ തന്നെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നൊരു Under-14 സ്റ്റേറ്റ് ടീമിൽ എത്താതിരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ഇവൻ മുന്നോട്ട് പോയാലും ഇവൻ ഒരു സ്ഥലത്ത് എത്തിയില്ലെങ്കിൽ ഇവൻ ചിലപ്പോൾ അവന് തന്നെ ലൈഫിൽ ഡിപ്രഷൻ ഉണ്ടാകും, ഇതിൻ്റെ പുറകെ നടന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ നീ 10ാം ക്ലാസ് പാസ്സായി ബാക്കിയുള്ള പഠനം നടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവനെ തിരിച്ചു വലിച്ചു. പിന്നെ അവൻ പഠിക്കാൻ 10ാം ക്ലാസ് കഴിഞ്ഞ് +2 കഴിഞ്ഞ് പിന്നെ അവൻ ഫിലിം മേക്കിംഗ്, അവൻ തന്നെ പറഞ്ഞാൽ ഫിലിം മേക്കിംഗ് പഠിക്കാൻ പോകുന്നുണ്ട്. അവൻ പൂനെയിൽ പോയി സിനിമാറ്റോഗ്രാഫി പഠിക്കാൻ വേണ്ടി പോയി. ഇത് 1983 സ്വന്തം ആത്മാംശം ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇൻ്റർവ്യൂവിന് കേട്ടിട്ടുണ്ട്, നിവിൻ തന്നെ സജസ്റ്റ് ചെയ്താണ് നമുക്കൊരു പോലീസ് മൂവി എന്നുള്ളത്. അങ്ങനെ ആക്ഷൻ ഹീറോ ബിജു വരുന്നത്. അത് ശരിക്കും പോലീസ് സ്റ്റേഷനിൽ പോയി നിന്ന് ആ കഥയ്ക്കൊരു ബ്ലോക്ക് വന്ന സമയത്ത് അങ്ങനെ ശരിക്കും സ്റ്റേഷനുകളിൽ ഒബ്സർവ് ചെയ്ത് തന്നെ ചെയ്തായിരുന്നു. ശരിക്കും നമുക്ക് സിനിമ എന്ന് പറഞ്ഞാൽ ഒരു സമയത്ത് ഭരത് ചന്ദ്രൻ അല്ലെങ്കിൽ ഷാജി കൈലാസ് പാറ്റേണിലുള്ള സിനിമകളായിരുന്നല്ലോ ശരിക്കും പോലീസ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അതിൽ നിന്ന് ഒരു ഡിഫറെൻ്റ് ആയിട്ട് ഒരു പോലീസിൻ്റെ ലൈറ്റർ സൈഡും പ്ലസ് ഒരു കോമൺ മാൻ എന്താണോ കാണുന്നത് പോലീസ്, അതിലേക്കാണല്ലോ ആക്ഷൻ ഹീറോ ബിജു എത്തി നിൽക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞ് ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ ഇൻറ്റൻസ് ആയിട്ടുള്ള കുറേ പോലീസ്, അതായത് നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒരു എക്സ്പ്ലോയിറ്റിംഗ് സൈഡോ അല്ലെങ്കിൽ പോലീസിന് ഇന്നർ കോൺഫ്ലിക്ട്സ് ഒക്കെ ഉള്ള ഷാഹി കബീറൊക്കെ എഴുതുന്ന ടൈപ്പ് സിനിമകൾ വന്നു. ശരിക്കും നമ്മുടെ കേരള പോലീസ് ഇതിൽ എവിടെയാണ് നിൽക്കുന്നത്? സുരേഷ് ഗോപി പോലീസ്, ബിജു പോലീസ് ഇതിലെവിടെയാണ്? ചേട്ടൻ ഓടി നടന്ന് കണ്ട ആ ഒബ്സർവേഷനിൽ ശരിക്കും പോലീസുകാർ അല്ല, കംപ്ലീറ്റ്ലി അത് തന്നെയാണ്. അല്ല, ആക്ഷൻ ബിജു ഞാൻ കണ്ടത്, ഞാൻ ശ്രദ്ധിച്ച അതിനകത്ത് ഒരു വില്ലൻ്റെ പുറകെ പോകാത്ത, ഒരു ഇമോഷനിൽ നിന്ന് മറ്റൊരു ഇമോഷനിലേക്ക് ചാടുന്ന മനുഷ്യരാണ് ഞാൻ കണ്ടതുകൊണ്ടാണ് ഞാൻ അങ്ങനെ സാധനം ഫോളോ ചെയ്തത്. എൻ്റെ ബിജു വേറൊരു പാറ്റേണിൽ ഞാൻ ചെയ്ത സിനിമയായിരുന്നത്. ബിജുവിൻ്റെ മാത്രം ഒരു പാറ്റേണാണ് അത് ആക്ച്വലി. പിന്നെ നമുക്ക് സിനിമ ചെയ്യുമ്പോൾ നമുക്ക് ഇന്നതുപോലെ പോകണമെന്നില്ല. അപ്പം ആ സമയത്ത് എൻ്റെ മുന്നിൽ മുൻമാതൃകകളില്ലായിരുന്നു. ഞാൻ ബിജു ചെയ്യുന്ന സമയത്ത്, ഞാൻ ബിജു ചെയ്ത ശേഷം സിനിമകളെ ആളുകൾ പിടിക്കുമ്പോൾ അത് ബിജുവായിട്ടൊരു സാമ്യം തോന്നുന്നുണ്ടെങ്കിൽ അത് ആ സിനിമ ആദ്യം വന്നതുകൊണ്ടാണ്. പിന്നീട് ആ സിനിമയുടെ ബേസിൽ നിന്നാണ് പിന്നീടുള്ള പോലീസ് സിനിമകൾ ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഞാൻ ബിജു ചെയ്യുമ്പോൾ ഞാൻ നിവിനോട് പറഞ്ഞു, നിവിൻ, മലയാള സിനിമയിൽ പോലീസ് സിനിമകൾ 2 ഭാഗമായിട്ട് നമുക്ക് തിരിക്കാൻ പറ്റും. ഒന്ന് ആക്ഷൻ ബിജുവിന് മുൻപും ഒന്ന് ആക്ഷൻ ബിജുവിന് ശേഷവും എന്ന് പറഞ്ഞാൽ 2ആയിട്ട് നമ്മളതിന്
പകുത്ത് കാണാൻ പറ്റും. അത് നിങ്ങൾ ഭാവിയിൽ നിങ്ങൾ കണ്ടോളൂ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ കറക്റ്റാണ്. നിങ്ങൾക്ക് ബിജുവിന് മുൻപ് ബിജുവിന് പിമ്പ് എന്ന് പറഞ്ഞാൽ ബിജു വന്നതിന് ശേഷമുള്ള സിനിമകൾ ബിജുവിന് മുൻപുള്ള സിനിമകൾ എന്നുള്ള രീതിയിൽ കാണാൻ പറ്റും. അപ്പോൾ അതിന് മുൻപുണ്ടായിരുന്ന സിനിമകളായിരുന്നില്ലേ കറക്റ്റ്, അതിന് ശേഷമുള്ള കറക്റ്റ് സിനിമകളാണോ കറക്റ്റ് എന്ന് വെച്ചാൽ അത് ആ സിനിമയുടെ ട്രീറ്റ്മെൻറ്റ് അനുസരിച്ചിരിക്കും. ചിലപ്പോൾ അതിന് മുൻപുള്ള സിനിമകൾ പോലെ കമ്മീഷൻ ചെയ്ത പോലെയോ സൂപ്പർ ഹിറ്റ് സിനിമയായിരുന്നല്ലോ, ഞാനൊക്കെ പോയി കൈയടിച്ച സിനിമയാണ്, അല്ലെങ്കിൽ ഇൻസ്പെക്ടർ ബൽറാം പോലത്തെ സിനിമകൾ, ആവനാഴി പോലത്തെ സിനിമകൾക്കൊക്കെ ഇനിയും സാധ്യതകളുണ്ട്. അപ്പോൾ ഒരു സിനിമാറ്റിക് ആയിട്ടാണ് ഇതിനെ കാണുന്നതെങ്കിൽ നമുക്ക് സിനിമാറ്റിക് അത് ആ സിനിമ വിചാരിക്കുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് അനുസരിച്ചിട്ട് നമുക്കതിനെ മാറ്റാം. നമ്മളിതിങ്ങനെ ഇപ്പോൾ ഈ പാറ്റേൺ കാണുന്നുള്ളൂ, ഈ പാറ്റേൺ പൊളിക്കാം, പഴയതിലേക്ക് പോവാം, അപ്പോൾ എങ്ങോട്ട് വേണമെങ്കിലും പ്ലേസ് ചെയ്യാം. ഇത് ഞാൻ ചെയ്തപ്പോൾ അത് പുതിയതായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം. അങ്ങനെയാണ് ഞാനത് ചെയ്തത്. ഇന്ന പാറ്റേൺ ചെയ്തോളുന്നതിനുള്ളൂ. സിനിമയുടേതായ ഒരു സ്വാതന്ത്ര്യത്തിൽ നമുക്ക് എങ്ങനെ വേണമെങ്കിലും അത് പ്ലേസ് ചെയ്യാം. ആൾക്കാർക്ക് ഇത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയാൽ മാത്രം മതി. ആക്ഷൻ ഹീറോ ബിജു 2 എന്തായാലും വർക്കിംഗ് സ്റ്റേജിലായിരുന്നു. അപ്പോൾ ഇപ്പം എന്ത് ടോണിലാണ് അത് പോയിക്കൊണ്ടിരിക്കുന്നത്? അതിനകത്ത് സിനിമാറ്റിക് എലമെൻസുകളുണ്ട്. സിനിമാറ്റിക് എലമെൻസുകളും ബിജുവിൻ്റെ തന്നെ പാറ്റേൺ ഉണ്ട്. അതിനോടൊപ്പം സിനിമാറ്റിക് എലമെൻസ് എല്ലാം കൂടെ ചേർന്നൊരു എൻ്റർടൈനിങ് ഒന്നും മാത്രം ചിരിപ്പിക്കുന്ന രസിപ്പിക്കുന്ന ത്രില്ലർ മൂമെൻറ്റ്സ് ഉള്ള ആക്ഷനുള്ള ഒരു സിനിമ, ഒരു പാക്കേജ് സിനിമ തന്നെയാണ് അത്. അങ്ങനെയാണ് ഞാൻ ഡിസൈൻ ചെയ്തതും അങ്ങനെയാണ് സ്ക്രിപ്റ്റ് ഇരിക്കുന്നത്. നോർമലി അമലിനെ എവിടെ കണ്ടാലും ബിലാൽ ഇപ്പോൾ ഷൈൻ ചേട്ടനെ കണ്ട ആൾക്കാർ ചോദിക്കല്ലോ ബിജു 2 എന്ന് വരും. അതൊരു സിനിമ വളരെ ഇൻറ്റേണലായിട്ടുള്ള ഒരു തർക്കം കാരണം അതിങ്ങനെ നിൽക്കുകയാണ്. അതൊരു ഇപ്പം നിലവിലൊരു കോടതിയിൽ ചെറിയ കേസായിട്ട് നിൽക്കുകയാണ്. അത് ടൈം ലൈൻ പറയാവുന്ന സിറ്റുവേഷനിലല്ല. എനിക്ക് ബിജുവിൻ്റെ അകത്ത് എനിക്ക് അരിസ്റ്റോ സുരേഷ് എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ കണ്ടത്, അതുപോലെ ചിരിക്കുന്ന 2 ചേച്ചിമാര്, അത് ഭയങ്കര വെറൈറ്റി ആയിരുന്നു. അവരെ പിടിച്ചെടുക്കുന്നത്, ഇവരെ എവിടെ നിന്നാണ് പിടിക്കുന്നത്? അതങ്ങനെ ഞാൻ അന്ന് വിചാരിച്ചത്, ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ബിജു ചെയ്യുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു ഈ ജൂനിയർ ആർട്ടിസ്റ്റുകളെ ഓഡിഷൻ, സാധാരണ നമ്മളൊരു ഓഡിഷൻ ചെയ്യുന്നത് നമ്മൾ ഓഡിഷന് വേണ്ടിയിട്ട് മെയിലിൽ വിളിക്കുന്നു, അങ്ങനെ മെയിൽ അയച്ചു തരുന്നു, അഭിനയമോഹികളെ മെയിൽ അയച്ചു തരുന്നു, അവരിൽ ആളുകളെ സെലക്ട് ചെയ്യുന്നു എന്നുള്ളതാണല്ലോ. ഞാൻ ബിജു ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചു ജൂനിയർ ആർട്ടിസ്റ്റുകളായിട്ട് പോകുന്നവരെ ഓഡിഷൻ ചെയ്യുക ആദ്യം. കാരണം ജൂനിയർ ആർട്ടിസ്റ്റുകളായിട്ട് പോകുന്നവർക്ക് അവരൊരു ദിവസം അവർക്കൊരു പൈസ കിട്ടുന്നുണ്ട്, ബാറ്റ കിട്ടുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് വരുന്നതിനോടൊപ്പം തന്നെ ഒരു സിനിമ എന്താണെന്ന് അവർക്ക് അറിയാം. 10, 20, 25 സിനിമകൾ ചെയ്തിട്ടുള്ളവർക്ക് ചിലപ്പോൾ ആ പാസിങ്ങിൽ അവർ പോയിട്ടുണ്ടാവാം. പക്ഷേ ഒരിക്കലും ചിലപ്പോൾ ഒരു സിനിമയിൽ മുഖം തെളിഞ്ഞിട്ടുണ്ടാവില്ല. കാരണം അതിൻ്റെ ഫോർഗ്രൗണ്ടിലോ ബാക്ക്ഗ്രൗണ്ടിലുള്ള മൂമെൻറ്റിലൂടെ പാസ് ചെയ്തിട്ട് പോയിട്ടുള്ളതല്ലാതെ പ്രധാന കഥാപാത്രങ്ങളുടെ പിന്നിലൂടെയോ മുന്നിലൂടെയോ പോയിട്ടുള്ളവരല്ലാതെ ഇവരൊരിക്കലും ശ്രദ്ധിക്കില്ല. കാരണം പ്രധാന ആക്ടിവിറ്റി നടക്കുന്നത് നടന്മാരുടെ ഇടയ്ക്കായിരിക്കും. അപ്പോൾ ഒരു ദിവസം ഒരു സിനിമയിൽ ചിലപ്പോൾ ഒരു 25 ദിവസം അഭിനയിച്ചാലും ഒരു സ്ഥലത്ത് പോലും അവരുടെ മുഖം ചിലപ്പോൾ പതിഞ്ഞിട്ടുണ്ടാവില്ല. ഈ മുഖം പതിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അവർക്ക് ചിലപ്പോൾ ഡയലോഗ് കിട്ടിയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ അവരുടെ ഒരു ഫേഷ്യൽ എക്സ്പ്രഷന് ഇമ്പോർട്ടൻസ് കിട്ടുന്ന രീതിയിൽ എവിടെയെങ്കിലും അവരൊരു മുഖം പതിഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷേ സിനിമ ഇങ്ങനെയാണെന്ന് അവർക്കറിയാം. സിനിമ ഇത്ര നേരം കാത്തിരിക്കേണ്ട ഒന്നാണെന്നും സിനിമയുടെ പ്രോസസ്സ് ഇങ്ങനെയാണെന്നും സിനിമയുടെ രീതി ഇങ്ങനെയാണെന്നും അവർക്ക് അറിയാവുന്നതുകൊണ്ട് ഈ കാത്തിരിപ്പ് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമല്ല. പിന്നെ ഒരിക്കൽ പോലും ഇത്രയും കാലം ഈ സിനിമയിൽ നടന്നിട്ട് അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, ഓഡിഷൻ സമയത്ത് ചോദിച്ചപ്പോൾ ഞാൻ സിനിമയിൽ അഭിനയിച്ച സിനിമ ഞാൻ കുറേ ദിവസം അഭിനയിച്ച വീട്ടുകാരെ വിളിച്ചുകൊണ്ട് പോയി. മേരി ചേച്ചി എന്നോട് പറഞ്ഞ വീട്ടുകാരെ വിളിച്ചുകൊണ്ട് പോയി, പക്ഷേ വന്നപ്പോൾ സിനിമയിൽ ഞാനില്ല. പിന്നെ ഞാൻ വിളിക്കാണ്ടായി. എനിക്ക് മനസ്സിലായി ഞാൻ സിനിമയിൽ ഉണ്ടാവില്ല, ഞാൻ പോയി ചെയ്യുന്നു പൈസ കിട്ടുന്നു എന്നുള്ളതല്ലാതെ സിനിമയിൽ ഞാൻ ഉണ്ടാവാൻ സാധ്യതയില്ല എന്നുള്ളതുകൊണ്ട് പിന്നെ പറയാറില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നി ഇവരെ ചിലപ്പോൾ ഒരു ക്ലോസപ്പിൽ വന്നാൽ ഒരു ഡയലോഗ് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതായത് ഒരു സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി വരുന്ന നോർമലി ഒരു ഓഡിഷന് വേണ്ടി വരുന്ന ഒരു അഭിനയമോഹിയായിട്ടുള്ള ഒരാൾക്ക്, ഭയങ്കര അംബീഷ്യസ് ആയിട്ടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു ക്ലോസപ്പ് കിട്ടിയാലോ ഒരു ഡയലോഗ് കിട്ടിയാലോ ഒന്നും അവർ ഹാപ്പി ആവില്ല. അവർ ആ സിനിമയുടെ നായകനേക്കാളും കുറഞ്ഞു പോയല്ലോ എന്നായിരിക്കും അവർ വിചാരിക്കുന്നത്, അല്ലെങ്കിൽ നായികേനേക്കാളും കുറഞ്ഞു പോയല്ലോ എന്നാണ്, ഞാൻ സഹനായകനായിപ്പോയല്ലോ സഹനായികയായിപ്പോയല്ലോ, അല്ലെങ്കിൽ എനിക്ക് 2 സീനെ കിട്ടിയുള്ളൂ എന്നുള്ളതായിരിക്കും ചിലപ്പോൾ അവരാഗ്രഹിക്കുന്നത്. കാരണം അവരത്ര അംബീഷ്യസ് ആയിട്ടുള്ള ആൾക്കാരാണ്. പക്ഷേ ജൂനിയർ ആർട്ടിസ്റ്റുകളായിട്ട് പോകുന്ന ആൾക്കാർ അത്രയും അംബീഷ്യസ് ആയിട്ടുള്ള അങ്ങനെ ആഗ്രഹം ഉണ്ടാവുമായിരിക്കും, പക്ഷെ അവർ കിട്ടുന്നതിൽ സന്തുഷ്ടരാവാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നിയതുകൊണ്ടാണ് ഞാൻ അവരെ ഓഡിഷൻ വിളിച്ചത്. എൻ്റെ അനുഭവം ഭയങ്കര നല്ലതായിരുന്നു. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു റോൾ കിട്ടിയപ്പോൾ ഒരു ഡയലോഗ് കിട്ടിയപ്പോൾ അവർക്ക് മനസ്സിലായി. അവർ പറയുന്നത് ഞങ്ങൾ ഡയറക്ടറോട് ആദ്യമായിട്ടാണ് സംസാരിക്കുന്നത്. അതിനകത്ത്
പട്ടി കടി ചെയ്യുന്ന ഷൈൻ എന്ന് പറഞ്ഞ ആക്ടർ, ഞാൻ ചെല്ലുമ്പോൾ ഞാൻ ഇരിക്കുമ്പോൾ അപ്പുറം മാറിപ്പോക്കളയും. അപ്പോൾ നിങ്ങളെന്താ ഇങ്ങനെ മാറിക്കളയുന്നത് ചോദിച്ചു. ഞാനിത് ഡയറക്ടറോട് സംസാരിച്ചിട്ടില്ല. 25 പടം ചെയ്ത മനുഷ്യൻ്റെ ഡയറക്ടറോട് വന്ന് സംസാരിച്ചിട്ടില്ല. പുള്ളി വരുന്നു പോകുന്നു, അപ്പുറത്തേക്ക് മാറിക്കളയുന്നു. അപ്പോൾ ഇവർ നമ്മൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നു, ഒരുമിച്ചിരിക്കുന്നു. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ആർട്ടിസ്റ്റെന്നും അല്ലെങ്കിൽ ജൂനിയർ ആർട്ടിസ്റ്റ് എന്നുള്ളൊരു തിരിവില്ലാതെ അങ്ങനെയല്ല. അവർ ആ സെറ്റിലെല്ലാവരും ഒരുമിച്ച് ഇങ്ങനെ ഇരിക്കുന്നു, ഷൂട്ട് ചെയ്യുന്നു. അപ്പം ഇങ്ങനെ ചുറ്റും നിൽക്കുന്ന ആളുകളിൽ നിന്ന് തന്നെ ഞാൻ സെലക്ട് ചെയ്യാൻ തുടങ്ങി. അതിനകത്ത് പല ഡയലോഗും പറയുന്ന ആളുകളെ ഞാൻ ജൂനിയർ ആർട്ടിസ്റ്റുകളായിട്ട് വരുന്നവരിൽ ഞാൻ രാവിലെ ചെല്ലുമ്പോൾ തന്നെ അവരിങ്ങനെ നോക്കും, ഞങ്ങളെയാണ് ഇന്ന് ഞങ്ങളെ സെലക്ട് ചെയ്യുമായിരിക്കും. അപ്പോൾ ഞാൻ അവരെ വിളിച്ചിട്ട് അവരുടെ ഡയലോഗ് പറയിപ്പിച്ച് നോക്കും. നല്ല താളത്തിലുള്ള ആൾക്കാരെ ഞാൻ അങ്ങ് സെലക്ട് ചെയ്യും. അങ്ങനെയാണ് കുറേ പേര് ഓഡീഷനിൽ എടുത്തവർ. അല്ലാതെ ഞാൻ റാൻഡമായിട്ട് ചൂസ് ചെയ്തവർ. അതിനകത്ത് മറ്റേ സുരാജിൻ്റെ സീനിൽ വന്നത് ലൈറ്റ് ബോയ് ആയിരുന്നു. അല്ല മറ്റേ ലൈറ്റ് യൂണിറ്റ്, സൺ ലണ്ടനിൽ ലൈറ്റ് യൂണിറ്റിൽ ഒരാളായിരുന്നു. അത് വെറുതെ നിന്നപ്പോൾ ഇങ്ങ് വന്നതെന്ന് പറഞ്ഞവരെ നിർത്തി. അങ്ങനെ അതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു അങ്ങനെ പിക്ക് ചെയ്തുള്ളവരുണ്ട്. അല്ലാതെ ശ്രീകാന്ത് മുരളി അവിടെ നിവിനോട് കഥ പറയാൻ വേണ്ടി വന്ന ആളായിരുന്നു. വന്നിട്ട് ചീറ്റിപ്പോയവരുണ്ട്. ഞങ്ങൾ ആക്ഷൻ സീക്വൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല കരാട്ടെ ബ്ലാക്ക് ബെൽറ്റ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരെ ഞാൻ സെലക്ട് ചെയ്ത് നിർത്തി. അവരെ ഓഡിഷനും അവർ കുഴപ്പമില്ലാതൊക്കെ അഭിനയിച്ചു. പക്ഷേ സിനിമയുടെ സമയത്ത് ഇവർ പെർഫോം ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഇവർ പാളിപ്പോകുന്നു, താളം കിട്ടുന്നില്ല. അല്ലാതിരുന്നപ്പോൾ ഒരു ഓഡിഷനിൽ പെർഫോം ചെയ്തവരും ആക്ഷൻ ചെയ്യാൻ പറ്റുന്നവരൊക്കെ ആയിരുന്നെങ്കിലും അവർക്കത് ക്ലൈമാക്സ് ഏരിയയാണ്, അവിടെ പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം അവിടെ ഒരു ഒറ്റുകാരനായിട്ട് അഭിനയിച്ച മൊട്ടത്തല പിന്നെ രണ്ടാമത് ഒറ്റുകാരനായിട്ട് ആദ്യം അഭിനയിച്ച ബിജുവിൽ മെയിൻ വില്ലൻ ഫ്രെഡി എന്ന് പറഞ്ഞിട്ട് അതിനകത്ത് കുത്തുന്ന കരാട്ടെ രാഷ് കുത്തുന്ന ആളില്ലേ, അവൻ ആദ്യം അഭിനയിച്ചത് ഒറ്റുകാരനായിട്ടാണ്. അങ്ങനെയായിരുന്നു. അപ്പോൾ അവൻ ആ ഷൂട്ടിന് അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, എടാ ഇവന്മാർ ആക്ട് ചെയ്തിട്ട് ശരിയാവുന്നില്ല, നീ കാണിച്ചു കൊടുക്കാൻ പറഞ്ഞു അവരെ. അപ്പോൾ അവൻ കറക്റ്റായിട്ട് കാണിച്ചു കൊടുത്തു. കാരണം അവന് ആ സമയത്ത് കുറച്ച് കേസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്ക് ഒരു ആറ്റിറ്റ്യൂഡ് അറിയാം. പുള്ളി നിന്ന് കാണിച്ചു കൊടുത്തപ്പോൾ എനിക്ക് പക്ഷേ അവൻ പെർഫോം ചെയ്യുന്ന പോലെ മറ്റവർക്ക് പെർഫോം ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ നേരെ അവനെ മെയിൻ വില്ലനാക്കി. അപ്പോൾ നിവിന് ഞാനോട് വഴക്കുണ്ടായി. നിവിൻ പറഞ്ഞു, ഷൈൻ ചേട്ടാ ഇതെന്താ, നമ്മൾ പോലീസ് സ്റ്റേഷൻ സെറ്റ് പൊളിച്ചു. അപ്പോൾ ഇനി ആ ഒറ്റുകാരൻ്റെ സീനിന് വീണ്ടും ഷൂട്ട് ചെയ്യണമെങ്കിൽ പോലീസ് സ്റ്റേഷൻ വീണ്ടും സെറ്റ് ഇടണം. അപ്പോൾ ഞാൻ ഒറ്റുകാരനായിട്ട് കാസ്റ്റ് ചെയ്തവനെ വീണ്ടും ഞാൻ മെയിൻ വില്ലനാക്കുമ്പോൾ നിവിൻ ഒരു പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിൽ നിവിൻ ആലോചിക്കുന്നത് ഞാൻ ഇനിയും പോലീസ് സ്റ്റേഷൻ സെറ്റ് ഇടണമല്ലോ, ഇനി വീണ്ടും സീൻ റീഷൂട്ട് ചെയ്യണമല്ലോ എന്നാണ് വിചാരിച്ചു. അങ്ങനെ ഞാൻ നിവിനോട്ടൊരു തർക്കവും പണക്കവും വരെ ഉണ്ടായി. ഞാൻ പറഞ്ഞു, ഇതാണ് ശരി, ഇയാളാണ് ചെയ്യേണ്ടത്, ഇയാളാണ് കരാട്ടെ രാജേഷായിട്ട് വരേണ്ടത്, മറ്റൊരു പെർഫോം ചെയ്യുന്നില്ല. മെട്ടത് എങ്ങനെ ചെയ്യാമെന്നുള്ളത് നമുക്ക് ആലോചിക്കാം. ഒറ്റുകാരായിട്ട് ഞാൻ വേറൊരാളെ പ്ലേസ് ചെയ്യാം, അത് വേറൊരാളെ തൽക്കാലം ചെയ്യിക്കാം. ഇവിടെ മെയിൻ സീനിൽ ഇയാൾ തന്നെ വരണമെന്ന് പറഞ്ഞിട്ട് അവസാനം എന്തായാലും ചെയ്യുന്നുണ്ട്. അങ്ങനെ അവൻ മെയിൻ വില്ലനാക്കി. ഒറ്റുകാരൻ പോലീസ് സ്റ്റേഷൻ ഷൂട്ട് ചെയ്തില്ല, ഞാൻ വേറെ സ്ഥലത്ത് വെച്ച് ഒരു ലോറി താവളത്തിൽ വെച്ചിട്ട് വേറൊരാളെ വെച്ചിട്ട് ഈ ഫ്രെഡിയുടെ തന്നെ വേറൊരു ഫ്രണ്ടിനെ വെച്ചിട്ട് ഞാൻ അവിടെ ഷൂട്ട് ചെയ്തു. അപ്പോൾ ബിജു ചെയ്തപ്പോൾ ഇങ്ങനെ ഇത്തരമുള്ള ആളുകളെയായിരുന്നു അതിനകത്ത് നമ്മൾ അങ്ങനെ ചെയ്ത് ഇപ്പോൾ കുറേ സോർട്ട് ഔട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. പക്ഷെ വന്നതെല്ലാം കറക്റ്റായിരുന്നു. കാരണം നമ്മൾ ഇന്നും കാണുന്ന റീൽസോ അല്ലെങ്കിൽ കട്ട്സോ കാണുന്ന എല്ലാം ഹിറ്റുകളാണ്. പിള്ളേരാണെങ്കിലും ഇവരാണെങ്കിലും ആ ഫാമിലി ആയിട്ട് വന്ന സനൽ അങ്ങനെ അടക്കം എല്ലാം ആണെങ്കിലും അതെല്ലാം എപ്പിക് സീൻസ് ആയിട്ട് മാറുകയും ചെയ്തു. സുരാജ് എന്നോട് 1983 കഴിഞ്ഞപ്പോൾ സുരാജ് പറഞ്ഞോടോ തൻ്റെ അടുത്ത പടത്തിൽ എന്തെങ്കിലും പരിപാടി വേണം. ബിജു തുടങ്ങിയപ്പോൾ എൻ്റെ ത്രൂ ഔട്ടൊരു പോലീസുകാരൻ, ഒരു ഹ്യൂമർ ചെയ്യുന്നൊരു പോലീസുകാരൻ, അങ്ങനൊരു റോളാണ് സുരാജ് തന്നെ സജസ്റ്റ് ചെയ്തത്. അപ്പോൾ ഞാൻ സുരാജിനോട് പറഞ്ഞു, അങ്ങനെ വേണ്ട, നിങ്ങളൊരു വേറൊരു പരിപാടി ചെയ്യും എന്ന് പറഞ്ഞിട്ട് സുരാജിനെ കൂടി നിർബന്ധിച്ച് ഈ ക്യാരക്ടർ ചെയ്യിപ്പിക്കുകയായത്. ശരിക്കും പേരറിയാത്തവർ വരുന്നത് അതിന് മുന്നാണ് ശേഷമാണോ? അതിന് മുൻപ് വന്നിരുന്നു, പക്ഷെ ഞാൻ അത് കണ്ടിട്ടില്ല ആ സിനിമ. ആരും കണ്ടിട്ടില്ല ആ സമയത്ത്. പക്ഷേ പുള്ളിക്ക് നാഷണൽ അവാർഡ് അല്ല, അതായത് ആൾക്കാർ ശ്രദ്ധിക്കുന്നത് സുരാജ് എനിക്ക് അതിന് മുന്നേ മറ്റേ നാഷണൽ അവാർഡ് പടത്തെ അഭിനയിച്ചിരുന്നു. പക്ഷെ ആൾക്കാരുടെ കണ്ണിൽ അയ്യോ സുരാജ് ഇങ്ങനെ ചെയ്യുമോ എന്ന്. ഇതിന് അപ്രിസിയേഷൻ എന്തെങ്കിലും കിട്ടി, അവാർഡ് ആയിട്ട് എന്തെങ്കിലും? അവാർഡായിട്ട് കിട്ടിയില്ല, പക്ഷേ സുരാജിനുണ്ട്. പിന്നീട് അതുകൊണ്ട് ഭയങ്കരമായ സുരാജ് അതിന് ശേഷം കരിയർ ഷിഫ്റ്റ് ശരിക്കും. കൊമേഴ്ഷ്യൽ പടത്തിൽ സുരാജ് അങ്ങനെ ചെയ്യും എന്നുള്ളത്. പിന്നെ സുരാജിനോട് നമ്മൾ പറയുന്നത്, അത് ഞാൻ എഴുതിയിരുന്നില്ല ആ സ്ക്രിപ്റ്റ്. കുറേ സീനുകൾ ആ സീൻ ഞാൻ സ്ക്രിപ്റ്റായിട്ട് എഴുതിയിരുന്നില്ല. എനിക്കറിയാം ഞാൻ നിവിനോട് പറയുന്നുണ്ട്, നിവിനറിയാം ആ സീൻ, എനിക്കറിയാം അതിനകത്തുള്ള
അസോസിയേറ്റ്സിന് അറിയാമെന്നുള്ളതല്ലാതെ എല്ലാവർക്കും ഒന്നും ആ സീൻ അറിഞ്ഞുകൂടാ. ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നില്ല സ്ക്രിപ്റ്റിൽ. അപ്പോൾ സുരാജ് ഇങ്ങനെ വരുന്നു. അപ്പോൾ സുരാജിനോട് ഞാൻ ഈ കഥാപാത്രം ഞാൻ പറയുന്നത് ഇങ്ങനെയാണ്. ഞാൻ വാമൊഴിയായിട്ട് പറഞ്ഞു ഒരു 4-5 പ്രാവശ്യം പറഞ്ഞപ്പോൾ സുരാജ് നിങ്ങൾ വായിക്കണ്ട പറഞ്ഞു സുരാജിൻ്റെ ബ്രെയിനിൽ കയറ്റി ഞാനത്. അപ്പം നമ്മൾ ക്യാമറ എടുത്ത് വെച്ചു, നിവിൻ്റെ ബാക്കിൽ നിന്ന് ക്യാമറ വെച്ചു. സുരാജിൻ്റെ ഫസ്റ്റ് ഷൂട്ട് ചെയ്യുന്നത് സുരാജിൻ്റെ ആണ്. നിവിൻ്റെ ബാക്കിൽ നിന്ന് ക്യാമറ വയ്ക്കുന്നു, സുരാജ് വരുന്നു. അപ്പോൾ സുരാജ് അവിടെ നിന്ന് വന്ന വരവ് തൊട്ട് സുരാജ് എഴുന്നേറ്റ് പോകുന്നവരെ ഷൂട്ട് ചെയ്യുമ്പോൾ എല്ലാവരും ഇങ്ങനെ നിശബ്ദരായിപ്പോയി. കാരണം സുരാജ് പിടിച്ച മീറ്റർ, സുരാജിൻ്റെ ഡയലോഗ് ഡെലിവറി, ഈ ക്യാരക്ടറിനെ അയാളിങ്ങ് ഉൾക്കൊണ്ടിട്ടൊരു പരകായ പ്രവേശം നടത്തുക. അപ്പം അയാൾ വന്ന് ഡെലിവറി ചെയ്തു. അപ്പോൾ തന്നെ ഞാൻ കട്ട് പറഞ്ഞു. കുറച്ച് ഒരു ക്ലാപ്പ് വീണു അവിടെ നമ്മുടെ സെറ്റിൽ. ഒറ്റ ഷോട്ട് എടുത്തുള്ളൂ, പിന്നെ എടുത്തില്ല. പിന്നെ റിപ്പീറ്റ് വേണ്ട, കാരണം അത് അയാൾ ചെയ്തു. ഇനിയിപ്പോൾ അതിനപ്പുറം കിട്ടാനില്ല. ഓപ്പോസിറ്റ് നിവിൻ്റെ കട്ട് സുരാജ് ഒന്നുകൂടെ ഓപ്പോസിറ്റ് ഒന്ന് പെർഫോം ചെയ്തു. സുരാജിൻ്റെ ഒരൊറ്റ പ്രാവശ്യം എടുത്തുള്ളൂ. തിരിച്ച് നിവിനനുസരിച്ചിട്ട് പെർഫോം ചെയ്തു. അങ്ങനെയായിരുന്നു അത് ചെയ്തത് ആ സീൻ. അപ്പോൾ സുരാജിന് ഒരു സീസൺഡ് ആയിട്ടുള്ള ആക്ടർ വെച്ച് നമ്മൾ ചെയ്യുമ്പോൾ ചില ഗുണങ്ങൾ, ഇവരുടെ ഒരു പരകായ പ്രവേശം നമുക്ക് ഭയങ്കരമായിട്ട് ഗുണം ചെയ്യും. അതുപോലെ തന്നെ അപ്പോൾ ഈ ആക്ടേഴ്സ് ഇങ്ങനെ ഡെലിവറി ചെയ്യുന്നത് എനിക്കറിയാം. ആക്ടേഴ്സിൻ്റെ ഒരു സാധനം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവരെ ബ്രീഫ് ചെയ്ത് കഴിഞ്ഞാൽ ഇവരൊരു സാധനം ഇങ്ങനെ ഡെലിവറി ചെയ്യും. നമ്മൾ ജൂനിയർ ആർട്ടിസ്റ്റുകളെ അല്ലെങ്കിൽ മറ്റുള്ള ആർട്ടിസ്റ്റുകളെ നമ്മൾ ഓഡീഷനിലെടുത്തവരെ ഞാൻ അവരുടെ സ്ട്രെങ്ത്ത് കൂടെ നോക്കും. അവരുടെ സ്ട്രെങ്ത്ത് നോക്കിയിട്ട് സുരേഷിൻ്റെ സ്ട്രെങ്ത്ത് എന്താണ്, സുരേഷിനെ എങ്ങനെ മാറ്റാൻ പറ്റും ഞാൻ നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് തന്നെ പരിപാടിയിലേക്ക് ബേബി മേരി സ്ട്രെങ്ത്ത് എന്താണെന്ന് കൂടെ നോക്കിയിട്ടാണ് ഒരു പരിപാടി ഡിസൈൻ ചെയ്യുന്നത്. നമ്മളൊരു പരിപാടി ഡിസൈൻ ചെയ്യുകയും ഈ കഥാപാത്രത്തെ പ്ലാൻ ചെയ്യുകയും ഈ കഥാപാത്രത്തിലേക്ക് ഇവർ പരകായ പ്രവേശം നടത്തി അവർ ഡെലിവറി ചെയ്യുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അതാണ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആക്ടേഴ്സിൻ്റെ ഒരു മാജിക്ക്. അപ്പോൾ ഞാൻ സ്പാ ചെയ്തപ്പോൾ ഞാൻ ഈ സാധനമാണ് ഞാൻ അപ്ലൈ ചെയ്തത്. എക്സ്പീരിയൻസ്ഡായിട്ട് ആക്ടേഴ്സിനെ കൊണ്ട് റോൾ ചെയ്യിപ്പിച്ചപ്പം അത് ഭയങ്കര രസമുള്ള ഒരു സാധനമായിരുന്നു. അപ്പോൾ ഞാൻ സ്പാ ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചത് ഈ ആക്ടർ ടു ആക്ടർ, ഒരു ഫ്രെയിമിൽ 2 ആക്ടേഴ്സേ ഉള്ളൂ. ഈ ആക്ടേഴ്സ് തമ്മിൽ പെർഫോം ചെയ്യുമ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സാധനം കിട്ടും. ഇത് ആക്ടേഴ്സ് ഡെലിവറി ചെയ്യും. അങ്ങനെ ടൈമിംഗ് ഉള്ള ആക്ടേഴ്സിനെ കൊണ്ട് പെർഫോം ചെയ്യിപ്പിക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ പ്ലാൻ. അപ്പോൾ അതിനകത്തൊരു വന്നിട്ടുള്ള ആക്ടേഴ്സ് ഡെലിവറി ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് സ്പാ സിനിമ കാണുമ്പോൾ അത് ആളുകൾക്ക്, എനിക്ക് തോന്നുന്നു ആളുകൾ ഇഷ്ടപ്പെട്ടതും ചിരിച്ചതും ഈ ആക്ടേഴ്സിൻ്റെ പെർഫോമൻസ്. ഒരു സ്പേസിൽ ഇവർ വന്നിട്ട് കാണുന്ന പെർഫോമൻസിനാണ് അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മാറിയത്. ഇതാണ് ആളുകൾ ചിരിക്കുന്നത്. ഈ ആക്ടേഴ്സിൻ്റെ പെർഫോമൻസ് ഉണ്ടല്ലോ, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നത്, അതിൻ്റെ താളം, അതിൻ്റെ ടൈമിങ്, ഇതായിരുന്നു. അപ്പോൾ ഇത്തരം പരിപാടിയാണ് ഞാൻ സ്പായിൽ അപ്ലൈ ചെയ്തത്. നമ്മളിത് ലീനിയർ പരിപാടിയിലാണ് പോയിക്കൊണ്ടിരുന്നത്, അതുകൊണ്ട് ഓരോരോ സിനിമകളായിരുന്നു ചോദിച്ചത്. ഇത് നോൺ ലീനിയർ സെറ്റപ്പിലേക്ക് തിരിച്ചുകൊണ്ട് ശരിക്കും സ്പായിലും ഞാൻ കണ്ടപ്പോൾ ശ്രദ്ധിച്ച സാധനം, സാധാരണ ചേഞ്ചേട്ടൻ്റെ പടങ്ങൾ കാണുമ്പോൾ നമ്മൾ കാണുന്നത് ഓരോ സീനും ആയിരിക്കും ഇമ്പോർട്ടൻറ്റ് സീനുകളാണ്, പക്ഷേ അതെല്ലാം വരുന്നത് നമുക്ക് അത്ര പരിചയമില്ലാത്ത ആൾക്കാരൊക്കെ വന്നിട്ട് പെർഫോം ചെയ്തിട്ട് പോകും. പക്ഷേ സ്പായിൽ വന്നപ്പം മിക്കവാറും എല്ലാ സീനിലും വന്നവരും നമുക്കറിയാം അവരെല്ലാം എസ്റ്റാബ്ലിഷ്ഡ് ആക്ടേഴ്സ് തന്നെയായിരുന്നു വന്നത്. ഒരു സീനേ ഉള്ളൂ അല്ലെങ്കിൽ 2 സീനേ അവർക്ക് ഉണ്ടാവത്തുള്ളൂ, അവർക്കും അറിയാം. പക്ഷേ അതെല്ലാം വൃത്തിയായിട്ടും ആ സിനിമയുടെ ഇതനുസരിച്ച് പോവുകയും ചെയ്തു. എനിക്ക് തോന്നിയിട്ടുള്ളത് ചേട്ടൻ പറഞ്ഞ ഒരു ടെറൈൻ ക്രിയേറ്റ് ചെയ്യുന്നു, ആ ടെറൈനകത്തേക്ക് ഒരു ക്യാമറ എടുത്ത് വെക്കുന്നു, അതിലേക്ക് നമ്മളെ കൂടെ ഈ സൈഡിൽ കൂടെ ആൾക്കാരെ കാണികളെ കയറ്റി വിടുന്നു. ആ രീതിയിലാണ് സ്പായും ട്രീറ്റ് ചെയ്തേക്കുന്നത്. ഇപ്പോൾ മറ്റേ പോലീസ് സ്റ്റേഷനാണെങ്കിൽ ഇതൊരു സ്പാ, മേജർ പരിപാടി മൊത്തം അതിലാണ് നടക്കുന്നത്. ശരിക്കും സ്പായിലേക്ക് വരുമ്പം പടം പ്ലാൻ ചെയ്യുമ്പോൾ ഇതൊരു അഡൾട്ട് കോമഡി പടമായിട്ട് തന്നെ പോകണം എന്ന് തന്നെ പ്ലാൻ ചെയ്താണോ വന്നതോ ഹാപ്പൻ ചെയ്തു പോയതാണോ? അല്ല, അഡൾട്ട് കോമഡി ട്രീറ്റ്മെൻറ്റ് വരണമെന്ന് തന്നെ പ്ലാൻ ചെയ്താണോ? ഞാൻ ആദ്യം എൻ്റെ ഒരു ഫസ്റ്റ് തോട്ട് എനിക്ക് വന്നത്, അതായത് ഒരു സ്പാ എന്ന് പറയുന്നൊരു ഇടം, ആ ഇടത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നു എന്ന മട്ടിൽ ആയിരുന്നില്ല. അല്ലെങ്കിൽ സ്പാ എന്ന് പറയുന്ന ഇടത്തെക്കുറിച്ച് പറയുക എന്നുള്ളതായിരുന്നില്ല എൻ്റെ ഉദ്ദേശം. എൻ്റെ ഉദ്ദേശം 2 കഥാപാത്രങ്ങളുടെ എൻകൗണ്ടർ, 2 കഥാപാത്രങ്ങൾ സംസാരിക്കാൻ സാധ്യതയുള്ള 2 കഥാപാത്രങ്ങളിൽ നിന്ന് പെർഫോം ചെയ്യാനുള്ള സാധ്യതയുള്ളൊരു ഇടമെന്നുള്ള രീതിയിൽ ആ സിറ്റുവേഷൻ എവിടെ ക്രിയേറ്റ് ചെയ്യാന്നുള്ളതാണ് ഞാൻ ആലോചിച്ചത്. പണ്ട് ഞാൻ തീൻമേശയിലെ ദുരന്തം എന്ന് പറയുന്ന നാടകം കണ്ടിട്ടുണ്ടോ? 2 പാചകക്കാർ, രാജാവിൻ്റെ 2 പാചകക്കാർ നിന്നിട്ടുള്ള അവരുടെ കോൺവെർസേഷനാണ് ആ നാടകം. ഇപ്പോൾ 2 പേര് നിന്ന് ഇങ്ങനെ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുക. അല്ലെങ്കിൽ കാരൂരിൻ്റെ മരപ്പാവകൾ എന്ന് പറഞ്ഞ ചെറുകഥയ്ക്കകത്ത് ഒരു വീട്ടിലേക്ക് സെൻസസ് എടുക്കാൻ വേണ്ടി വരുന്ന ഒരു മനുഷ്യനും
അവിടെയുള്ളൊരു വീട്ടമ്മയെ നമ്മൾ കോൺവെർസേഷൻ മാത്രമാണ്. ആ കോൺവെർസേഷൻ്റെ എൻഡിൽ ഒരു നമ്മളൊരു കണക്റ്റ് വരുന്നു എന്നുള്ളതാണ്. അപ്പം രണ്ട് മനുഷ്യർ തമ്മിൽ സംസാരിക്കുന്ന ഒരിടം, രണ്ട് മനുഷ്യർ മാത്രമുള്ളൊരിടം, ആ ഇടം അന്വേഷിച്ചാണ് ഞാൻ ആക്ച്വലി ഈ സ്പായിലേക്ക് എത്തിയത്. മറ്റ് കഥാപാത്രങ്ങളില്ല, ഒരു മുറിയിൽ 2 പേര് മാത്രം, അവർക്ക് സംസാരിച്ചാൽ മതിയാവുള്ളൂ. അപ്പോൾ ഇവർ സംസാരിക്കുമ്പോൾ എന്താ പറയുക, 2 പേരും 2 പേർക്കും മുഖംമൂടിയുണ്ട്. 2 പേരും അവരുടെ ഐഡൻറ്റിറ്റി കൃത്യമായിട്ട് പറയാത്ത, എന്നാൽ 2 പേർക്ക് സംസാരിക്കാൻ വേണം, 2 പേര് നമ്മൾ സംസാരിച്ചേ പറ്റുള്ളൂ. അപ്പോൾ നമ്മളൊരു പ്രൊഫഷണൽ സ്പായുടെ കഥ പറഞ്ഞാൽ അവിടെ ഇത്തരത്തിലുള്ള കോൺവെർസേഷൻ്റെ പോസിബിലിറ്റി ഇല്ല. അവിടെ 2 മനുഷ്യർ വരുന്നു, വളരെ പ്രൊഫഷണലായിട്ടായിരിക്കും അവർ ഡീൽ. ഇവർ തമ്മിൽ സംസാരിക്കുമ്പോൾ ചിലപ്പം വളരെ നിങ്ങളുടെ ഈ റൂമിൻ്റെ ടെമ്പറേച്ചർ നിങ്ങൾക്ക് ഓക്കെ ആണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂ ഉണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ അപ്ലൈ ചെയ്യുന്ന പ്രഷർ ഓക്കെ ആണോ എന്നുള്ള മട്ടിലുള്ള സംഭാഷണങ്ങൾ മാത്രമേ അവിടെ വരുള്ളൂ. അതിനപ്പുറമുള്ള സംസാരങ്ങൾ അവർ തമ്മിൽ ഉണ്ടാവാറില്ല. കാരണം ഒരു പ്രൊഫഷണൽ ഒരിടത്തിൽ അങ്ങനെയാണ് അത് സംസാരിക്കുന്നത്. അപ്പോൾ അവർ തമ്മിൽ സംസാരിക്കുമ്പോൾ അതിനകത്ത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഡയലോഗുകൾ വരാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ ഞാനതുകൊണ്ട് ഇതിനെ ഒരു അൺപ്രൊഫഷണൽ ഒരു സ്ഥലത്തേക്ക് പ്ലേസ് ചെയ്തു. അൺപ്രൊഫഷണൽ സ്ഥലത്തേക്ക് പ്ലേസ് ചെയ്യുമ്പോൾ ഇവർക്ക് 2 പേര് തമ്മിൽ സംസാരിക്കാനുള്ള സ്പേസ് ഉണ്ട്. 2 പേര് തമ്മിൽ സംസാരിക്കുന്നു. അപ്പോൾ ഇവർ തമ്മിൽ ഐസ് ബ്രേക്ക് ചെയ്യണം. അവർ തമ്മിൽ ഐസ് ബ്രേക്ക് ചെയ്ത് 2 പേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇമ്പ്രസ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചു കാര്യങ്ങൾ മനസ്സിലാക്കി പരിചയപ്പെട്ട് ഒരു സ്ഥലത്ത് ഒരു ഐസ് ബ്രേക്ക് ചെയ്ത് ഇങ്ങനെയാണ് സാധനം പോകുന്നത്. ഇത് ഒരു പ്രൊഫഷണൽ സ്ഥലമല്ല, ഒരു അൺപ്രൊഫഷണൽ ഇടത്തേക്ക് ഞാൻ സാറിനെ പ്ലേസ് ചെയ്തപ്പോൾ എനിക്ക് കഥാപാത്രങ്ങൾ തമ്മിൽ സംസാരിക്കാനുള്ള സ്പേസ് ഓപ്പണായി കഴിയുമ്പോൾ ഇനി ഈ മനുഷ്യർ സമൂഹത്തിൻ്റെ വിവിധ തുറകളിലുള്ള വിവിധ തരം മനുഷ്യർ ഒരു സ്പേസിൽ, ഇപ്പോൾ ബിജു സ്പേസ് സെൻട്രിക് അല്ല, ബിജു കുറച്ചുകൂടി ഒരു ക്യാരക്ടറിനെ ഫോളോ ചെയ്യുന്ന പോകുന്ന ഒരു സിനിമയാണ്. അത് ബിജു എവിടെയാണോ പോകുന്നത് അവിടെയാണ് ആ സിനിമ. അത് റൈഡ് വിത്ത് പോലീസ് ഓഫീസർ എന്ന രീതിയിലാണ്. കാരണം അത് ബിജു പോകുന്നത് ഒരു ചീട്ടുകളി പിടിക്കാൻ സ്ഥലമാണെങ്കിൽ ആ സ്പേസിലാണ്, ബിജു ആണ് സെൻറ്റർ. പക്ഷേ ഇതങ്ങനെയായിരുന്നു, ഇതൊരു സ്പേസായിരുന്നു സെൻറ്റർ. ഈ സ്പേസിലേക്ക് കഥാപാത്രങ്ങൾ വരുന്നു, കുറച്ചുകൂടി ഒരു ക്യാരക്ടർ ഡ്രിവണോ അല്ലെങ്കിൽ ഒരു ബിഹേവിയർ ഡ്രിവണോ പോലുള്ളൊരു പരിപാടിയാണ് ഇവിടെ പ്ലാൻ ചെയ്തത്. അപ്പോൾ ഈ മനുഷ്യർ ഇവിടെ വന്നിട്ട് ഈ മനുഷ്യരുടെ എൻകൗണ്ടർ ഉണ്ടാക്കാവുന്ന തമാശകളാവാം, അല്ലെങ്കിൽ ആ രംഗങ്ങളാണ് ഞാൻ ഇതിനകത്ത് ഫോക്കസ് ചെയ്ത് പോയത്. അപ്പോൾ ഈ സിനിമയുടെ പശ്ചാത്തലം ഈ മനുഷ്യന്മാർ തമ്മിലുള്ള കോൺവെർസേഷന് സാധ്യതകൾ ഉള്ളൊരിടം എന്നുള്ള രീതിയിലാണ് ഇതിനെ എടുത്തത്. അവിടുന്ന് അപ്പം ഇത് ഈ അൺപ്രൊഫഷണൽ ഇടം തിരഞ്ഞെടുത്തുകൊണ്ട് അതൊരു അഡൾട്ട് കോമഡി സാധ്യതയിലേക്ക്. അപ്പോൾ അൺപ്രൊഫഷണൽ ഇടത്തേക്ക് നമ്മൾ പോകുന്ന ഈ മനുഷ്യർ സംസാരിക്കുന്ന കാര്യങ്ങൾ സ്വാഭാവികമായിട്ടും ഒരു ഈ അൺപ്രൊഫഷണൽ ഇടായതുകൊണ്ട് തന്നെ ഇവർ സംസാരിക്കുന്ന ഇത്തരത്തിലുള്ള കാര്യമായിരിക്കാം. അപ്പോൾ ഞാൻ പിന്നെ അത് റോ ആയിട്ട് അങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചു. അതിനെ ഭയങ്കര വൾഗറാക്കാതെ എന്നാൽ അതിൻ്റെ ഒരു സഭ്യതയുടെ ഒരു വരമ്പുകൾക്കുള്ളിൽ നിർത്തിക്കൊണ്ട് തന്നെ ഒരു റോ ആയിട്ട് അങ്ങനെ ചെയ്യാമെന്നാണ് ഞാൻ ആലോചിച്ചത്. സറ്റയറായിട്ട് അതെ, ഒരു സറ്റയർ, ഒരു മനുഷ്യന്മാരുടെ ഒരു കാരിക്കേച്ചർ പോലെ പലതരം മനുഷ്യർ വരുമല്ലോ. അപ്പോൾ ഒരു കാരിക്കേച്ചർ സ്വഭാവത്തിലാണ് സാധനം ഇരിക്കുന്നത്. അത് ഭയങ്കര ഒരു ബിജു പോലത്തെ റിയലിസ്റ്റിക് പരിപാടിയല്ല ഞാൻ പിടിച്ചത്. അതിനകത്ത് ബിജു കുറച്ചുകൂടെ ഇപ്പം ബേബി മേരി സംസാരിക്കുന്നത് പോലെ അല്ല ഇതിനകത്തെ കഥാപാത്രങ്ങൾ സംസാരിക്കുന്നത്. ക്യാരക്ടേഴ്സ് എല്ലാം നോർമലിൽ നിന്ന്, അതായത് നമ്മൾ ഇപ്പം ബിജു സംസാരിക്കും കുറച്ചുകൂടെ റോയും കുറച്ചുകൂടെ റിയലിസ്റ്റിക് പാറ്റേൺ പിടിച്ചെങ്കിൽ ഇതിന് കുറച്ചുകൂടി പെർഫോമൻസിൻ്റെ സ്പേസ് ഇട്ടുകൊണ്ടാണ് ഇതിനകത്ത് ആളുകൾ പെരുമാറിയത്. കാരണം അവർ കൃത്യമായ 1-to-1 ഡയലോഗുണ്ട്. ആ ഡയലോഗുകൾക്കൊരു ഗ്രാഫും ഒരു സാധനവും ഒരു സ്കെച്ചും ഒരു ഡിസൈനും ഉണ്ട്. അല്ലാതെ വെറുതെ സംസാരിക്കുന്നതിനകത്ത് തന്നെ ഒരു ഗ്രാഫിലാണ് സംസാരിച്ചത്. ഒരു സംഭാഷണം കഴിഞ്ഞ ഡയലോഗുകൾ ഇങ്ങനെ കോർത്താണ് പോകുന്നത്. ഒരു മാറ്റർ സംസാരിക്കുമ്പോൾ അതിന് കുറച്ചുകൂടെ ഒരു കാരിക്കേച്ചർ സ്വഭാവം. ആദ്യ സമയങ്ങളിലുള്ള കഥാപാത്രങ്ങളെല്ലാം കാരിക്കേച്ചർ സ്വഭാവം കൊണ്ട് കുറച്ച് ലൈറ്റായിരുന്നു. അതിൻ്റെ ടുവേർഡ്സ് എൻ്റെ കാരിക്കേച്ചർ സ്വഭാവം കുറച്ചുകൂടി ലൗഡായി. അതാണ് ആൾക്കാർ ജോണർ ഷിഫ്റ്റ് വന്നതെന്നൊക്കെ ആൾക്കാർ പറഞ്ഞത്. ആക്ച്വലി ആ കാരിക്കേച്ചർ സ്വഭാവം തുടക്കം തൊട്ടേ ഉണ്ട്. എൻഡിലേക്ക് വന്നപ്പോൾ 2 കഥാപാത്രങ്ങൾ കുറച്ചുകൂടി ലൗഡ് 3 കഥാപാത്രം ഒരു പൊട്ടിക്ക് ലൗഡാക്കിയെന്ന് മാത്രം. അത് അതിൻ്റെ ഒരു എൻഡിലേക്ക് വേണ്ടിയിട്ട് എൻഡിലൊരു ഫിനാലെ പോയിന്റിൽ അതിനൊരു
ഫിനാലെ പോയിന്റ് വരുമ്പോൾ അവിടെ ഒരു പിരിമുറുക്കത്തിനും ഒരു ലൗഡും ഒരു പൊട്ടിത്തെറിയും ഒരു മ്യൂസിക്കൽ ഒരു സൗണ്ട്സ്കേപ്പ് ഒരു ക്രസൻറ്റോ വരാൻ വേണ്ടിയിട്ട് അതങ്ങനെ ഡിസൈൻ ചെയ്തതാണ്. ഈ അഡൽട്ട് മൂവി എന്നുള്ള പ്ലാൻ ശരിക്കും ഉണ്ടായിരുന്നു. അതായത് എനിക്കൊന്ന് പല ടൈപ്പ് ഓഫ് ജോണർ എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നുണ്ടോ ചേഞ്ച്? അതായത് ഒരു അടിപ്പടം, ഒരു റിയലിസ്റ്റിക് പോലീസ് പടം, ഒരു മ്യൂസിക്കൽ ഡ്രാമ, ഒരു അഡൽട്ട് പടം. അങ്ങനെ അഡൽട്ട് പടം ചെയ്യാനുള്ള പ്ലാൻ വെച്ച് ചെയ്തതൊന്നുമല്ല. നമ്മളൊരു സിനിമയുടെ കഥ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സിനിമ ചെയ്യാമെന്ന് നമുക്ക് ഒരു പോയിന്റിൽ തോന്നും. ഒരു പോയിന്റ് ശരി ഇങ്ങനെ സിനിമ ട്രൈ ചെയ്ത് നോക്കാം, അതിൻ്റെ പൊട്ടൻഷ്യൽ എന്താണ്, അതിന് ആളുകൾ തിയേറ്ററിൽ കണ്ട് രസിക്കാൻ സാധ്യതയുണ്ടോ, ഇൻട്രസ്റ്റിംഗ് ആവാൻ സാധ്യതയുണ്ട്. തിയേറ്ററിക്കലി ഇപ്പം ഞാനിതൊരു തിയേറ്റർ പടമാണെന്ന് പറയാൻ കാരണം ഇപ്പോൾ ഇത് പടം ആളുകൾ കൂട്ടം കൂടി തിയേറ്ററിലേക്ക് വരുമ്പോൾ അവർ ചിരിക്കുന്നുണ്ട്. ഓരോ സീക്വൻസിൽ ആളുകൾ ചിരിക്കുന്നു, ഒരു സീനിൽ ചിരിക്കുന്നു. അപ്പോൾ ഈ ഒരാൾ മറ്റുള്ള ആളുകൾ ചിരിക്കുന്നത് കാണുമ്പോൾ അവിടെ ഇരിക്കുന്ന ആളുകൾക്ക് ഒരു എനർജി തോന്നും. അപ്പോൾ ഈ ചിരി മറ്റുള്ളവർ ചിരി കാണാൻ വേണ്ടി ഈ സിനിമ രണ്ടാമത് മൂന്നാമത് കാണാൻ വേണ്ടി വരുന്നല്ലോ. ചില ഇന്നലെ മിനിഞ്ഞാന്നേ ലുലു ചെന്നപ്പോൾ ഒരാളത് ചിരിച്ചു, ഞാൻ മൂന്നാമതാട്ടോ എന്ന് വെച്ചിട്ട് ഇങ്ങനെ കയറുന്നുണ്ട്. അപ്പം റിപ്പീറ്റ് ഓഡിയൻസ് വരുന്നത് ഈ ചിരി ആസ്വദിക്കാൻ വേണ്ടി വരുന്നവരാണ്. അത് പക്ഷേ അഡൾട്ട് പടമായതുകൊണ്ട് ആളുകൾ ഇതിനെ അയ്യോ നമ്മളിത് കണ്ടാൽ എങ്ങനെയായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ആളുകൾ കാണാതിരുന്നവരുണ്ട്. അങ്ങനെ ഫാമിലി നമ്മൾ പോരുതെന്ന് അത്ര ലൗഡായിട്ട് വിളിച്ച് പറഞ്ഞതുകൊണ്ട് ഫാമിലി വരാതിരുന്നുണ്ട്. ഇല്ലെങ്കിൽ എൻ്റെ സിനിമയ്ക്ക് ഫാമിലി വരേണ്ടതാണ്. അങ്ങനെ വരാതിരുന്നുണ്ട്. നമ്മൾ ഇത്രയും ലൗഡായിട്ട് നിങ്ങൾ വരരുത്, വന്നിട്ട് പിന്നെ നമ്മൾ അവർ ചീത്ത പറയണ്ടല്ലോ എന്ന് വെച്ചിട്ട് നമ്മൾ അവർക്ക് വാണിംഗ് കൊടുക്കുന്നുണ്ട്. പക്ഷേ അതല്ലാതെ ഒരു അഡൾട്ട് പടം കാണുന്നതിൽ തെറ്റില്ല എന്ന് വിചാരിച്ചിട്ട് വരുന്ന സ്ത്രീകൾ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ ഒരു ഫാമിലിയായിട്ട് അങ്ങനെ ചിന്തയോട് വരുന്നവരുണ്ടായിട്ട് നഗരങ്ങളിലാണ് കൂടുതൽ അത്തരത്തിലുള്ള മനുഷ്യർ വരുന്നത്. കുട്ടികൾ വരണ്ടെന്നല്ല ശരിക്കും ഉദ്ദേശിച്ചു. ഞാൻ 18 വയസ്സിൽ താഴെയുള്ളവർ വരരുതെന്ന് മാത്രമേ ഉള്ളൂ. അത് നമ്മുടെ സെൻസസ് സർട്ടിഫിക്കറ്റ് അങ്ങനെ ആയതുകൊണ്ട് 18 വയസ്സിൽ താഴെയുള്ളവർ വരണ്ടെന്ന് ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. അതല്ലാതെ 18 വയസ്സിൽ മുതിർന്ന എല്ലാവർക്കും കാണാൻ പറ്റുന്നൊരു സിനിമ എന്നുള്ള രീതിയിൽ തന്നെയാണ് അതിനെ ഡിസൈൻ ചെയ്തത്. പക്ഷേ നമ്മളത് ലൗഡായിട്ട് പറയുമ്പോൾ ആളുകളത് കാണാൻ വരാതിരുന്നിട്ടുണ്ട്. ഈ ഒരു മാരകമായ പ്രശ്നമുണ്ട് ഉണ്ടെന്ന് വിചാരിച്ചു ഡയറക്ടർ തന്നെ പറഞ്ഞല്ലോ. കാരണം ഇത് ചിലപ്പോൾ ഒരു വയലൻസ്, ഒരാളെ കുത്തിക്കൊല്ലുന്നു അല്ലെ കഴുത്തറുത്ത് കൊല്ലുന്നു, ഇത്തരം സാധനത്തിന് 18 വയസ്സിന് മേളിലാണെങ്കിൽ പോലും ആൾക്കാർക്ക് കാണാൻ കുഴപ്പമില്ല, അവർ വരും. പക്ഷേ ഈ ഒരു സെക്ഷൽ ഒരു കണക്റ്റഡ് ഒരു കണ്ടൻ്റ് ആണെങ്കിൽ അവരെന്തോ ഒരു കുഴപ്പമാണെന്ന് വിചാരിക്കുമല്ലോ മനുഷ്യർ. അത്തരത്തിലുള്ള ആളുകൾ അതിനെ ഞാനിവിടെ പറയുമ്പോൾ ആളുകൾ അതിനെ ചിലപ്പോൾ ഒന്ന് ഭയന്ന് പോയിട്ടുണ്ടാവാം എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത്. പക്ഷെ കണ്ടവർ ചിരിക്കുന്നുണ്ടായിരുന്നു. ശരിക്കും ഇത് അങ്ങനെ പറഞ്ഞില്ലായിരുന്നു എന്ന് വിചാരിക്കുക. അങ്ങനെ വന്നായിരുന്നെങ്കിൽ ഒരു കോൺട്രവേഴ്സി ഉണ്ടാകുമായിരുന്നു. ഞാനങ്ങനെ വിളിച്ച് പറയേണ്ടത് എൻ്റെ ഒരു ഉത്തരവാദിത്തമായതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. കാരണം വന്ന ശേഷം ആളുകൾ നിങ്ങളിത് പറയേണ്ടതായിരുന്നു, ഞാൻ എൻ്റെ ഫാമിലിയായിട്ട് വന്നിട്ട്. കാരണം ഇത് വളരെ അങ്ങനെ ഭയങ്കര യാഥാസ്ഥിതിക ഒരു ഫാമിലി വരുന്നു. അവരൊരു പക്ഷേ അങ്ങനെ വീട്ടിലങ്ങനെ സംസാരിക്കുക പോലും ചെയ്യാത്ത, ഇപ്പോൾ സെക്സ് എഡ്യൂക്കേഷൻ സ്കൂൾ തൊട്ടേ തുടങ്ങുന്നുണ്ട്, അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ സ്കൂൾ തൊട്ടേ ആളുകൾ പറയുന്നുണ്ട്. ടീനേജിലുള്ള കുട്ടികളോട് തൊട്ട് അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരോട് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതുണ്ട്. സൊസൈറ്റിയിൽ ഇങ്ങനെയാണെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതുണ്ട്. എന്നാൽ പോലും സ്വന്തം മക്കളോടോ അല്ലെങ്കിൽ സഹോദരങ്ങൾ തമ്മിലോ അല്ലെങ്കിൽ മുതിർന്ന ശേഷമോ പോലും ഫാമിലിയിൽ ഇങ്ങനെ ചർച്ച ചെയ്യാതെ ഇരിക്കുന്ന ഫാമിലികളുണ്ടാവുമല്ലോ. ഭയങ്കര യാഥാസ്ഥിതിക, അത് പറയാനൊരു ചമ്മലുണ്ടാവുമല്ലോ. അങ്ങനെ പോലും സംസാരിക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ ചിലപ്പോൾ ഇത് അവർക്ക് ഭയങ്കരമായ ഒരു കംഫർട്ട് പ്രശ്നം വരും. അപ്പം ഞാനത് പറയുന്നതായിരിക്കും നല്ല. അവർ പറഞ്ഞിട്ട് അത് അറിഞ്ഞിട്ടാണ് വരുന്നതെങ്കിൽ കുഴപ്പമുണ്ടാവില്ല. അതല്ലാതെ പറഞ്ഞു കഴിഞ്ഞാൽ അവരവിടെ വന്നിട്ട് ഭയങ്കര ഇങ്ങനെ ഒരു സിനിമ ഡയറക്ടർ പറഞ്ഞില്ലല്ലോ എന്ന്, അതുകൊണ്ട് ഞാനത് പറഞ്ഞത്. അത് മാർക്കറ്റിനെ ബാധിക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് മാർക്കറ്റ് ഫാമിലി അതുകൊണ്ട് തന്നെ വരാൻ. അപ്പോൾ ഈ നമ്മളിത് ലൗഡായിട്ട് പറഞ്ഞത് കൊണ്ട് ഫാമിലി വരാനായിട്ട് ചെറിയൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. എനിക്കിത് ഗ്രാമങ്ങളിൽ ഫാമിലി വരാൻ സാധ്യത അല്ലെങ്കിൽ സ്ത്രീകൾ വരാൻ സാധ്യതയില്ല എന്ന് എനിക്ക് തോന്നി. കാരണം ഗ്രാമങ്ങളിലൊരു പ്രശ്നമുണ്ടല്ലോ. നഗരങ്ങളിൽ ആളുകൾ വരും എന്ന് തന്നെ വിചാരിച്ചു. സ്ത്രീകളാണെങ്കിലും വരും. ആദ്യം ഒന്ന് അഭിപ്രായം കേട്ട് കഴിയുമ്പോൾ സ്ത്രീകൾ വരാൻ സാധ്യത ഉണ്ടായിരുന്നു. ഇഷ്ടംപോലെ സ്ത്രീകളുണ്ടായിരുന്നു, കുട്ടികളിലായിരുന്നു. മൊത്തം സ്ത്രീകൾ വന്നിരുന്നു, ഒരുപാട് പേര് വരുന്നത്, ഫാമിലി വന്നിരുന്നു, അവർ എൻജോയ് ചെയ്തിരുന്നു. എനിക്ക് കൂടുതലും സ്ത്രീകളാണ് പൊട്ടിച്ചിരിച്ചാന്ന് തോന്നുന്നു. പക്ഷേ ഇതിൻ്റെ നമ്മൾ ലിമിറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു.
ശരിക്കും കറണ്ട്ലി ഞാൻ എൻ്റെ ഒരു സ്റ്റാൻഡപ്പ് ഷോ അഡൾട്ട് എന്ന് പറഞ്ഞ് തന്നെ മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. സർട്ടിഫിക്കറ്റ് ഇട്ട് പോസ്റ്ററിനകത്ത് ചെയ്യുന്നുണ്ട്. അപ്പോൾ ശരിക്കും നമുക്കറിയാം അതിന് വരുന്ന ആൾക്കാർ ഇത് നമ്മൾ പറഞ്ഞതുകൊണ്ട് ഒരു സെറ്റ് ഓഫ് ആൾക്കാർ വരാതിരിക്കുന്നുണ്ട്. അത് അഡൾട്ട് ഷോ ആണല്ലോ. നിലവിൽ സ്റ്റാൻഡപ്പ് കോമഡി എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ അത്യാവശ്യം എല്ലാ പൊളിറ്റിക്സ് പറയും, ഡാർക്ക് ജോക്സ് പറയും, പിന്നെ അഡൾട്ട് ജോക്സും പറയും. അവരും ജോൺ പറയും, മഹാദേവൻ, അങ്ങനെ ഇവരെല്ലാവരും പറയുന്നതാണ്. പക്ഷെ ഞാൻ എക്സ്ക്ലൂസീവ്ലി ഷോ ഡിസൈൻ ചെയ്തു, അഡൾട്ട് സൊല്യൂ ഷോ എന്ന് പറഞ്ഞു. അതിന് A for അനീസിന് പേര് വിട്ടു. ആ എക്ക് ഞാൻ റൗണ്ടും വരച്ചു. സ്വാഭാവികമായിട്ട് നമ്മൾ അങ്ങനെ മാർക്കറ്റ് ചെയ്യുമ്പോൾ ആൾക്കാർ ഒരു പിടുത്തമുണ്ട്. നമുക്ക് മലയാളികൾക്ക് ഇപ്പോഴും ഒരു സദാചാര പിടുത്തമുണ്ടല്ലോ. അത് ശരിക്കും നമ്മളെ ശരിക്കും അതിനെ കളിയാക്കാനും കൂടെ ആണല്ലോ ഒരു ഉദ്ദേശം. അതാണല്ലോ നമ്മുടെ സദാചാരത്തെ കൂടെ. അപ്പം അതെല്ലാവരും കാണേണ്ടതല്ലേ ശരിക്കും നമ്മൾ. എനിക്ക് തോന്നുന്നത് അതൊരു തിയേറ്ററിൽ വരാനുള്ള ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ. എനിക്ക് തോന്നുന്നു OTT എല്ലാവരും കാണുമായിരിക്കും. ഇതിന് സാറ്റലൈറ്റും OTT ഒക്കെ പ്രശ്നം വരുമോ? ഇല്ല, OTT ഇപ്പം നമ്മുടെ OTT നമ്മൾ കാണാൻ ആക്ച്വലി OTT അങ്ങനെ നമ്മുടെ സിനിമയിലൊന്നും ഇല്ലല്ലോ. അങ്ങനെ നമ്മുടെ സിനിമയിൽ അങ്ങനെ സാറ്റലൈറ്റ് സാധ്യത കുറവാണ്. ഈ OTT വരുന്ന സിനിമകൾ നമ്മൾ നോക്കാമല്ലോ. ഇപ്പം നമ്മൾ എല്ലാ ഭാഷയിലുള്ള സിനിമകൾ വരുന്നുണ്ടല്ലോ. അവിടെ എനിക്ക് തോന്നുന്നു അങ്ങനൊരു ഇതൊരു എറോട്ടിക് സിനിമയോ അല്ലെങ്കിൽ ഒന്നും അല്ല ഇതിനകത്ത്. ഫീമെയിൽ ന്യൂഡിറ്റി ഇല്ല, നിങ്ങളത് പ്രതീക്ഷിക്കുന്നത്. പക്ഷെ കുറേ മെയിൽ ന്യൂഡിറ്റി. മെയിൽ ന്യൂഡിറ്റി തന്നെ അതും ഒരു അവർക്കിപ്പോൾ ആദ്യം വന്ന ആക്ടേഴ്സിന് നമ്മൾ ഇവരെ ജെട്ടിയിട്ട് നിർത്തിക്കോ എന്നുള്ളൊരു പേടിയുള്ളവരുണ്ടായിരുന്നു. കാരണം ഇതിന് ഡിസ്പോസിബിൾ ബ്രീഫും കാര്യങ്ങളൊക്കെയാണ്. അതങ്ങനെ ഇടേണ്ടി വന്നു കഴിഞ്ഞാൽ കുറച്ച് ഓക്കേഡാവുമെന്ന് വെച്ചിട്ട് പേടിച്ചിട്ട് വരാതിരുന്നവരുണ്ട്. വന്നിട്ട് ശേഷം സെറ്റിൽ വന്ന ശേഷം സംവിധായകനോട് ആവശ്യമില്ലാതെ തർക്കിക്കേണ്ടെന്ന് വെച്ചിട്ട് വരാതിരുന്നവരുണ്ട്. കുറച്ച് പേര് 1-2 ആക്ടേഴ്സ്. പക്ഷേ നമ്മളതിനെല്ലാം അവർക്കൊരു ടർക്കി കൊടുക്കുകയും അങ്ങനെ ഒരു വിഷ്വലി ഒരു എസ്തെറ്റിക്കലി അങ്ങനെ കുഴപ്പം വരുന്ന രീതിയിൽ ഫ്രെയിം വരാതിരിക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അല്ല, അതിനകത്ത് എനിക്കൊന്ന് ആൾക്കാർ ഓൾറെഡി പറഞ്ഞ വിഷയമാണ്. ഏറ്റവും പ്രശ്നമെന്ന് ആൾക്കാർ കാണാൻ സാധ്യതയുള്ളത് ഒരു ഹാപ്പി എൻഡിങ് എന്ന് നമ്മൾ സ്പാ വേൾഡിൽ പറയുന്ന ആ സാധനത്തെ നമ്മളൊരു സിനിമാറ്റിക് എസ്തെറ്റിക്കിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. അതിനകത്ത് പ്രശ്നമെന്ന് ആൾക്കാർ പറയാൻ സാധ്യതയുള്ളത്. അതിനെ എത്രത്തോളം തമാശയായിട്ട് കാണിക്കാൻ പറ്റുന്നു എന്നുള്ള രീതിയിൽ നമ്മളതിനെ കാണിച്ചിട്ടുണ്ട്. കാരണം അതിനെയും ഒരു ഹ്യൂമറായിട്ടാണ് നമ്മൾ കാണിച്ചിട്ടുള്ളത്, ട്രീറ്റ് ചെയ്തേക്കുന്നത്. അങ്ങനെ അതെ, സിനിമയ്ക്കകത്ത് ഇപ്പം എനിക്ക് മലയാളത്തിൽ വന്നിട്ടില്ല. പക്ഷേ മാസ്റ്റർബേഷൻ സീക്വൻസസ് ഒക്കെ ഇംഗ്ലീഷ് സിനിമയിലും ഹിന്ദി സിനിമകളിലും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ വേറൊരു വശത്തിൽ മലയാള സിനിമയിലൊക്കെ വന്നിട്ടുണ്ട്, ഇങ്ങനെ സീക്വൻസ് വന്നിട്ടുണ്ട്. മുഖ്യധാര സിനിമയിലൊക്കെ ഉണ്ട്, പേര് പറയുന്നുണ്ട്. അല്ല, കൊമേഴ്ഷ്യൽ പടത്തിൽ നമ്മൾ അങ്ങനെ കൊമേഴ്ഷ്യൽ പടത്തിലും വന്നിട്ടുണ്ട്. അപ്പം എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. ഞാൻ വിചാരിച്ചു ഞാൻ ഫസ്റ്റ് ടൈം ആണോ നമ്മൾ. പക്ഷെ ഇങ്ങനെ കണ്ടിട്ടില്ല. ഇങ്ങനെ നേരെ സ്ട്രെയിറ്റ് അങ്ങോട്ട് സാധനം ഇത്രയും ലൗഡായിട്ട് വന്നിട്ടില്ല. ശരിക്കും അതിനകത്ത് ഒരു മെയിൽ സെക്ഷൽ ഫാൻറ്റസി എക്സ്പ്ലോറേഷൻ്റെ ഒരു വശമാണല്ലോ ശരിക്കും നമ്മളത് ചെയ്യുന്നത്. അതുപോലെ ഫീമെയിൽ സെക്ഷൽ ഫാൻറ്റസി എക്സ്പ്ലോറേഷൻ്റെ ഒരു സാധ്യതയും ആ സിനിമയ്ക്കകത്ത് ഉണ്ടായിരുന്നു. ഞാൻ നോക്കിയപ്പോൾ എൻഡിൽ വരുമ്പോൾ ആ വരുന്ന ലേഡി ഒരൊറ്റ ലേഡി മാത്രമേ ആ സിനിമയിൽ മെസ്സാജ് ചെയ്യാൻ വേണ്ടി വരുന്നുള്ളൂ. അപ്പോൾ ഒരു ഫീമെയിൽ സെക്ഷൽ ഫാൻറ്റസി എക്സ്പ്ലോറേഷൻ സാധ്യത ഉണ്ടായിരുന്നു അവിടെ. പക്ഷെ അത് എക്സ്പ്ലോർ ചെയ്യാനുള്ളൊരു ശ്രമം നടത്തിയതായിട്ട് ഞാൻ അവരുടെ ലാസ്റ്റത്തെ മ്യൂസിക്കൽ ക്രസൻറ്റോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പേസ് ടെമ്പോ കൂട്ടാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ള അതിൻ്റെ ഫിനാലെ പ്ലേക്ക് വേണ്ടിയിട്ട് വന്ന 2 കഥാപാത്രങ്ങളെ അതിനകത്ത് പ്ലേസ് ചെയ്തത്. അതിനകത്ത് ഒരു ആക്ഷൻ ത്രില്ലർ സിനിമകളുടെ ഒരു സ്പൂഫ് സാധനം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഒരു വെടിവെച്ചിട്ട് ഉണ്ട് തീരുന്നുമില്ല, വെടിവെച്ചിട്ടിട്ട് കൊള്ളുന്നുമില്ല. അപ്പോൾ ചില ആക്ഷൻ സിനിമകൾ നമ്മൾ കണ്ടിട്ടില്ലേ, എത്ര വെടിവെച്ചാലും കൊള്ളൂല, എത്ര വെടിവെച്ചാലും ഉണ്ട തീരൂല. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്പൂഫായിട്ടാണ് അതിനെ പ്ലേസ് ചെയ്തത്. അപ്പോൾ പുറത്ത് ആ പൊട്ടിത്തെറിയാണ് ഇൻറ്റേർണലി ഭയങ്കര കോൺഫ്ലിക്റ്റ് നടക്കുന്നുണ്ട്. ഇൻറ്റേർണലി സപ്രസ് ചെയ്ത സാധനങ്ങളെല്ലാം പുറത്തേക്ക് വരുമ്പോൾ അതിനപ്പുറം ഒരു പൊട്ടിത്തെറി, ഒരു ബ്ലാസ്റ്റ് നടക്കുമ്പോൾ നമുക്കത് മൊത്തത്തിൽ സിനിമയുടെ ടെമ്പോയെ അത് ഭയങ്കര ഇല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ എൻഡ് ചിലപ്പോൾ ആ മറ്റേ ലൈനിൽ പോയാൽ ചിലപ്പോൾ ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു എൻഡിലായിരിക്കും ഇത് അവസാനിക്കുക. അപ്പോൾ അതൊരു സിനിമയുടെ എൻഡിലേക്ക് ഫിനാലയിലേക്ക് പോകാൻ വേണ്ടി സെക്കൻഡ് ഹാഫിൻ്റെ മിഡ് തൊട്ടേ ഇവരെ പതുക്കെ ഓരോരുത്തർ കയറ്റിവിട്ട് ആ സെറ്റിങ്സ് ഉണ്ടാക്കിയ ശേഷമാണ് ആ ബ്ലാസ്റ്റ് അവിടെ നടക്കുന്നത്. അതില്ലെങ്കിൽ അത് കുറച്ചൊരു ഫ്ലാറ്റ് ഉണ്ടാവും. കാരണം ഇവിടെ വന്നു ഈ മുറിയിൽ വേറൊരാൾ വന്നു, അയാളുടെ ക്ലോഷർ കാണിച്ചു, ഈ മുറിയിൽ വന്നു അയാളുടെ ക്ലോഷർ കാണിച്ചു, ഇത് അവസാനിക്കുകയില്ല. അപ്പോൾ ഇത് ഒരു പോയിന്റ് കഴിയുമ്പോഴത്തേക്കും ഇത് ഇപ്പോൾ ഒരു സഡൻ പെട്ടെന്ന് തീർന്നു പോയി, പെട്ടെന്ന് നിർത്തി, പെട്ടെന്ന് ഇതാണെന്നാണ് അവർ പറയുന്നത്. ഇല്ലെങ്കിൽ തീരുകയില്ലാതെ ചിലപ്പോൾ പോയേനെ. അപ്പോൾ അതൊരു മറ്റേത് രീതിയിൽ പോയി കഴിഞ്ഞാലും അത് ഫ്ലാറ്റായി പോകാനോ അല്ലെങ്കിൽ കുറച്ച് ക്ലീഷായി പോകാനോ സാധ്യത ഉണ്ടെന്ന് എനിക്ക് തോന്നിയതുകൊണ്ടാണ്
ഞാൻ ഇങ്ങനൊരു ഓപ്ഷൻ എടുത്തത്. ഒരു സിനിമാറ്റിക് എൻ്റെ ഒരു സ്ക്രിപ്റ്റിൻ്റെ ഒരു സ്ട്രക്ചറൽ ഒരു അനിവാര്യതയായിട്ടാണ് എനിക്ക് തോന്നിയത് അത് അങ്ങനെ എൻഡ് ചെയ്യണം എന്നുള്ളത്. ഞാൻ ചോദിച്ചത് ഇടയ്ക്ക് പോലും, അതായത് ആ മസാജ് സെൻറ്ററിൽ പോകുന്ന ഒരു ആണുങ്ങൾ എന്നതിനപ്പുറത്ത് ഒരു സ്ത്രീ പോകുമ്പോൾ എന്നുള്ളൊരു സാധനം പ്ലാനിൽ ആലോചിച്ചായിരുന്നോ? അവർക്കൊരു സെക്ഷൽ എക്സ്പ്ലോറേഷൻ ഞാനങ്ങനെ ആലോചിച്ചിരുന്നു, ഞാനങ്ങനെ കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞില്ല, അതിൻ്റെ ഒരു എസ്തറ്റിക് വൈസും അതൊരു ഭയങ്കര ഓക്വേർഡ് ഒരു സിറ്റുവേഷൻ. അപ്പോൾ അത് വേണ്ടാന്ന് വെച്ചിട്ടാണ് ഞാൻ അങ്ങനെ ഞാൻ കഥകൾ കേട്ടിട്ടുണ്ട്, അങ്ങനെ അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. ആദ്യ സിനിമ ഞങ്ങൾ പ്ലാൻ ചെയ്തത് ദുർഗാകൃഷ്ണനായിട്ടായിരുന്നു. ദുർഗയെ ഞങ്ങളോട് സംസാരിച്ചപ്പോഴും ഈ ഒരു പോയിന്റ് ഞങ്ങൾ ചർച്ച ചെയ്തിരുന്നു. പിന്നെ ദുർഗ തെറാപ്പിസ്റ്റായിട്ട് പിന്നെ ഈ ഡ്രസ്സിൻ്റെ കാര്യത്തിൽ കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ദുർഗയും കുറച്ച് കൺഫ്യൂഷനായി. പിന്നെ ദുർഗയ്ക്ക് ചെയ്യണമെന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ എപ്പോഴെങ്കിലും ഒരു ആർട്ടിസ്റ്റ് ചെറിയൊരു കൺഫ്യൂഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും കൺഫ്യൂസ്ഡ് ആവും. അപ്പം ഞാനും ഇത് എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെന്ന് അറിഞ്ഞുകൂടാത്തതുകൊണ്ട് ഞാനൊരു സെക്കൻഡ് പാർട്ട് വരുമ്പോൾ നമുക്ക് ഒരുമിച്ച് ചെയ്യാം. ദുർഗ അതിനുശേഷം സിനിമ കണ്ട് ഭയങ്കര ഇഷ്ടമായി എന്ന് എന്നോട് പറഞ്ഞു. ഫസ്റ്റ് ഡേ തന്നെ പോയി കണ്ടു കഴിഞ്ഞ് ഭയങ്കര ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞു എന്നോട്. ദുർഗയായിട്ടുള്ള ആദ്യത്തെ ചർച്ചയിൽ ഞങ്ങൾ ഈ കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്തിരുന്നു. എന്തുകൊണ്ട് ഇങ്ങനെ പുരുഷന്മാരുടെ മാത്രം ഫാൻറ്റസീസ് കാണിക്കുന്നു, മറ്റ് ഫാൻറ്റസി എന്തുകൊണ്ട് സ്വാഭാവികമായിട്ടുള്ള ഒരു ആകാംക്ഷയിൽ ഞങ്ങളും കൂടെ ചർച്ച ചെയ്തിരുന്നു. പക്ഷേ പിന്നീട് ഞാനത് വേണ്ടെന്ന് വെച്ചിട്ട് സെക്കൻഡ് ഇത് രഞ്ജനെ ഒബ്സർവ് ചെയ്ത കൂട്ടത്തിൽ ഇതിപ്പം മെട്രോ സിറ്റീസിൽ എനിക്ക് തോന്നുന്നില്ല സ്പാ ഒരു പ്രശ്നമുള്ളതാണ്. ഇതിൻ്റെ പുറത്തേക്ക് സിനിമ തിയേറ്ററിൽ നല്ല സ്ത്രീകൾ വരത്തില്ലെന്ന് വിചാരിച്ചു പറഞ്ഞു. ഇതിൻ്റെ പുറത്തേക്ക് ഒരു സ്പായുടെ റീച്ചിനെ പറ്റി പഠിച്ചായിരുന്നു. ഒരു നോർമൽ ഗ്രാമം അല്ലെങ്കിൽ നോർമൽ ഗ്രാമങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇപ്പം നമ്മളിപ്പോൾ എന്നോട് എറണാകുളത്തെ സ്പായിൽ പറയായിരുന്നു, അവിടുന്ന് വണ്ടി പിടിച്ചിട്ട് ഗ്രാമങ്ങളിൽ ആളുകൾ വരുമായിരുന്നു. ഞായറാഴ്ച അവധി ദിവസങ്ങൾ വണ്ടി പിടിച്ചിട്ട് ബസ്സിനൊക്കെ ആളുകൾ ഇവിടെ സ്പായിൽ വരുമായിരുന്നു. പക്ഷെ ഇപ്പോൾ വരാറില്ല, കാരണം അവർ വന്നുകൊണ്ടിരുന്ന ഗ്രാമങ്ങളിലെല്ലാം സ്പാ തുടങ്ങി. പക്ഷെ അതിന് എന്താ വെച്ചാൽ ഈ ആക്ച്വലി നമുക്കൊരു റിലീഫൊക്കെ കിട്ടും. നമുക്ക് വൈകുന്നേരം ഒരു സ്പായിൽ പോയി ഒരു തെറാപ്പി ചെയ്താൽ ചിലപ്പോൾ നമ്മൾ ഷൂട്ട് കഴിഞ്ഞിട്ട് നമ്മുടെ ആർട്ടിസ്റ്റുകളൊക്കെ പോകാറുണ്ടായിരുന്നു. അതിനകത്ത് വന്ന ആർട്ടിസ്റ്റുകളെല്ലാം ഈ നമ്മളതിൻ്റെ കൂടെ ഒറിജിനൽ തെറാപ്പിസ്റ്റുകളൊക്കെ നിർത്തിയിരുന്നു. നമ്മുടെ അതിനകത്തൊരു ഫിസിയോതെറാപ്പിസ്റ്റ് ഉണ്ടായിരുന്നു, ഒരു ആയുർവേദ ഡോക്ടർ ഉണ്ടായിരുന്നു, ഒരു സ്പാ തെറാപ്പിസ്റ്റ് ഉണ്ടായിരുന്നു, പിന്നെ വേറെ ഫിസിയോതെറാപ്പിസ്റ്റുകളൊക്കെ ഇടയ്ക്ക് വരുമായിരുന്നു. അപ്പോൾ ഇവരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യും. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സ്പായിൽ പോകുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇതിൻ്റെ പലതരം ടെക്നിക്കുകളാണ് അപ്ലൈ ചെയ്യുന്നത്. ഈ ഡോക്ടേഴ്സൊക്കെ ഉണ്ടാവും കൂടെ, അവരെല്ലാവരും ഇങ്ങനെ ഇതിനെക്കുറിച്ച് സംസാരിക്കാറുണ്ടായിരുന്നു. വൈകുന്നേരങ്ങളിൽ ഇവർ ഷൂട്ടിംഗ് സെറ്റിൽ നിന്ന് സ്പായിൽ പോകുമായിരുന്നു. കാരണം അതൊരു ഭയങ്കര ഒരു മെൻ്റൽ ആൻഡ് ഫിസിക്കൽ റിലീഫ് കിട്ടുന്നതുകൊണ്ടാണ് അത് അവിടെ പോകുന്നത്. അവർക്ക് കൃത്യമായിട്ട് ഒന്ന് സ്പാ കഴിഞ്ഞിട്ടൊന്ന് കിടന്നുറങ്ങാനായിട്ടൊരു സുഖം തോന്നും, ഒരു റിലാക്സേഷൻ കിട്ടും. അത് അങ്ങനെയുള്ളത് ആ തെറാപ്പി ആക്ച്വലി നല്ലതാണ്. ആ തെറാപ്പി ഗുണകരമാണ്. ഞാൻ സിനിമയിൽ പറഞ്ഞതുപോലെ ഈ റെയ്ഡ് പേടിച്ചിട്ട് ഇത് പ്രൊഫഷണൽ സ്ഥലമാണോ അൺപ്രൊഫഷണൽ സ്ഥലമാണോ, എങ്ങാനും റെയ്ഡ് ചെയ്ത് പിടിച്ചാലോ, അപ്പോൾ ഈ സ്ഥലം കൃത്യമായിട്ടുള്ള ഒരു സ്ഥലമാണോ, ഇത് റെയ്ഡ് ചെയ്ത് പിടിക്കപ്പെടുമോ എന്ന് പേടിച്ചിട്ടാണ് ആൾക്കാർ പോകാത്തത്. ആക്ച്വലി പോകുന്നത് ഒരു റിലാക്സേഷൻ നല്ലതാണ്. പക്ഷേ ശരിക്കും എനിക്ക് പ്രൊമോ സമയത്ത് ശ്രുതി ഇങ്ങനെ ചോദിക്കുന്നതാണ്, നിങ്ങളാരും സ്പായിൽ പോയിട്ടില്ലെന്ന്. പക്ഷേ എനിക്ക് മെജോറിറ്റി ആൾക്കാർക്കും ഒരു ഫിനാൻഷ്യൽ വൈസ് നോക്കുവാണെങ്കിൽ നമുക്ക് ഫിനാൻഷ്യൽ വൈസ് ഒരു ലക്ഷറി ആണെന്നുള്ളതാണ് ഇതിന് നമ്മൾ എല്ലാവരും ഒന്ന് പുറകോട്ട് വലിക്കുന്നത്. കാരണം 2000 to 3000 റുപ്പി പെർ അവർ നമ്മൾ ചാർജ് ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ ചിലപ്പോൾ ഒരു മാസത്തിലൊരിക്കലോ ഒക്കെ ഉള്ളവർ ചിലപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമായിരിക്കും. ഈ 3000 എന്നുള്ള തുക ഒരല്പം അതിൻ്റെ ഒരു പ്രശ്നം. മാസത്തിൽ ഒരിക്കൽ പോലും എനിക്ക് തോന്നുന്നില്ല. അതായത് ഒരു നോർമൽ മിഡിൽ ക്ലാസ് ഫാമിലിക്ക് മാസത്തിൽ ഒരിക്കൽ മൂവി 300-500 റുപ്പീസ് ആണ് അവരുടെ റിലാക്സേഷൻ. അപ്പം അവർക്ക് അതായത് മൂവി എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും ചീപ്പായിട്ടുള്ള ഒരു എൻ്റർടൈൻമെൻറ്റ് ഒരു സാധനമാണ്. കാരണം 150 രൂപയ്ക്ക് വേണം. ഇപ്പോൾ പോപ്കോൺ കഴിക്കുന്നില്ലെങ്കിൽ 150 രൂപ, 150 രൂപ അല്ലെങ്കിൽ പെട്രോൾ ചാർജ് ഇറക്കാൻ ഇത്രയും പൈസയ്ക്ക് അത് തീരും. 150 രൂപയ്ക്ക് നമുക്ക് കാണാൻ പറ്റുന്ന വേറെ എൻ്റർടൈൻമെൻറ്റ് ഒരു സാധനം ഇല്ല. വേറെ എവിടെ പോയായിരുന്നു നാടകം കാണണമെങ്കിൽ പോലും നമ്മളതിൻ്റെ ഏറ്റവും മുന്നിൽ നിന്നാണ് കാണുന്നതെങ്കിൽ ടിക്കറ്റ് ഷോ ആണെങ്കിൽ ഭയങ്കര പൈസയല്ലേ വരിക. വേറെ എന്തിനും പോയാലും. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇത്രയും പണം മുടക്കി ഇത്രയും സൗണ്ട് ക്വാളിറ്റിയിൽ ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരു കംഫർട്ട് സീറ്റിൽ ഇങ്ങനെ ഇരുന്നത് നമുക്ക് കാണാൻ പറ്റുന്ന ലോകത്തിലെ ഏറ്റവും വില കുറഞ്ഞൊരു
എൻ്റർടൈൻമെൻ്റ് ഒരു സാധനം സിനിമ തന്നെയാണ്. അതുകൊണ്ടാണ് ഈ സിനിമ അത് നമുക്ക് ചിലപ്പോൾ മൊബൈലിൽ നിന്ന് കാണുമ്പോഴോ നമ്മൾ ചിലപ്പോൾ മറ്റൊരു സ്ഥലത്ത് നിന്ന് കാണുന്നതോ കാണാത്തൊരു എക്സ്പീരിയൻസ് തിയേറ്റർ ഹാളിൽ നിന്ന് കിട്ടുന്നതുകൊണ്ടാണ് ഈ സിനിമ ഒരിക്കലും അത് ആ സിനിമയുടെ ഒരു മാജിക്ക് അവസാനിക്കില്ല. നിങ്ങൾക്ക് 3000 റുപ്പീസിന് സ്പായിൽ പോകാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 250 റുപ്പീസിനടക്കം നിങ്ങൾക്ക് എബ്രിട്ടെയിൻ സ്പായിൽ പോകാം. കറൻ്റ്ലി തിയേറ്ററിൽ ഓടുന്നുണ്ട്, നിങ്ങൾക്ക് അത് എക്സ്പീരിയൻസ് ചെയ്യാം. സ്പായുടെ ഒരു അൺപ്രൊഫഷണൽ സ്പായുടെ ഒരു ടെറൈൻ കറക്റ്റായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ എക്സ്പ്ലോർ ചെയ്യാൻ അത് യൂസ്ഫുൾ ആയിരിക്കും. എൻ്റെ ഫ്രണ്ടൊക്കെ കണ്ടിട്ട് വന്നിട്ട് ഭയങ്കര രസമായിട്ട് അവർ കുറേ സ്ഥലത്ത് റിലേറ്റ് ചെയ്യാൻ പറ്റിയ നമ്മൾ ഇന്ന് തന്നെ പോയി കാണണല്ലേ ജോർജ്? ശരിക്കും എനിക്ക് നീ എല്ലാവരും ഇങ്ങനെ തന്നെ പറയുന്നു. കൂട്ടത്തിൽ കുറച്ചുകൂടെ കൂടുതൽ മൂവി കാണുന്ന ആൾ ഞാനാണ്. ഞാൻ മിക്കവാറും എല്ലാ പടങ്ങളും ഇങ്ങനെ കവർ ചെയ്ത് പോകുന്ന ഒരാളാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ സജസ്റ്റ് ചെയ്യുമ്പോൾ അടുത്ത റൗണ്ട് ഇവർ പോകുന്ന രീതിയിലാണ് പോകുന്നത്. എനിക്ക് ഷൈൻ ചേട്ടനൊരു സാധനം കൂടുതൽ മനസ്സിൽ ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ സംസാരിച്ചത് എനിക്കൊന്നുമില്ല തീരുമെന്ന് തോന്നുന്നില്ല. കാരണം നമ്മളിങ്ങനെ പറഞ്ഞു ഞങ്ങൾ വിചാരിച്ച എല്ലാ സിനിമകളും എടുത്ത് ഇങ്ങനെ കഥ പറഞ്ഞു പോകുന്ന വിചാരിച്ചത്. എനിക്ക് അത്യാവശ്യം രണ്ട് കാര്യം വെച്ചാൽ പൂമരം ഞങ്ങളുടെ ഇടയിൽ ഇന്റേണൽ ഡിസ്കഷനുകളാണ്. ശരിക്കും പൂമരം ഷൈൻ ചേട്ടൻ പ്ലാൻ ചെയ്തത് സെൻറ്റ് തെരേസാസിലെ ഒരു ചെയർപേഴ്സൺ അല്ലെങ്കിൽ മഹാരാഷ്ട്രയിലെ ചെയർമാനെ മനസ്സിൽ കണ്ടല്ല ഒരാളെ ഫോളോ ചെയ്താണ് എഴുതി. ഞങ്ങളുടെ ഇടയിൽ ഞങ്ങളുടെ ഒരു കൂട്ടുകാരിയെ പറ്റി ഞങ്ങൾ പറയാറുണ്ട്, പുള്ളിക്കാരുടെ കഥയാണ് എന്ന് ഞങ്ങൾ പറയാറുണ്ട്. ശരിക്കും അങ്ങനെ ഒരാളെ ഫോക്കസ് ചെയ്തിരുന്നു? ഇല്ല, പൂമരത്തിൻ്റെ ഫസ്റ്റ് തോട്ട് ഞാൻ തലവലപ്പം ദേവസ്വം ബോർഡ് കോളേജിലാണ് പഠിച്ചിരുന്നത്. അപ്പോൾ അവിടുന്ന് ഞാൻ മിമിക്രി കോമ്പറ്റീഷന് ഞാൻ പോകുന്ന സമയത്ത് അവിടുന്ന് ആ സമയത്ത് ഒരു 94 ആ സമയത്ത് കോളേജിൽ നിന്നൊരു ബസ്സിന് എല്ലാവരും കൂടെ പോവുക അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. അവിടെ അങ്ങനെ വലിയ ഫണ്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരുപാട് പേര് മത്സരിക്കാൻ പോകുന്നവരുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ പോയ സമയത്ത് ഞാൻ മാത്രമാണ് പോയത്. അതിന് പിറ്റേ ദിവസം വേറെ കുറച്ച് പേര് വന്നു. വളരെ ചുരുക്കം ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ. അതിനകത്ത് രാജേഷ് വർമ്മ എന്ന് പറഞ്ഞിട്ടൊരു നമ്മുടെ സീനിയർ സ്റ്റുഡൻ്റ് ഉണ്ടായിരുന്നു. പുള്ളി പോയി കവിതാരചനയ്ക്കും കവിതാ പാരായണത്തിനൊക്കെ സമ്മാനം അടിക്കും. പുള്ളിയാണ് ആൻ്റണിയുടെയൊക്കെ സ്ക്രിപ്റ്റ് റൈറ്റർ. അപ്പം ഞാൻ പോകുന്ന സമയത്ത് ഈ യൂണിയൻ ഫണ്ടില്ല. എൻ്റെ കയ്യിൽ നിന്ന് തന്നെ പൈസ മുടക്കി ഞാൻ തിരുവല്ലയിലാണ് പോകുന്നത്, മത്സരിക്കാൻ വേണ്ടി പോകുന്നു. അവിടെ ചെല്ലുന്നു, അവിടെ മത്സരത്തിൽ പങ്കെടുക്കുന്നു. അപ്പോൾ ഈ ആംബിയൻസ് നമ്മുടെ മനസ്സിൽ കിടക്കും. ഞാൻ ഫസ്റ്റ് ടൈമാണ് യൂത്ത് ഫെസ്റ്റിവലിലും പോകുന്നത്. അപ്പോൾ അവിടെ ചെല്ലുന്നു, അവിടെ എനിക്ക് താമസിക്കാൻ പൈസ വീട്ടിൽ നിന്നൊക്കെ പൈസ അങ്ങനെ തന്നുവിടില്ല. അപ്പോൾ എൻ്റെ ചുരുങ്ങിയ പൈസയേ ഉള്ളൂ. അവിടെ ലോഡ്ജിൽ നിൽക്കാൻ പൈസയില്ല. അപ്പോൾ അവിടെ ഒരു ബെഞ്ച് അടുപ്പിച്ചിട്ട് ക്ലാസ് മുറി കിടന്ന് ഉറങ്ങിയാലോ എന്ന് ആലോചിക്കുന്നു. പക്ഷേ അത് പിറ്റേ തൊണ്ടയ്ക്ക് പ്രശ്നം ഉണ്ടാകുമെന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ സ്റ്റക്കായിരിക്കുമ്പോൾ ഒരു മനുഷ്യൻ എന്നെ വിളിച്ച് പുള്ളി വീട്ടിൽ കൊണ്ട് അവരുടെ ഫാമിലിയോട് താമസിപ്പിക്കുന്നു. പിറ്റേ ദിവസം ഞാൻ കോമ്പറ്റീഷൻ പങ്കെടുക്കുന്നു, തിരിച്ചു വരുന്നു. ഒന്നും സമ്മാനമൊന്നും കിട്ടുന്നില്ല. പക്ഷേ ഈ തലേ ദിവസം പിറ്റേ ദിവസം പോയി 2 ദിവസം ഭയങ്കര രസകരമായിട്ടുള്ള ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നു. അതിനൊരു ആംബിയൻസ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അപ്പോൾ അത് ഒരു 5 ദിവസമാണെങ്കിൽ 5 രാപ്പകലുകൾ എത്രത്തോളം ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും എന്നുള്ള എൻ്റെ തോട്ടിലാണ് ഞാൻ ഈ സിനിമ പ്ലാൻ ചെയ്തത്. 5 യുവനോത്സവത്തിൻ്റെ 5 രാപ്പകലുകൾ. ഈ 5 രാപ്പകലുകളുടെ ഇടയ്ക്കുള്ളൊരു പ്രണയമായിരുന്നു എൻ്റെ സിനിമയുടെ ആദ്യ പ്ലാൻ. അത് ഞാൻ അതിന് നമ്മുടെ മുഖ്യധാര ആക്ടേഴ്സ് ഇൻട്രസ്റ്റ് കാണിച്ചിട്ടുള്ള ഒരു സിനിമയായിരുന്നു അത്. പക്ഷേ ആ സമയത്ത് ഡേറ്റിൻ്റെ ചെറിയ ക്ലാഷും എൻ്റെ ക്ഷമയില്ലായ്മയും ഒക്കെ കാരണം എനിക്ക് തോന്നി എനിക്കിത് പെട്ടെന്ന് തുടങ്ങണം തോന്നി. പെട്ടെന്ന് തുടങ്ങുന്ന പോയിന്റിലാണ് എന്നെ ജയറാമേട്ടൻ വിളിക്കുകയും കണ്ണനെ ഇൻട്രൊഡ്യൂസ് ചെയ്താലോ എന്ന് ചോദിക്കുകയും അങ്ങനൊരു പടം പ്ലാൻ ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഈ ഡിസൈനിലേക്ക് വന്നപ്പോൾ എൻ്റെ പ്രണയകഥ 2 കാലഘട്ടങ്ങൾ അത് ചിലപ്പോൾ ഇത് വെളിപ്പെടുത്തണ്ട. അപ്പോൾ ആ പ്രണയകഥയ്ക്ക് കാളിദാസ് വന്നപ്പോൾ ഞാനിതിൻ്റെ കഥ മുഴുവനൊന്ന് പൊളിച്ചു മാറ്റി. അപ്പോൾ ആദ്യം എൻ്റെ മനസ്സിലുണ്ടായിരുന്ന മറ്റ് ആക്ടേഴ്സ് കമ്മിറ്റ് ചെയ്തിട്ടുള്ള കഥയല്ല ഞാൻ പിന്നീട് പൂമരാക്കി ചെയ്തത്. അപ്പോൾ ഞാനത് കാളിദാസിന് വേണ്ടിയിട്ട് രണ്ടാമത് അവൻ്റെ പ്രായത്തിലേക്ക് വേണ്ടിയിട്ട് കഥയെ വേണ്ടി ഞാൻ റീസെറ്റ് ചെയ്തു. അങ്ങനെ റീസെറ്റ് ചെയ്തപ്പോഴാണ് ഞാൻ ഈ മഹാരാജാസ് സെൻറ്റ് തെരേസാസ് കോളേജ് എന്ന് പറയുന്നൊരു
പരിപാടിയിലേക്ക് പോയത്. അത് ഞാൻ കോളേജിൽ പോകുമ്പോൾ, ഞാൻ അല്ല സാർ കോളേജിൽ പോകുമ്പോൾ ആ സമയത്ത് സെൻറ് തെരേസസ് കോളേജ്, അന്ന് തൂലിക എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയായിരുന്നു അവിടുത്തെ ചെയർപേഴ്സൺ. അപ്പോൾ അവർ മൂന്നാമത് നിലവിലുള്ള ചാമ്പ്യന്മാരായിട്ടുള്ള സെൻറ് തെരേസസ് കോളേജ് 3ാം സ്ഥാനത്തേക്ക് തള്ളി നിൽക്കുകയാണ്. അപ്പോൾ ഈ തൂലിക എന്ന് പറഞ്ഞ പെൺകുട്ടി അവളിങ്ങനെ ഫൈറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുക, നിന്ന്. അപ്പോൾ ഈ പെൺകുട്ടി ഇവിടെ ഒരു ഫയർ നമ്മൾ കാണുന്നുണ്ടല്ലോ, ഇവളിങ്ങനെ ഫൈറ്റ് ചെയ്ത് നിൽക്കുന്നു. അവളുടെ കൂടെയുള്ള ഫ്രണ്ട്സ് ഇങ്ങനെ ഇവരൊരു എൻഡിലേക്ക് വന്നപ്പോൾ ഇവർ തന്നെ കപ്പടിച്ചു. അതായത് ഒരു 3ാം സ്ഥാനത്തേക്ക് 4ാം ദിവസത്തേക്ക് തള്ളിപ്പോയ ഇവർ ഇത് തീരാറാകുമ്പോൾ അവർ കപ്പടിച്ചു. അപ്പോൾ ഈ സ്പിരിറ്റ് ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ ഈ കോളേജുകൾ തമ്മിലുള്ള മത്സരവും വാശിയും ഞാൻ കാണുന്നുണ്ട്. ഇത് ഞാൻ പേഴ്സണൽ എക്സ്പീരിയൻസ് ചെയ്തില്ല. കാരണം ഞാൻ പോയ കോളേജിൽ ഇങ്ങനെ യൂണിയനോ പോലും ഇല്ലാതിരുന്ന ഒരാൾ ഒറ്റയ്ക്ക് പോയ എൻ്റെ കഥയും അങ്ങനെയായിരുന്നു. ഇതിങ്ങനെ ഒരു കഥ അപ്പം ഞാൻ നേരിട്ട് കണ്ടല്ലോ ഇത്. അപ്പം ഞാൻ ഇത് പതുക്കെ കൊണ്ട് ഇതിനകത്തേക്ക് ഫിറ്റും ചെയ്തു. അത് എൻ്റെ ആദ്യത്തെ കഥയായിരുന്നില്ല. അപ്പം സ്വാഭാവികമായിട്ടും മഹാരാജൻ സെൻറ് തെരേസസും തമ്മിലുള്ള കഥയാക്കി മാറ്റിയത് കാളിദാസൻ ഇതിനകത്തേക്ക് എൻട്രി ആയ ശേഷമാണ്. ഈ കഥയിലേക്ക് വന്ന് സിനിമ ഷൂട്ട് ചെയ്യാൻ തീരുമാനിച്ച ശേഷമാണ് ഈ കഥയ്ക്ക് ഇങ്ങനൊരു മാറ്റം വരുത്തിയത്. നമ്മുടെ ഇന്ത്യൻ കഥ സത്യമാണ്. ഞങ്ങൾ പറഞ്ഞ ഇന്ത്യൻ കഥ സത്യമാണ്. ആണോ? ഓ ശരി. നിങ്ങൾ എന്തായിരുന്നു ഇന്ത്യൻ കഥ പറഞ്ഞത്? ഇയാളെ ആണ് ഫോക്കസ് ചെയ്തത്. തൂലിക പരിചയം ഉണ്ടായിരുന്നോ? ആണോ? ശരി. തൂലിക. പിന്നെ അതിന് ശേഷം ആ ഷൂട്ട് തുടങ്ങുമ്പോൾ ഡോണയായി അവിടുത്തെ ചെയർപേഴ്സൺ. പിന്നെ ആ സമയത്ത് ഈ ഇവരെ ഒന്നാമതെത്തിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്ത് അർച്ചിത എന്ന് പറഞ്ഞ പെൺകുട്ടിയായിരുന്നു. അർച്ചിതയായിരുന്നു ആ സമയത്ത് 3-4 വർഷം അടുപ്പിച്ച് കലാതിലകമായിരുന്നു. അപ്പോൾ തൂലികയുടെ ഒരു പ്രധാന ആയുധം അർച്ചിതയായിരുന്നു. പിന്നീട് ഞാൻ അർച്ചിതയെ പരിചയപ്പെടുകയും അർച്ചിത വഴിയാണ് ഞാൻ ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്ക് എനിക്ക് മഹാരാജസിലെ കുട്ടികളെ കണക്ഷൻ വന്നതും ബാക്കിയുള്ള എല്ലാവരുമായിട്ടും മഹാരാജ് കോളേജിൽ ആ സമയത്ത് ചെയർമാൻ നാസിലായിരുന്നു. അങ്ങനെ അവരെങ്ങനെ ലിങ്ക് ചെയ്ത് കണക്ട് ചെയ്ത യൂത്ത് ഫെസ്റ്റിവൽ വിങ്ങിലെല്ലാം. പിന്നെ യൂത്ത് ഫെസ്റ്റിവലിൽ പിള്ളേരിൽ നിന്നാണ് കണക്ട് ചെയ്ത് അങ്ങനെ ഞാൻ അവരുടെ കൂടെയായിരുന്നു. അവരിൽ നിന്ന് സംസാരിച്ചിട്ടാണ് പിന്നീട് ആ സിനിമ അതങ്ങനെ ഇവോൾവ് ചെയ്ത് അങ്ങനെ അതാണ് അത് ഫോമായി വന്നത്. അത് എൻ്റെ കഥ ഞാൻ സിനിമ ചെയ്യാൻ വെച്ചിരുന്ന കഥയായിരുന്നില്ല. അത് പിന്നീട് ഇവരുടെ കൂടി അതങ്ങനെ ഡെവലപ്പായി വന്നത്. ആർട്ടിസ്റ്റ് നമ്മൾ ചെയ്ത ആർട്ട് ഫോം കൺസീവ് ചെയ്ത് കംപ്ലീറ്റ് ആയിരിക്കും. പക്ഷെ അത് കൊമേഴ്ഷ്യലി സെറ്റ് ബാക്സ് വരുമ്പോൾ എനിക്കത് അങ്ങനെയല്ലായിരുന്നു. ഒരു കൊമേഴ്ഷ്യൽ പക്കാ ക്യാമ്പസ് എൻ്റർടൈൻമെൻ്റ് ആയിട്ട് ചെയ്യാൻ അങ്ങനെയൊക്കെ തോന്നാറുണ്ടോ? അത് നമ്മളൊരു സിനിമ നമ്മൾ ചെയ്താൽ പിന്നെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ സിനിമ ചെയ്ത് പൂർത്തിയായി നമ്മൾ തിയേറ്ററിൽ വന്നു. പിന്നെ നമ്മൾ ഇത് പുറകിലേക്ക് പോയിട്ട് നമുക്ക് തിരുത്താൻ പറ്റില്ല. അതങ്ങനെ ചെയ്യാമായിരുന്നു ഇങ്ങനെ ചെയ്യാമായിരുന്നു എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. ഇതായിരുന്നു അതിൻ്റെ വിധി. ഈ സിനിമ ഇങ്ങനെയാണ് സംഭവിക്കേണ്ടത്. ആ സിനിമ നമ്മളത് പല പ്രാവശ്യം ആലോചിച്ച് നമ്മൾ ഈ പോയിന്റിലേക്ക് എത്തി നമ്മൾ ആ സിനിമ ചെയ്തു. അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ നന്നാകുമായിരുന്നേനെ എന്ന് ചിലപ്പോൾ പിന്നീട് തോന്നാം. പക്ഷേ അതിനെക്കുറിച്ച് വലുതായിട്ട് അതിനെക്കുറിച്ച് അങ്ങനെ ആലോചിച്ചിട്ട് കാര്യമില്ല. ഇപ്പോൾ ലാൽ ജോസ് സാറിൻ്റെ വഴക്ക് പറഞ്ഞു, എടാ നിൻ്റെ 200 ദിവസം ഓടേണ്ട സിനിമയായിരുന്നു നിൻ്റെ ആദ്യത്തെ കഥ, നീ എന്തിനാണത് മാറ്റി? കാരണം ലാൽ ജോസ് സാറിൻ്റെ ആദ്യത്തെ കഥ അറിയായിരുന്നു. അപ്പോൾ സാറിൻ്റെ വഴക്ക് പറഞ്ഞിട്ടുണ്ട്. സാർ പറഞ്ഞു എനിക്ക് ഈ സിനിമയ്ക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല, ഈ സിനിമ രസമുണ്ട്, നീ നിൻ്റേതായ രീതിയിൽ ചെയ്തിട്ടുണ്ട്. എനിക്ക് സാർ വളരെ മോശം അഭിപ്രായം കേട്ട ശേഷമാണ് സിനിമ കണ്ടത്. പക്ഷേ എനിക്കങ്ങനെ മോശം സാർ തിയേറ്ററിൽ കണ്ടില്ല. സാർ പിന്നീട് ഞാൻ സാറിന് പടം കാണിക്കുക ചെയ്തത്. അപ്പോൾ സാറ് പറഞ്ഞു എനിക്കങ്ങനെ മോശം തോന്നിയില്ല, രസമുണ്ട്, പക്ഷെ നിൻ്റെ ആദ്യ സിനിമ കഥ ഇതിനേക്കാളും നല്ലതായിരുന്നു എന്ന് സാറ് പറഞ്ഞിരുന്നു. പക്ഷേ ശരിക്കും അത് ഇപ്പം 2016 അത് ചെയ്യുന്നത്. അപ്പോൾ ഒരു 10 വർഷം കഴിഞ്ഞില്ലേ. അപ്പോൾ ശരിക്കും കഥകളുടെ കാലിക പ്രസക്തി നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമുണ്ടല്ലോ. അപ്പം ഒരു സമയത്ത് അത് ചെയ്യാതിരുന്നതിൽ അല്ലെങ്കിൽ ഇത് ഇനിയും ചെയ്യാമെന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടോ അതിനകത്ത് ആ സബ്ജക്റ്റിൽ? നമ്മുടെ ഒരു ഹ്യൂമൻ ഇമോഷൻസ് എന്ന് പറയുന്നതിന് ഈ കാലം ഒരു പ്രശ്നമല്ല. അതെല്ലാ കാലത്തും ഹ്യൂമൻ ഇമോഷൻസ് നമുക്ക് കാണുമ്പോൾ മനുഷ്യന്മാർ തമ്മിലുള്ള റിലേഷൻ ഉണ്ടാക്കുന്ന ഒരു കണക്റ്റ് ഉണ്ടല്ലോ. ഈ കണക്റ്റ് നമുക്ക് വർഷങ്ങൾ കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. അതുകൊണ്ടാണ് ഇന്നും നമുക്ക് മഹാഭാരതവും രാമായണവും ഒക്കെ ഇന്നും നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള
ഒന്ന് ഇന്ന് പറയുമ്പോഴും നമുക്കിത് കണക്റ്റ് ആവുന്നത് അത് ഒരു പർട്ടിക്കുലർ കാലത്തെ ഒരു കഥയല്ല. നമ്മളിന്ന് പഴയ കാലത്തെ കഥകളെടുത്തിട്ട് ഇന്ന് സിനിമ ചെയ്യുമ്പോഴും നമുക്ക് ആ സാധനം കിട്ടുന്നത് അന്നത്തെ ഈ ഗാഡ്ജറ്റ്സ് മാറുന്നുണ്ടാവും. നമുക്ക് അന്ന് മൊബൈലോ ഫോണിലായിരിക്കും, ഇത് ടി വിയിലായിരിക്കാം, അല്ലെങ്കിൽ വണ്ടിയിലായിരിക്കാം, അല്ലെങ്കിൽ കാൽനടയായിട്ട് പോയിട്ടുള്ള ആൾക്കാരായിരിക്കാം, കുതിരപ്പുറത്ത് പോയിട്ടുള്ള ആളുകളായിരിക്കാം. അപ്പോൾ ഇതിന് ഇടയ്ക്കുള്ള എന്ത് സാധനങ്ങൾ മാറിയാലും ഈ മനുഷ്യനും തമ്മിലുള്ള ഒരു റിലേഷൻ എന്ന് പറയുന്നത് അത് നമുക്ക് എപ്പോഴും വേണമെങ്കിലും ആ കണക്റ്റ് നമുക്ക് കിട്ടും. അത് ഇന്ന സ്ഥലത്ത് ഇന്ന കാലത്ത് എന്നുള്ളത് നമ്മളൊന്ന് എസ്റ്റാബ്ലിഷ് ചെയ്താൽ മതി. ആ ഏരിയ നമ്മൾ വൺസ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു, ഇന്ന സ്ഥലത്താണ്, ആ സമയത്ത് ഇന്ന വർഷമായിരുന്നു, ഇന്ന കാലത്തായിരുന്നു. വർഷം പറയുക തന്നെ ഇല്ലയെന്ന് വിചാരിക്കും. ഒരിടത്ത് ഒരിക്കൽ എന്ന് പറഞ്ഞ ശേഷവും നമ്മൾ കഥ കാണിച്ചു തുടങ്ങി നമ്മൾ അതിനകത്തേക്ക് ഇന്നായി കഴിഞ്ഞാൽ ഇവിടെ ഈ മനുഷ്യൻ, ഇവിടെ ഈ മനുഷ്യൻ, ഇവിടെ ഈ മനുഷ്യൻ, ഇവിടെ ഈ മനുഷ്യൻ, ഈ മനുഷ്യരുടെ കഥ പറയുമ്പോൾ ഈ മനുഷ്യന്മാർ തമ്മിലുള്ള കണക്റ്റ്, ഇവർ തമ്മിലുള്ള ഹ്യൂമൻ ഇമോഷൻ, അതിനിപ്പോൾ ആഫ്രിക്കയിലായാലും ശരി, ഇനി എവിടെയായാലും ശരി, നമുക്കിത് മനസ്സിലാവും. ഇത് മനസ്സിലായി കഴിഞ്ഞാൽ നമുക്കിത് കിട്ടും. അപ്പോൾ ഹ്യൂമൻ ഇമോഷൻസ് കണക്ട് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് നമുക്കിപ്പോൾ ലയൺ കിങ് എന്ന് പറഞ്ഞ സിനിമ കാണുമ്പോൾ നമ്മൾ മനുഷ്യൻ്റെ ഇമോഷനായിട്ടാണ് അതിനെ കണക്ട് ചെയ്യുന്നത്. മൃഗങ്ങൾക്ക് ഇത്രത്തന്നെ ഇമോഷൻസ് ഉണ്ടോ ഇല്ല എന്ന് നമുക്ക് അറിഞ്ഞില്ല. ഇവർ തമ്മിൽ ഉണ്ടാവും. കാരണം അമ്മ കുട്ടി എന്ന് പറയുന്നത് എല്ലാ സ്ഥലത്തും ആ ഇമോഷൻ ഉണ്ടല്ലോ. അപ്പോൾ ഈ ഇമോഷണൽ നമുക്ക് എവിടെ പോയിന്റ് കണക്ട് കിട്ടുന്നോ ആ പോയിന്റിൽ നമ്മളതിലേക്ക് ഇന്നാവും. അതുകൊണ്ടാണ് ചിലപ്പോൾ സിനിമ ചെയ്യുമ്പോൾ ആളുകൾ ചിരിപ്പിക്കുന്ന പടങ്ങളൊക്കെ ആൾക്കാർ ചിരിച്ചു എന്ന് പറയും, ആൾക്കാർ ഞങ്ങൾ പൊട്ടിച്ചിരിച്ചു എന്ന് പറയും. ചില സാധനങ്ങൾ ചിരി മാത്രം മതിയായിരിക്കും. അവർ ചിലപ്പോൾ ഇമോഷണലി കണക്ട് ചെയ്തില്ലെങ്കിൽ പോലും ചിരിച്ചു കഴിഞ്ഞാൽ അവർ ഇറങ്ങേണ്ടത് ചിരിക്കാനുണ്ട്, രസമുണ്ടെന്ന് പറഞ്ഞിട്ട് പോകും. അല്ലാത്ത പടങ്ങളിൽ ഒന്ന് തൊട്ടാൽ, എവിടെയെങ്കിലും ഒരു ഹൃദയത്തെ തൊട്ടാൽ അത് ഓർത്തിരിക്കും ആൾക്കാർ. ശരിക്കും അല്ലേ ഈ ഹ്യൂമൻ ഇമോഷൻസ് ഇപ്പം രാമായണം മഹാഭാരതം ബേസിക്കലി അത് തന്നെയാണ്, ഹ്യൂമൻ ഇമോഷൻസ് ഇൻട്രാക്ഷൻസ് തന്നെ. പ്രണയം ഭയങ്കര എവിഡൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഇമോഷനാണ് വർഷങ്ങളായിട്ടുള്ള നമ്മൾ എന്നും ഹിറ്റ് സിനിമ ഉണ്ടാക്കുന്നത്. പക്ഷേ ചില സിനിമകൾ നമുക്കറിയാം എവർഗ്രീൻ ക്ലാസിക്കുകളായിരിക്കും ഒരു സമയത്ത്, പക്ഷെ ഒരു കാലഘട്ടം കഴിഞ്ഞ് നമുക്ക് തന്നെ നമ്മൾ കളക്ട് ചെയ്യുമ്പോഴത്തേക്ക് അത് അന്ന് ഹിറ്റായി, ഇന്നൊരിക്കലും ഹിറ്റ് ആവത്തില്ല, അല്ലെങ്കിൽ ഇന്ന് കാണുമ്പോൾ ക്രിഞ്ചാണെന്നൊക്കെ ആൾക്കാർ പറയുന്നത്, അങ്ങനെ ഒരു പ്രശ്നമുണ്ടല്ലോ. അത് ബാധിക്കത്തില്ലേ? പക്ഷെ എല്ലാത്തിനെയും ബാധിക്കും. ഈവൻ മണിച്ചിത്രത്താഴ് അന്നും ഇന്നും എന്നും ഒരേപോലെ പോകുന്നൊരു സാധനമാണ്. പക്ഷേ ചില സിനിമകൾ നമുക്കറിയാം അന്ന് ഭയങ്കര ഹിറ്റായിരുന്നു, ചർച്ചയായിരുന്നു, പക്ഷെ ഇപ്പോഴത്തേക്ക് വരുമ്പോൾ നമുക്കത് അത് പ്രണയം മാത്രമല്ല, അത് ചിലപ്പോൾ ഒരു കാലത്ത് ഹിറ്റായിട്ടുള്ള ആക്ഷൻ പടമോ ത്രില്ലർ പടമോ ഒക്കെ ചിലപ്പോൾ പിന്നീടൊരു കാലത്തെ അതിജീവിച്ചെന്ന് വരില്ല. പക്ഷേ ആ പർട്ടിക്കുലർ ടൈമിൽ, ആ പർട്ടിക്കുലർ കാലത്ത് അത് വലിയ ഒരു വിജയം, ഒരു കൊമേഴ്സ്യൽ വിജയമായിരിക്കാം. പിന്നീടൊരു കാലത്ത് ചിലപ്പോൾ കാണുമ്പോൾ പിന്നീടൊരു ആ കാലത്തുനിന്നല്ലാതെ കുറേ വർഷങ്ങൾക്ക് ശേഷം കാണുമ്പോൾ ചിലപ്പോൾ ചിലപ്പോൾ ആളുകൾ അത് കണ്ട് ചിരിച്ചേക്കാം, ചിലപ്പോൾ ആളുകൾക്ക് അത് ക്രിഞ്ചായിട്ട് തോന്നിയേക്കാം. പക്ഷേ ആ കാലത്ത് അത് ഹിറ്റായെന്ന് വെച്ചാൽ അതൊരു ചെറിയ കാര്യമല്ല. ആ പർട്ടിക്കുലർ കാലത്ത് ആ പടത്തിൻ്റെ പ്രസക്തി ഉണ്ടായിരുന്നു. പിന്നീട് കാണുമ്പോഴായിരിക്കും ചിലപ്പോൾ ആളുകൾക്ക്, പക്ഷേ എല്ലായ്പ്പോഴും അങ്ങനെയില്ല. കാലാതിവൃത്തിയായിട്ടുള്ള ഒരുപാട് സിനിമകളുണ്ട്. ഇപ്പം ഞാൻ ഇന്നലെ എന്നെന്നും കണ്ടിട്ടുണ്ട് എന്നൊരു സിനിമ ഞാൻ ദൂരദർശനിൽ കണ്ട സിനിമയാണ്. ഞാൻ പിന്നീട് കണ്ടിട്ടുണ്ട്. ഞാൻ ഇന്നലെയും ആ സിനിമ കണ്ടു. എൻ്റെ കണ്ണ് നിറഞ്ഞു. പല സീക്വൻസിലും, പല സീനുകളിലും. അതിനകത്തെ പോലെ തന്നെ സംഭാഷണങ്ങളുണ്ട് അനിയത്തിപ്രാവിലും. എന്നാലും ഈ എന്നെന്നും കണ്ടിട്ടിനകത്ത് കുറേ രസമുള്ള സീക്വൻസ് കണ്ടപ്പോൾ എന്തൊരു രസമായിട്ടാണ് അത് ചെയ്തിരിക്കുന്നതെന്ന് എനിക്ക് തോന്നി. ഞാൻ ഫാസിൽ സാറിന് നമ്പർ എടുത്ത് വിളിച്ച് സാറിന് സംസാരിച്ചാലോ എന്ന് പോലും തോന്നിപ്പോയി. കാരണം അത് ഞാൻ പറഞ്ഞു, ഇന്ന തീയതി എത്രയാണ്, 2026 മാർച്ച് 7. ഞാൻ ഇന്നലെ കണ്ട സിനിമ, ഇന്നലെ ഞാൻ ആ സിനിമ എടുത്ത് കണ്ടിട്ട് എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നി. ഒരു പക്ഷേ മലയാളത്തിലിറങ്ങിയ ഏറ്റവും മികച്ച പ്രണയ സിനിമകളിൽ ഭയങ്കര രസമുള്ള കുറേ മൊമെൻറ്റ്സ് ഉണ്ടായിരുന്നു. ഭയങ്കര രസകരമായിട്ടുള്ള മൊമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ അതെന്താ ചില സിനിമകൾ കാലത്തെ അതിജീവിക്കുക, അതാണ് കാലാതിവർത്തിയായിട്ടുള്ള ചിലപ്പോൾ ആ സമയത്ത് അത് കൊമേഴ്സ്യലി വിജയിക്കണം. ഒരു ആർട്ടിസ്റ്റ് ഒരു സിനിമ ചെയ്യുന്നു, അല്ലെങ്കിൽ പടം വരയ്ക്കുന്നു, അല്ലെങ്കിൽ നോവൽ എഴുതുന്നു, അല്ലെങ്കിൽ കവിത എഴുതുന്നു. ചിലപ്പോൾ ആ കാലത്ത് നിന്നില്ലെങ്കിലും കുറേ കാലങ്ങൾക്ക് ശേഷവും കാലാതിവർത്തിയായിട്ട് കുറേ കാലങ്ങൾക്ക് ശേഷം ചിലപ്പോൾ തിരിച്ചറിയപ്പെടുന്നത്. ഒരു ആർട്ടിസ്റ്റ് ഉണ്ടാക്കുന്നത് ആ ഒരു പർട്ടിക്കുലർ കാലത്തേക്ക് മാത്രമല്ല, കൊമേഴ്സ്യലി മാത്രമാണ്. നമ്മൾ സിനിമ ചെയ്യുന്നു, അതിൻ്റെ മുതൽ മുടക്ക് അപ്പോൾ തിരിച്ച് കിട്ടിയില്ലെങ്കിൽ, നമ്മളൊരു 5 കോടി രൂപ മുടക്കുന്നു, നമുക്ക് 4.5 കോടി രൂപ തിരിച്ച് കിട്ടിയുള്ളെങ്കിൽ അത് പരാജയമായിട്ട് കണക്കാക്കും. കുറേ വർഷങ്ങൾക്ക് ശേഷം അതവിടെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതാണ് അപ്പോഴാണ് ആർട്ട്
ആർട്ട് ശരിക്കും ഒരു സംവിധായകൻ എന്നുള്ള രീതിയിലോ എഴുത്തുകാരൻ എന്ന രീതിയിലോ ഒരു ഹാപ്പിനെസ് തോന്നുന്നു. ചിലപ്പം അവർക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ലായിരിക്കും. കാലങ്ങൾക്ക് ശേഷവും പത്മരാജൻ സാറിൻ്റെ സിനിമകൾ ഇന്നും നിലനിൽക്കുന്നു. അല്ലെങ്കിൽ അങ്ങനെ പഴയ ഒരുപാട് സിനിമകൾ ഇന്നും നിലനിൽക്കുകയല്ലേ. അവർ ജീവനോടെ ഇല്ലെങ്കിലും അവരുടെ പ്രസൻസ് അറിയിച്ചുകൊണ്ടേയിരിക്കുന്നു ഈ സിനിമകൾ. അത്തരത്തിലുള്ള ആർട്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ് എല്ലാവരുടെയും. പൈസ ഉണ്ടാക്കുന്നതിനോടൊപ്പം പണം കിട്ടണം, പക്ഷേ ഒരു ആർട്ട് ഉണ്ടാവുക, കാലാധിപത്യമായിട്ടുള്ള ആർട്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ ഇത്തരത്തിലുള്ള ഫിലിം മേക്കേഴ്സിൻ്റെ ആഗ്രഹം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ അങ്ങനെ സ്വപ്നം കാണുന്നൊരു മനുഷ്യനാണ്. അല്ല, ഞാൻ പറയുന്നത് നീ പറഞ്ഞ പോലെ ഈ കാലം കഴിഞ്ഞിട്ട് ഇത് ക്രിഞ്ചായി എന്ന് തോന്നുന്ന സാധനം എന്ന് പറയുന്നത് അത് ആ സമയത്ത് ഏറ്റവും നല്ല ടെക്നോളജിയും ഇതും യൂസ് ചെയ്തിട്ട് നമ്മൾ അതിനേക്കാളും കുറേ അഡ്വാൻസ്ഡ് സാധനങ്ങൾ കണ്ടിട്ട് ഇപ്പോഴത്തെ ഒരു ജനറേഷന് പഴയ ഒരു ടെക്നോളജിയുടെ ഒരു സാധനത്തിനെ കാണുമ്പോൾ ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ നീ പറഞ്ഞ പോലത്തെ ഒരു അല്ല പിന്നെ ആശയങ്ങളുണ്ടല്ലോ. അപ്പോഴും ഞാൻ ഹ്യൂമൻ ഇമോഷൻസ് ആണല്ലോ ശരിക്കും. ഹ്യൂമൻ ഇമോഷൻസ്, അതായത് ഒരു സിനിമയിലെ ടെക്നോളജി ടെക്നിക്കൊന്നും ഒരു പ്രശ്നമല്ല അതിനകത്ത്. അതായത് ഒരു സിനിമയിൽ വരുന്ന മനുഷ്യരുണ്ടല്ലോ, ആക്ടേഴ്സ് ഉണ്ടല്ലോ, കഥാപാത്രങ്ങളായിട്ട് പെർഫോം ചെയ്യുന്ന ആക്ടേഴ്സിൻ്റെ ടൈമിങ്, അവരുടെ പെർഫോമൻസ്, സീക്വൻസ് ഒക്കെയാണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മാറുന്നത് കുറേ കാലങ്ങൾക്ക് ശേഷം. ഇപ്പം നിങ്ങളിപ്പം കള്ളൻ പവിത്രൻ എടുത്ത് നോക്കിയാലും ഇപ്പോൾ ഒരിടത്തൊരു ഫയൽവാൻ എടുത്ത് നോക്കിയാലും ഞെട്ടും. അത്ര മനോഹരമാണ് ആ സിനിമകൾ. ഇപ്പോൾ എടുത്ത് നോക്കിയാലും നടുങ്ങിപ്പോകുന്ന രീതിയിലാണ് അതിനകത്ത് നരൂണിയും ഭരത് ഗോപിചാറും അതുപോലെ എല്ലാവരും പെർഫോം ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവരുടെ ടൈമിങ്, അവർ സീക്വൻസ് ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. എങ്ങനെയാണ് ചിലപ്പോൾ അന്ന് ഇത്രയും സൗകര്യങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല. സ്റ്റിൽ ഇന്ന് അതിനെ കവച്ച് വയ്ക്കാൻ ഇന്ന് എല്ലാ സൗകര്യങ്ങളോടും കൂടി ഈ സിനിമ റീക്രിയേറ്റ് ചെയ്യാൻ നോക്കിയാലും നമ്മൾ പൊളിഞ്ഞു പോകും, പരാജയപ്പെടും. അപ്പോൾ നമ്മൾ ടെക്നോളജി ഇല്ലാഞ്ഞിട്ടല്ല, നമ്മളിൽ പണമില്ലാഞ്ഞിട്ടല്ല. നമ്മൾ എത്ര പണത്തിൽ എത്ര രീതി ചെയ്താലും ഇന്നും കള്ളം പൗത്രനെടുത്താലും നമ്മൾ പൊട്ടും. നമുക്ക് ചെയ്യാൻ പറ്റില്ല, ചെയ്തൊപ്പിക്കാൻ പറ്റില്ല. അത് നമുക്ക് ഒരിടത്തൊരു ഫയൽവാൻ ചെയ്തൊപ്പിക്കാൻ പറ്റില്ല. കാരണം അത്രയും മേലെയാണ് അവർ ചെയ്തത്. അല്ലെങ്കിൽ ബെൻഹർ എന്ന് പറഞ്ഞിട്ടുള്ള പഴയ പടം പിന്നീട് പല പ്രാവശ്യം റീമേക്ക് ചെയ്യാൻ നോക്കിയിട്ടും പരാജയപ്പെട്ടിട്ടുണ്ട്. ആ ബെൻഹർ സിനിമ ആ കാലത്ത് ചെയ്തില്ല, ആ കാലത്ത് ചെയ്ത ഒരു രക്ഷയില്ല. ഇനിയിപ്പം സ്പടികം എന്നുള്ള സിനിമ 100 കൊല്ലം കഴിഞ്ഞ് എല്ലാ ടെക്നോളജികളും ചെയ്യാൻ നോക്കിയാൽ അത് പൊളിയും. അത് ചെയ്യാൻ പറ്റില്ല. ആ സിനിമ അത് റീമേക്ക് ചെയ്യാനേ പറ്റത്തില്ല. കാരണം അത് അങ്ങനെ ആർട്ടിസ്റ്റുകൾ പെർഫോം ചെയ്തിട്ടുള്ള സാധനമാണ്. അതിൽ തൊടാൻ പോകുകയെന്ന് വെച്ചാൽ ആത്മഹത്യ ചെയ്യാൻ പോകുന്നതിന് തുല്യമാണ്. അതാണ് ഷോയിലെ പിന്നീട് ചെയ്യാൻ നോക്കിയപ്പോഴെല്ലാം പരാജയപ്പെട്ടത്. പിന്നെ പഴയ കാലത്ത് ഫിലിമിൽ ഷൂട്ട് ചെയ്യുന്നതിൻ്റെ ഒരു രസം ഉണ്ടായിരുന്നു. നമ്മളിപ്പം ഡിജിറ്റലിലൊരു സാധനം വന്നപ്പോൾ പിന്നെ ഒരു ഡിജിറ്റൽ ഫീൽ എന്തൊക്കെ വന്നാലും ഉണ്ട്. ഫിലിമിൽ നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ എങ്ങനെ ഷൂട്ട് ചെയ്താലും സിനിമാറ്റിക് ഫീൽ ഉണ്ടായിരുന്നു. സത്യനന്ദിക്കാട് സാറിൻ്റെ പഴയ പടങ്ങൾ, അല്ല പ്രിയൻ സാറിൻ്റെ പഴയ പടങ്ങളെല്ലാം ഇന്നും നമുക്ക് കാണുമ്പോൾ സിനിമ പോലെ തോന്നുന്നത് ഫിലിമിലാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടൊരു നമ്മൾ കാണുമ്പോൾ അതൊരു സിനിമാറ്റിക് സ്വഭാവമുണ്ട് അതിന്. അത് ആ ക്യാമറയിൽ എക്സ്പോസ് ആകുമ്പോൾ, ആ ലെൻസിട്ട് ക്യാമറയിൽ എക്സ്പോസ് ആകുമ്പോൾ അത് നമ്മൾ കാണുന്ന വിഷ്വലിനെ ആ ഒരു സിനിമാറ്റിക് സ്വഭാവമുണ്ട്. അതിലവർ അതിൻ്റെ സൗണ്ടും ക്യാപ്ചറും എല്ലാ സാധനങ്ങളും വന്നിട്ട് സിനിമാറ്റിക് എക്സ്പീരിയൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ കണ്ടാലും ഈ സിനിമ മോശമാവുന്നില്ല, താഴത്തേക്ക് പോകുന്നില്ല. അതിനൊരു സിനിമാറ്റിക് എക്സ്പീരിയൻസ്. ഇവൻ അതിൻ്റെ ഫിലിം മേക്കിംഗ് പ്രോസസ്, അതിൻ്റെ ഫിലിമിങ് തൊട്ട് അതിൻ്റെ ഇപ്പം നമ്മൾ പഴയ പാട്ടുകൾ കേൾക്കുമ്പോൾ, പഴയ പാട്ടുകൾ മോണോ ട്രാക്ക് നമ്മൾ കേൾക്കും. ഇപ്പോൾ കേൾക്കുമ്പോഴും നമുക്ക് ഇത്രയും അഡ്വാൻസ്ഡ് ടെക്നോളജി ഉണ്ടായിട്ടും പഴയ പാട്ടുകളുടെ സുഖം കിട്ടുന്നില്ല. അപ്പം ഞാൻ ബേണി ഇഗ്നേഷ്യസ് അദ്ദേഹത്തോട് ചോദിച്ചു എന്തുകൊണ്ടാണ് നമുക്ക് ഈ ക്വാളിറ്റി, ഈ രസം വരാത്തത്. അപ്പോൾ പറഞ്ഞ അത് റെക്കോർഡ് ചെയ്തിട്ട് അത് ഫിലിമിലേക്ക് പ്രോസസ്സ് ചെയ്ത് എടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സുഖം നമുക്കിപ്പോൾ ചെയ്യുമ്പോൾ അത് കിട്ടുന്നില്ല. അതൊരു ഡിജിറ്റൽ ഫീലിലേക്ക് വരുന്നു. ക്ലാരിറ്റി കൂടുതലുണ്ടാവും, ഡീറ്റെയിലിംഗ് കൂടുതലുണ്ടാവും, സ്റ്റിൽ ആ സുഖമില്ല. അപ്പോൾ ആ സുഖം ഈ ഫിലിമിൽ ഷൂട്ട് ചെയ്ത സാധനങ്ങൾക്കെല്ലാം ഉണ്ടായിരുന്നു. ചേട്ടൻ സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. ഇങ്ങനെ ഇല്ല, ഞാൻ എന്ത് ചോദിച്ചാലും മറുപടി ഒന്നുകിൽ എനിക്ക് അറിയാമെന്ന് പറയും, അല്ലെങ്കിൽ അറിയില്ല എന്ന് പറയും. ഞാൻ മറുപടി പറയും. ഞാൻ നമ്മുടെ ഗ്രൂപ്പിലൊക്കെ ഓരോ തർക്കം വരുമ്പോൾ വളരെ ഇൻറ്റേർണലായിട്ട് മാറ്റർ പറയാം. അപ്പോൾ ഗ്രൂപ്പിൽ ആരെങ്കിലും ചോദിച്ചാൽ ഞാനതിന് മറുപടി അങ്ങ് പറയും. കാരണം എനിക്ക് മറുപടി പറയാതിരിക്കാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് ഞാൻ മറുപടി അങ്ങ് പറയും. അപ്പം ഞാൻ എന്നെ പ്രൊവോക്ക് ചെയ്താലും ഞാൻ മറുപടി പറയും, ചോദിച്ചാലും ഞാൻ മറുപടി പറയും. ഈ മറുപടി ഞാൻ എന്നെ ഒന്ന് ഓടിപ്പോകാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ മറുപടി പറഞ്ഞില്ല. അതുകൊണ്ട് ചിലപ്പോൾ ചോദിച്ചാൽ അങ്ങ് പറയും. നമുക്ക് ഒരു എപ്പിസോഡ് ഇരിക്കാം. നെക്സ്റ്റ് പടം ഏതാ?
നെക്സ്റ്റ് കൂടെ ഞാൻ പറഞ്ഞില്ല, പ്രചോദ് ഡയറക്റ്റ് ചെയ്യുന്ന ഡയറക്റ്റ് ചെയ്യുന്ന പടം തീരുമാനിച്ചില്ല. അടുത്ത പ്ലാൻ ഒന്നും ഒരു തീരുമാനമില്ല. ഇപ്പോൾ ബിജു ഇങ്ങനെ നിൽക്കുന്നു. അത് ആക്ച്വലി അത് പൂർത്തിയായിട്ടുള്ള സിനിമയാണ്, എനിക്ക് അറിഞ്ഞുകൂടാതെ എന്തായിരിക്കും. വേറെ സിനിമകളുടെ ഒരു ഡയറക്ഷൻ പ്ലാൻ ഞാനൊന്നും ഇതുവരെ ഒരു ഫിക്സ് ചെയ്തിട്ടില്ല. എഴുത്ത് കുറച്ച് പ്ലാനുകളുണ്ട്, കുറച്ച് കമ്മിറ്റ് ചെയ്തിട്ടുള്ള സിനിമകളുണ്ട്, കുറച്ച് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡയറക്ടേഴ്സിന് വേണ്ടിയിട്ട് ഞാൻ എഴുത്ത് കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അത് എഴുത്ത് നടക്കുന്നുണ്ട്. അതല്ലാതെ ഞാൻ നെക്സ്റ്റ് സംവിധാനം ചെയ്യുന്ന ഒരു സിനിമ ഏതാണെന്നുള്ളത് തീരുമാനിച്ചിട്ടില്ല, ആ പോയിന്റിലേക്ക് എത്തിയിട്ടില്ല. ഓക്കെ, നമുക്ക് ഒരു എപ്പിസോഡും കൂടി ഇരിക്കണം. ഒരുപാട് കാര്യം സംസാരിക്കാൻ. പക്ഷേ നിർത്തുന്നതിന് മുന്നേ എനിക്ക് സാർ ചെയ്ത മറ്റേ കുങ്ഫു മാസ്റ്റർ പടത്തിൻ്റെ പേര്, അത് ഞാൻ തിയേറ്ററിൽ കണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സിനിമയായിരുന്നു. എനിക്ക് തോന്നിയിട്ടുണ്ട് അതിന് അർഹിച്ചൊരു അപ്രിസിയേഷൻ കിട്ടിയിട്ടില്ല എന്ന് എനിക്ക് തോന്നിയൊരു സിനിമയാണ്. സത്യം അങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളി. താങ്ക് യു. അത് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ബഡ്ജറ്റിൽ ചെയ്തതാണ്. കാരണം ഞാനൊരു സിനിമ ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചു അതിൻ്റെ ആക്ഷൻ ഡയറക്ഷൻ എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഞാൻ ബിജു ചെയ്തപ്പോൾ ബോംബെ നിന്ന് ഒരു ആക്ഷൻ ഡയറക്ടർ വന്നു, അലൻ അമീൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവരെല്ലാം വന്ന് ചെയ്യുന്നു. അല്ലെങ്കിൽ നമ്മുടെ ആക്ഷൻ ഡയറക്ഷന് ഭയങ്കര എക്സ്പെൻസാണ് വരുന്നത്. പക്ഷേ അവരൊരു പെട്ടെന്നൊരു ദിവസം വന്നിട്ടൊരു പ്ലാൻ ഉണ്ടാക്കി ഒരു സാധനം ചെയ്യില്ല. അപ്പം ഞാൻ വിചാരിച്ചു, ഞാൻ ചെറുപ്പത്തിലെ ഈ ജാക്കി ചാൻ പടങ്ങളെ കണ്ടിട്ടുണ്ട്, ഒരു പരിപാടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണമെന്ന് വെച്ചാൽ ഞാൻ ഈ ആക്ഷൻ ഡയറക്ഷൻ എങ്ങനെയാണ് അതിൻ്റെ പ്ലാൻ പഠിക്കാൻ വേണ്ടി കുറേ കാലം നടന്ന് ഇപ്പം ഞാൻ നമ്മുടെ ഒരു ആക്ടേഴ്സിനോട് പറഞ്ഞാൽ ചിലപ്പോൾ ആക്ടേഴ്സ് വിശ്വസിക്കില്ല. ഞാൻ ആക്ഷൻ ഡയറക്ഷൻ ചെയ്യാൻ പോകുമെന്ന് പറഞ്ഞാൽ ആക്ടേഴ്സ് ഒരിക്കലും എന്നെ വിശ്വസിക്കില്ല. അതുകൊണ്ട് ഞാൻ പുതിയ ആളുകളെ വെച്ചിട്ട് ഒരു പരിപാടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ ആക്ഷൻ ഡയറക്ഷൻ എന്ന് വെച്ചാൽ ആ കൂടെ ഉണ്ടായിരുന്നവർ ഷൂട്ട് കണ്ടിട്ടുള്ളവർ തന്നെ വളരെ ചുരുക്കുക. ഇപ്പോൾ ക്യാമറമാൻ ഷൂട്ട് കണ്ടിട്ടുണ്ടാവും, ഫോക്കസ് പുള്ളർ കണ്ടിട്ടുണ്ടാവും കുറച്ച് പേര്, അല്ലെങ്കിൽ അതിനകത്ത് നീറ്റ് അതിനു മുമ്പുള്ള എൻ്റെ സിനിമയിൽ അഭിനയിച്ചിരുന്നു. ബാക്കിയുള്ളവരെല്ലാം ഷൂട്ട് കണ്ടിട്ട് തന്നെ ഇല്ലാത്ത ആൾക്കാരായിരുന്നു. പക്ഷേ എല്ലാവരും പ്രൊഫഷണൽ മാർഷൽ ആർട്സ് അറിയാവുന്ന ആൾക്കാരായിരുന്നു. അപ്പോൾ അവർ പല രീതിയിലുള്ള മാർഷൽ ആർട്സുകൾ പ്രാക്ടീസ് ചെയ്തിരുന്ന ആൾക്കാരായിരുന്നു. അപ്പോൾ കോറിയോയ്ക്കെല്ലാം ഞാൻ അവരുടെ കൂടെ സഹായം തേടിയിട്ടുണ്ട്, അവർ കോർഡിനേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ മൊത്തം ഒരു പ്ലാനും ഒരു എങ്ങനെ ഇത് ചെയ്യണം, എങ്ങനെ ഇത് ഡയറക്റ്റ് ചെയ്യണം എന്നുള്ളൊരു ആക്ഷൻ ഡയറക്ഷൻ പ്ലാൻ എൻ്റേതായിരുന്നു. നമ്മൾ നെക്സ്റ്റ് ടൈം ഇരിക്കുന്ന കുംഫു മാസ്റ്ററിനെ മഹാവീരനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഓക്കെ. സോ നിങ്ങൾക്ക് സ്പാ കറൻ്റ്ലി തിയേറ്ററിൽ റൺ ചെയ്യുന്നുണ്ട്. ഓക്കെ, മലയാളത്തിലെ ഫ്യൂ അഡൽട്ട് കോമഡി ജോണറിലെ വൺ ഓഫ് ദ ബെസ്റ്റ് മൂവീസ്. ഡു വാച്ച് ഇൻ തിയേറ്റേഴ്സ്. എബ്രിഡ് ഷൈൻ സ്പാ. And thank you Ebrit Shine for joining us. Thank you very much. അദ്ദേഹത്തിൻ്റെ ഏതോ ഒരു വീഡിയോ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോയപ്പോൾ ഞാൻ കണ്ടതാണ്. ആ മുഖം ഇങ്ങനെ ഓർമ്മയിൽ നിന്നുകൊണ്ടാണ് ഞാൻ തിയേറ്ററിൽ വെച്ചാൽ കണ്ടപ്പോൾ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ് അങ്ങനെയാണ് ഇവിടെ വന്നത്. ഇനി മുഖം ഓർത്ത് വെച്ചോളൂ, സിനിമകൾ കാസ്റ്റ് ചെയ്യുമ്പോൾ ഈ മുഖം ഓർത്ത് വെച്ചിട്ട് വിളിച്ചോളൂ. ശരി, താങ്ക് യു.